ഇനീഷ്യേറ്റീവ്സ് നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും. ഇതുപോലെയുള്ള പല എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒപ്പം അസോസിയേറ്റ് ചെയ്തുകൊണ്ട് തുടർന്നുള്ള യാത്രയിൽ നമുക്ക് പുതുമയുടെ കാഴ്ചകൾ തേടി നീങ്ങാം എന്ന് തന്നെ ആദ്യമേ ആശംസിക്കുന്നു. ഇനി I know you're all very eager to express your ideas, your thoughts, and our judging panel is also ready. But before we start off the program, we have someone who has been the focal point of Thrissur Learning City Initiative. I'm sure you're all aware, Thrissur today stands tall as one of UNESCO's selected learning cities, which means that Thrissur Nagaram ഇതേപോലെയുള്ള തുടർ പഠനത്തിനായുള്ള സാധ്യതകൾ തുറന്നു നൽകുന്ന ഒരു സ്ഥാനമാണ്, ഒരു നഗരമാണ് എന്ന നിലയ്ക്കാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു സംരംഭത്തിന് ചുക്കാൻ പിടിക്കുന്ന ജീവാത്മാവും പരമാത്മാവുമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് വൺ ഓഫ് ദി ജഡ്ജസ് ആയിരുന്നു നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് കടക്കുന്നതിന് മുന്നേ വി തോട്ട് വി വിൽ ഹാവ് എ ഷോർട്ട് അഡ്രസ് ഫ്രം ഡോക്ടർ അജിത് കാളിയത്ത്. Before I invite Ajit sir, shall we start off with a prayer? We will have a brief hymn. We will pray and then we will begin. Govind bolo, Gopal bolo, Ram naam bolo, Hari naam bolo, Allah Malik Isa Nanak, Allah Malik Isha Nanak, Zorashtra Mahavir Buddha naam bolo, Govind bolo, Gopal bolo, Ram naam bolo, Hari naam bolo. Ye naam sare hai jeevan sahare, परमानंद के होते हैं न्यारे. जो नाम चाहो वो नाम बोलो, जो नाम चाहो वो नाम बोलो. प्रेम से बोलो, भाव से बोलो, प्रेम से बोलो, भाव से बोलो. गोविंद बोलो, गोपाल बोलो, राम नाम बोलो, हरि नाम बोलो. Thank you. We've begun on a blissful note, and now for the introductory remarks and for the very first address of the day, may I invite on stage the Urban Chair Professor at the Kerala Institute of Local Administration, Dr. Ajit Kaliyat. Oh, let there be applauses. We are here to celebrate, so let there be no dearth of applauses. Welcome, sir. Good morning. ഒരുപാട് ഒഴിഞ്ഞ കസേലകളുണ്ട്, പക്ഷേ അതിനു മുന്നിൽ വളരെയധികം താല്പര്യത്തോടു കൂടി രാവിലെ 9 മണിക്ക് തന്നെ ഇവിടെ എത്തിയിട്ടുള്ള കുറച്ച് ആളുകളുമുണ്ട്. എൻ്റെ ദൗത്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇവിടം വരെ എത്തിയത്, തൃശ്ശൂരിൻ്റെ ഭാവിയിലെ സാധ്യതകൾ എൻ്റെ കണ്ണിലൂടെ എങ്ങനെ കാണുന്നു എന്ന് പരിചയപ്പെടുത്തൽ മാത്രമാക്കി ഒതുക്കും ഞാൻ. കാരണം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നഗരത്തിന് ഒരുപാട് അവസരങ്ങളുണ്ട്. ആ അവസരങ്ങൾ ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊള്ളുകയും അതിനെ, ആ എനർജിയെ എല്ലാവരും ഉൾച്ചേർത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നഗരത്തിൻ്റെ അനന്ത സാധ്യത നമ്മുടെ മുന്നിൽ തുറക്കുന്നത്. കേരളത്തിൻ്റെ ജോഗ്രഫിക്കലി കേരളത്തിൻ്റെ നടുവിൽ കിടക്കുന്ന കൾച്ചറൽ ക്യാപിറ്റലായിട്ടുള്ള തൃശ്ശൂർ പഠനത്തിൻ്റെ ഒരുപാട് സാധ്യതകൾ തുറക്കുന്ന ഒരു നഗരമാണ് എന്നത് ഒരുപാട് ആളുകൾക്ക് അറിയുന്ന കാര്യമാണ്. അത് വർഷങ്ങളായി, അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എല്ലാ തരത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ തന്നെ ആർട്ട് ആൻഡ് കൾച്ചറൽ മേഖലയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇതെല്ലാം ഒറ്റപ്പെട്ട ഐലാൻഡ്സായി അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസായി നിലനിൽക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ഒരു ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ഇഫക്റ്റ്, ആകത്തുക നമുക്ക് പലപ്പോഴും മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ലേണിംഗ് സിറ്റി എന്ന ഒരാശയം യുനെസ്കോ
200ഓളം നഗരങ്ങളിൽ 220 നഗരങ്ങളാണ് 2021 മുമ്പ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം 74 നഗരങ്ങളെ കൂടെ അതിലേക്ക് യുനെസ്കോ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ തൃശ്ശൂർ പങ്കെടുക്കുമ്പോൾ നമ്മുടെ മുന്നിലുണ്ടായിരുന്ന വലിയൊരു സാധ്യത ഇവിടെയുള്ള വ്യത്യസ്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഒരൊറ്റ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ പുതിയ അറിവുകൾ, അതേപോലെ തന്നെ പരസ്പരം കോംപ്ലിമെന്റ് ചെയ്യുന്ന പുതിയ സാധ്യതകൾ കണ്ടെത്താൻ അതുവഴി ഉണ്ടാകുന്ന ഒരു ഉണർവുണ്ട്. അതിനൊരു മാർഗം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ മുന്നിലുള്ള ആവശ്യം. ഞാനിത് പറയുമ്പോൾ എൻ്റെ മുമ്പിലുള്ള കമ്പൽഷൻ എന്ന് പറയുന്നത് നമ്മളെല്ലാം ഇവിടെ നിന്ന് അങ്ങോട്ട് ഭാവിയിലേക്ക് പോകുമ്പോൾ ഡ്രൈവ് ചെയ്യുന്ന ഏറ്റവും അധികം പവർഫുൾ ആയിട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ക്രിയേറ്റിവിറ്റി ആയിരിക്കുമെന്നാണ് പറയുന്നത്. പുതിയ തെളിവുകൾ പറയുന്നത് സർഗാത്മകത അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റിയാണ് ഏറ്റവും അധികം സൊസൈറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശക്തി തരുന്നത്, ചാലകശക്തിയാവുന്നു. ഇതിൻ്റെ ശരിയായ ഉപയോഗം ഏത് സമൂഹത്തിൽ നടക്കുന്നോ ആ സമൂഹം കാലാകാലങ്ങളിൽ പുതിയ അവസരങ്ങൾ കണ്ടെത്തും. ഇതിനു പകരം ഹോപ്പ്ലെസ്നെസ്, പ്രതീക്ഷയില്ലായ്മ ഒരു സമൂഹത്തിനെ ഭരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സമൂഹം പുറകിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഒരുപാട് ചെറുപ്പക്കാർ, ഞാനത് പറയുന്നത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും, കാരണം ഇവിടെയുള്ള എല്ലാ സ്ഥാപനങ്ങളിലും, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ് ആവട്ടെ, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആവട്ടെ, ഒരുപാട് കോളേജസ് ആവട്ടെ, തൃശ്ശൂരിൽ നല്ലൊരു ഒരു ചെറുപ്പക്കാരുടെ ഒരു നഗരം കൂടാണ് തൃശ്ശൂർ. കാരണം ഇവിടെ എല്ലാം വന്ന് പഠിക്കാൻ വരുന്ന, ഹയർ സ്റ്റഡീസിന് വരുന്ന കുട്ടികൾ ഇവിടെ തൃശ്ശൂരുകാരും അതിന് പുറത്തുള്ള ആളുകളെല്ലാം സ്ഥിരം വന്നു ചേരുന്ന ഒരു നഗരം. അവിടെ ഒന്നിച്ചു വരുമ്പോൾ ആ നഗരത്തിന്റെ പുതിയ സാധ്യതകൾ കാണുമ്പോൾ മാത്രമാണ് അവരവിടെ നിലനിൽക്കുന്നത്. ഇവിടെ വന്നു പഠിച്ചു, ഇനി സാധ്യതകളില്ലെങ്കിൽ അടുത്ത സ്ഥലം അന്വേഷിച്ചു പോകും. കാരണം ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളിൽ നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമുള്ള പുതിയ സാധ്യതകളുണ്ട്. അപ്പോൾ ഇതിനെ പുതിയ പുതിയ സാധ്യതകൾ സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു നഗരമാക്കി മാറ്റുക. അങ്ങനെ പുതിയ പുതിയ സാധ്യതകൾ സൃഷ്ടിക്കാൻ കഴിയണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ഓരോ ഘട്ടത്തിലും പുതിയ അറിവുകൾ ആവശ്യം വരും. അതാണ് ഇവിടെ മനോഹരമായി എഴുതി വെച്ചിട്ടുള്ള ലൈഫ് ലോങ് ലേണിംഗ്. അൺലേൺ ചെയ്യാനും റീലേൺ ചെയ്യാനും ഉള്ള നിരന്തരമായ അവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു നഗരം. അപ്പോൾ 3 വയസ്സ് തൊട്ട് 90 വയസ്സ് വരെയുള്ള ഇവിടെ നമ്മുടെ ഹോസ്റ്റ് ആയിട്ടുള്ള കൃഷ്ണൻ സാറിൻ്റെ തന്നെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഇപ്പോഴും ഒരുപക്ഷെ ഇവിടെ ഏറ്റവും അധികം എനർജിയോടും കൂടി എക്സൈറ്റ്മെന്റോടും കൂടിയിട്ട് ഈ കാര്യത്തിന് മുന്നിൽ നിൽക്കുന്നത് കൃഷ്ണൻ സാറാണ്. ഇതിൽ ഇടപെടുമ്പോൾ അദ്ദേഹത്തിന് പുതിയ ചില അറിവുകളും പുതിയ സാധ്യതകളും കാണുന്നുണ്ടാവും. അപ്പോൾ 3 വയസ്സ് തൊട്ട് 90 വയസ്സ് വരെയുള്ള ഏതൊരാൾക്കും എന്തെങ്കിലും പുതിയതായി പഠിക്കാൻ അവസരം നൽകുന്ന ഒരു നഗര സംവിധാനം. അതുപോലെ തന്നെ ജോലി ഇല്ലാത്ത ആൾ തൊട്ട് വളരെയധികം ലോ പ്രൊഫൈൽ ആയിട്ടുള്ള ഒരു ജോലി ചെയ്യുന്ന ആൾ തൊട്ട് ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് വരെ അവരെ നിരന്തരമായി നിയന്ത്രിക്കുന്നത് അറിവായിരിക്കും. അപ്പോൾ അവർക്ക് അറിവ് നേടാനുള്ള സാഹചര്യം, ഇത് രണ്ടും സൃഷ്ടിക്കുന്ന ഒരു നഗരമാക്കി തൃശ്ശൂരിനെ മാറ്റണമെങ്കിൽ ഇവിടെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻഫ്രാസ്ട്രക്ചർ ധാരാളമാണ്. പക്ഷേ ഇവ തമ്മിലുള്ള ഒരു ജൈവ ബന്ധം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ കടമ്പ. അത് ഒരു ഓർഗാനിക് റിലേഷൻഷിപ്പ് ഇല്ല. അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ വരുന്ന ആളുകൾ അവിടെ വരുന്നു, ക്ലാസ് എടുക്കുന്നു, അല്ലെങ്കിൽ അവിടെ ക്ലാസ് പങ്കെടുക്കുന്നു, അവിടുത്തെ കോൺഫറൻസിൽ അറ്റൻഡ് ചെയ്യുന്നു, പുറത്തു പോകുന്നു. ആരോഗ്യ സർവകലാശാലയിൽ വരുന്ന ആളുകൾ അതുമായി മാത്രം ബന്ധമുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നു, സംസാരിക്കുന്നു, പുറത്തു പോകുന്നു. ഇതൊക്കെ ഒരു റിലീജിയസ് ബിഹേവിയറിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്ന, പ്രവർത്തിക്കുന്ന ഒരു ഉപസമൂഹത്തിലേക്ക് നമ്മുടെ സൊസൈറ്റി ചുരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കംഫർട്ട് സോണിൽ നിന്ന് ആളുകളെ പുറത്തേക്ക് കൊണ്ടുവന്ന് എല്ലാവർക്കും ഒന്നിച്ചു വരാൻ പറ്റുന്ന ഒരുപാട് പബ്ലിക് സ്പേസസും സോഷ്യൽ സ്പേസും ഇന്റലക്ച്വൽ സ്പേസസും ക്രിയേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇത് കാലത്തിന്റെ ആവശ്യമാണ്. അതില്ലെങ്കിൽ സർഗാത്മകത എന്ന വലിയൊരു സാധ്യത നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളപ്പോൾ അങ്ങനെ അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം സമ്മറൈസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. 3 തരത്തിലുള്ള സംരംഭക സാധ്യതകളാണ് ലോകത്ത് ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ആളുകൾ പറയുന്നത്. ഒന്നാമത്തെ സംരംഭക സാധ്യത എന്ന് പറയുന്ന പ്രൊഡക്റ്റീവ് എന്റർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഉൽപാദനകരമായ സംരംഭം. അതാണ് നമുക്ക് വേണ്ടത്. അതിന് നിരന്തരമായ ആശയങ്ങളും
അതുപോലെ തന്നെ ആശയവിനിമയങ്ങളും അതിനുള്ള സാഹചര്യങ്ങളും നിലനിൽക്കുമ്പോൾ മാത്രമാണ് ഉൽപാദനകരമായ ഒരു സംരംഭം അല്ലെങ്കിൽ സംരംഭാവസ്ഥ സമൂഹത്തിൽ സംജാതമാവുകയുള്ളൂ. അതില്ലാത്ത അവസ്ഥയിൽ സമൂഹം പല ഘട്ടങ്ങളിലും നിലനിൽക്കുന്നത് ഉൽപാദനകരമല്ലാത്ത സംരംഭകത്വം അല്ലെങ്കിൽ നോൺ പ്രൊഡക്റ്റീവ് ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയും. ഇറ്റ്സ് എ ടിപ്പിക്കൽ റൺ സീക്കിംഗ് ബിഹേവിയർ. സ്ഥാപനങ്ങളുണ്ട്, ജോലിയുണ്ട്, എല്ലാം ഒരു ഓർഡിനറി പ്രോസസ്സായി ആളുകൾ ഇടപെട്ടുകൊണ്ടിരിക്കും, പങ്കെടുത്തുകൊണ്ടിരിക്കും. പുതുമയൊന്നും അവിടെ ഉണ്ടാവുന്നില്ല. അങ്ങനെ കുറച്ചു കാലം ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു സംവിധാനം നിലനിൽക്കുമ്പോൾ ഇനി ആഗ്രഹിക്കാത്ത തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് സമൂഹം വീണു പോകുന്നു എന്ന് പറയുന്നത്. അതാണ് ഡിസ്ട്രക്റ്റീവ് ഓൺടർപ്രണർഷിപ്പ്. ഉൽപാദനകരമല്ലാത്ത സംരംഭത്തിൽ നിന്ന് പിന്നീട് സമൂഹം എത്തിപ്പെടുന്നത് ഡിസ്ട്രക്റ്റീവ് ഓൺടർപ്രണർഷിപ്പിലേക്കാണ്. അപ്പോൾ വിനാശകാരിയായ സംരംഭത്തിലേക്ക് സമൂഹം വീഴാതിരിക്കണമെങ്കിൽ നമ്മുടെ എല്ലാം കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ് അടുത്ത സാധ്യതകൾ കണ്ടെത്തുക എന്നുള്ളത്. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ 2-2.5 വർഷമായി ബഹുമാനായ തൃശ്ശൂരിൻ്റെ മേയറുടെ ലീഡർഷിപ്പിൽ കോർപ്പറേഷൻ്റെ വലിയൊരു ഇടപെടലിലൂടെയാണ് നമുക്ക് തൃശ്ശൂരിനെ ഒരു പഠന നഗരമായി അംഗീകാരം നേടാൻ കഴിഞ്ഞത്. ഇത് മേയറുടെയോ കിലയുടെയോ അല്ലെങ്കിൽ തൃശ്ശൂരിലുള്ള കുറച്ച് വ്യക്തികളുടെയോ ഒരു സ്വകാര്യ പരിപാടിയല്ല. തൃശ്ശൂർ എന്ന നഗരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തൃശ്ശൂരിൻ്റെ ഭാവിയിൽ താല്പര്യമുള്ള എല്ലാവരുടെയും ഒരു കളക്റ്റീവ് എൻ്റർപ്രൈസ് ആക്കി നമുക്ക് മാറ്റാൻ കഴിയുമ്പോൾ മാത്രമാണ് ഇതിനൊരു അനന്ത സാധ്യതയിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ കൃഷ്ണൻ സാറിൻ്റെ ഈ ഇടപെടൽ വളരെയധികം താല്പര്യത്തോടു കൂടി തന്നെയാണ് ഞങ്ങളെല്ലാം ഇതിനോട് സമീപിക്കുന്നത്. ഇതിലേക്ക് നമ്മളെ പിടിച്ചു വലിച്ച് അദ്ദേഹത്തിൻ്റെ എനർജി ഞാൻ തീർച്ചയായിട്ടും അതിന് സ്വാഗതം ചെയ്യുന്നു. അങ്ങയുടെ ലീഡർഷിപ്പ് ഇനിയും ഞങ്ങൾക്ക് ആവശ്യമുണ്ടാവും. ഈ ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുക, ഇതുപോലെയുള്ള മാറി നിൽക്കുന്ന ആളുകളെ എല്ലാം ഒന്നിച്ചു കൊണ്ടുവന്ന് അതിനുള്ളൊരു കാറ്റലിറ്റിക്കൽ റിസോഴ്സ് കൊടുക്കുക എന്നുള്ളതും. കാരണം ഇവിടെ ഇത്രയും റിമോട്ടായിട്ടുള്ളൊരു സ്ഥലത്ത് വന്ന് ഇങ്ങനെ ഒരു സ്ഥാപനം എസ്റ്റാബ്ലിഷ് ചെയ്ത് അതിലേക്ക് തൃശ്ശൂരിൻ്റെ മുഴുവൻ ഭാവനയും കൊണ്ടുവരാനുള്ള ഒരു ശ്രമം തീർച്ചയായും വളരെയധികം ശ്ലാഘനീയമാണ്. ഇവിടെ ഇന്നലെ തൊട്ടിട്ട് 4 ദിവസം നടക്കുന്ന ഈ ഒരു ചർച്ചയും പല വേദികളും, എനിക്ക് തോന്നുന്നു ഇന്നലെ വൈകുന്നേരം ഇവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരുപാട് ചെയർസ് ഉണ്ട്. ഇന്നും ഒരുപക്ഷെ കുറച്ചുകൂടെ കഴിയുമ്പോൾ ആളുകൾ വരുമായിരിക്കും. പക്ഷെ ഇതിൻ്റെ ആകത്തുക എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഇന്നലെ സ്റ്റീഫൻ ദേവസ്യയുടെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഫണ്ണാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും അട്രാക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്നുള്ളതാണ് സത്യം പറഞ്ഞത്. അല്ലാതെ സീരിയസ് ആയിട്ടുള്ള ബിസിനസ് പലപ്പോഴും അതിൻ്റെ പ്രസക്തി, അതിൻ്റെ ആവശ്യം ആളുകൾ, പ്രത്യേകിച്ചും നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ എല്ലാ നിമിഷവും നമ്മൾ പലതരത്തിലുള്ള പ്രഷർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. അതുകൊണ്ട് കൂടുതൽ ഫൺ ഫിൽഡ് ആയിട്ടുള്ള ലൈഫ് ലോങ് ലേണിങ്ങും ഇൻക്ലൂസീവ് ലേണിങ്ങിനുമുള്ള ഒരു സാധ്യത തൃശ്ശൂരിൽ ഉണ്ടാകട്ടെ. അതിന് ശ്രീലകത്തിൻ്റെ ഈ സഹായവും സപ്പോർട്ടും നമുക്ക് തീർച്ചയായും ഉപയോഗിക്കാം. ഇവിടേക്ക് എന്നെ ക്ഷണിച്ച ശ്രീലകത്തിൻ്റെ ഫൗണ്ടറും അതിൻ്റെ മാനേജിംഗ് ട്രസ്റ്റിയായിട്ട് കൃഷ്ണൻ സാറിനും അദ്ദേഹത്തിൻ്റെ ടീമിനും ഞാൻ നന്ദി പറയുന്നു. ഇന്ന് രാവിലെ ഇവിടെ ഒരുപാട് വ്യത്യസ്തമായ ആശയങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ എത്തിയിട്ടുള്ള കോളേജിലെ അധ്യാപകരോടും കുട്ടികളോടും ഞങ്ങൾ വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് ഈ സെഷനെ കാത്തിരിക്കുന്നത് എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. താങ്ക് യു. താങ്ക് യു സർ. സർഗാത്മകതയാണ് ഒരു സമൂഹത്തിൻ്റെ ചാലകശക്തി. അത് ചോർന്നു പോകാതെ കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും, ഒപ്പം വ്യത്യസ്ത പ്രസ്ഥാനങ്ങൾ സ്വതന്ത്രമായുള്ള ഒരു എക്സിസ്റ്റൻസിൽ നിന്നും മാറി അവർ തമ്മിൽ ഒരു ജൈവമായൊരു ബന്ധം പുലർത്തേണ്ടതുണ്ട് എന്നതും കൂടെ ഈ ഒരു അവസരത്തിൽ സാറ് സൂചിപ്പിച്ചു. അതിൻ്റെയൊക്കെ ഒരു തുടക്കം തന്നെയാണ് ഇന്നത്തെ ഈ കൂട്ടായ്മകൾ പോലെയുള്ള ഒരു അസോസിയേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. So we are almost ready to begin the day, but I have a few things to, as part of instructions, I'd like to pass on to the participants. First, today the assessment will take place in 2 levels. We will have the panel who will be evaluating your performance, and also there is also going to be a peer evaluation, including a self-evaluation. I believe you've all been handed over a sheet that carries a table of this kind. എല്ലാവരുടെ കയ്യിലും എത്തിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് പിയർ ഇവാലുവേഷന് വേണ്ടി ചെയ്തിരിക്കുന്ന ടാബുലർ കോളമാണ്. So you may evaluate your own presentation too.
So we are talking about inclusivity. We thought we will include your own assessment also as part of this. So what we have planned is, I will maybe start off with an example so that there is more clarity. I have St. Thomas here first. So St. Thomas, you will start filling the column. Not the row, but the column. You may evaluate St. Thomas, professor's performance, student's performance. St. Mary's is professor's performance, student's performance. So your filling up will be in the column format. Similarly, the same applies to St. Mary's and Vimala and every other institution that has come down today. For evaluation, professor's performance, student's performance, അടിസ്ഥാനമാക്കിക്കൊണ്ട് 100. അപ്പോൾ മൊത്തം 200-ലായിരിക്കും നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതിനായിട്ട് അവിടെ സെപ്പറേറ്റ് ബൈഫക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ കുറച്ചും കൂടി ഒരു വ്യക്തത കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വോളണ്ടിയേഴ്സുമായിട്ട് ഒന്ന് സംസാരിച്ചാൽ മതി. That is about the evaluation process. And of course, the winner who will emerge will be declared today after the presentations, maybe 20 to 30 minutes for tabulation. And then you can go home finding out whose idea has won the hearts. So that is going to be the second part of the process. And each team is given 20 minutes for presentation. I believe you're already aware of it. You have 20 minutes. It's an oral presentation. And of course, we will have the judges' grading too. We will have the evaluation from the judges and the peer evaluation. Both of them will be tabulated. And then we will finally find out who is going to go home with 1 lakh rupees of prize money to fund the project, to kickstart the idea and put it into practice. This is about, I believe this is about the instruction part of it. And yes, who's going to start? In what order is the presentation going to be? We thought we will bring in an element of drama. We don't mind that. So we have got the chits ready. The chits will decide your luck today. I will give you the numbers allotted to each college. The chits carry the numbers. So the chit will decide who's going to go first, second, third, and so on. ഇപ്പോൾ ഓരോ കോളേജിനും ഒരു നമ്പർ ഓൾറെഡി അലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്പർ എടുത്തു കഴിഞ്ഞാൽ ആ നമ്പറിൽ ഏത് കോളേജാണോ ഉള്ളത്, ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണോ ഉള്ളത്, അവരായിരിക്കും ഏറ്റവും ആദ്യം വന്ന് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്പേഴ്സ് അലോട്ട് ചെയ്തത് ഞാൻ ഇപ്പോൾ തന്നെ പറയാം, സോ ദറ്റ് യു വിൽ നോ വാട്ട് നമ്പർ stands close to your name. Number 1 is St. Mary's College. 1 is St. Mary's. 2 is Vimala College. 3 is St. Thomas. 4 is Christ College, Iringalakkuda. 5 is Government Engineering College. 6 Government Medical College. 7 St. Joseph's College. I'll repeat. 1 St. Mary's. 2 Vimala. 3 St. Thomas. 4 Christ College, Iringalakkuda. 5 Government Engineering College. 6 Government Medical College. And 7 St. Joseph College. I believe we have the chits also ready. So before we let the luck rumble there, let us get introduced to the judges first. We have an eminent panel with decades of collective experience put together. Our first member of the jury panel, he has 35 years of experience in technical and leadership functions in IT-enabled business, healthcare, industrial automation, and is also associated in the academic space. He's been associated with big names like Infosys, Philips India, General Electric, Manipal Hospital Corporate. He's also served as a guest faculty in the University of Calicut. Currently, he's the unit head of an NGO which runs a skilling academy in the hospitality industry at Thrissur. Academically, he is an engineering graduate and holds a post-graduation degree in business management. Ladies and gentlemen, meet the very affable Mr. Rajiv NCG. And our next member of the jury, we already heard him voice his thoughts and observations right in the morning. But it is my moment of prestige to introduce him formally to the august gathering here.
He is the urban chair professor at Kerala Institute of Local Administration, an urban and regional planner by training. He holds a PhD from the School of Natural and Built Environment, Queen's University, Belfast, UK. He is a British Chevening Scholar, recipient of Overseas Research Scholarship from the Government of UK. He helms the Thrissur Learning City Initiative. Also, the Associate Director of Pascal International Observatory, established by the University of Glasgow, UK. Presenting before you the very proficient Professor Dr. Ajit Kaliath. And now part of the stellar panel is the co-founder and Chief Executive Officer of Lifeology. Lifeology is a Guinness World Record winning guidance app that provides personalized guidance to parents in order to enable their children to be future ready by paying close attention to 4 key areas: education, skill development, emotional well-being, and career planning. The app turns ordinary parents into super parents. He is educated from the London School of Economics, Cardiff University, and ICFII, a much sought after TEDx speaker who's been featured in the Forbes India, Fortune India, a life coach, a certified human resource development trainer, also certified in transactional analysis and neuro-linguistics programming, a much published author, writer of the must-read book, Thinking Beyond the Paradigms, Debunking 10 Myths and Youth. Presenting before you the absolutely charismatic Mr. Praveen Parameshwar. So now you know we have a stellar panel here, and I'm sure an equally stellar lineup of participants and contestants ready to take on the world. Are we ready to find out who's going to go first? I believe you're all preoccupied with that, paying only partial attention to what is happening on stage. So here I come. All right. ഐശ്വര്യമായിട്ട് ഞാൻ തന്നെയാണ് എടുക്കുന്നത്. ആരുടെ നമ്പറാണ് എന്ന് നോക്കാം. And I have number 5. Number 5 is which college? Engineering college. All right. So we have number 5. Judges and all the peers, kindly note, we have number 5, Government Engineering College, taking the stage. Sri Lakshmi CJ, the professor, is joined by Ms. Aditi Mohan, the student, on stage. We will have 20 minutes allotted. Once we cross the 15-minute mark, we will have an alert. And then when you have last 1 minute, there will be another alert. So that will be your cue to close. So all the best. Welcome. A very good morning to all. എല്ലാവർക്കും നമസ്കാരം. Hello. എൻ്റെ പേര് ശ്രീലക്ഷ്മി. ഞാൻ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. അതോടൊപ്പം ഇപ്പോൾ സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിംഗ് വിഭാഗത്തിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. വളരെയധികം സന്തോഷമുണ്ട് ഇത്ര ഒരു വേദിയിൽ എൻ്റെ കോളേജിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റിയതിൽ. ആദ്യം തന്നെ ഈ ഒരു ഇനീഷ്യേറ്റീവ് ശ്രീലകം ലൈഫ് ലോങ് ലേണിംഗ് മിഷൻ എന്നൊരു വളരെ മഹത്തായ ഒരു ഇനീഷ്യേറ്റീവ് ഒരു സിംഗിൾ ഹാൻഡഡ്ലി എടുക്കുക എന്നുള്ളത് വലിയൊരു ചാലഞ്ച് തന്നെയാണ്. അത് മുന്നോട്ട് വെച്ച കൃഷ്ണൻ സാറിന് എൻ്റെയും എൻ്റെ കോളേജിൻ്റെ ഭാഗത്തുനിന്ന് വളരെയധികം സന്തോഷവും സ്നേഹവും അറിയിക്കുകയാണ്. ആദ്യം തന്നെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ, എനിക്ക് തോന്നുന്നു തൃശ്ശൂർക്കാർക്ക് ആർക്കും പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. കേരളത്തിൻ്റെ തന്നെ
സാംസ്കാരിക ചരിത്രത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഒട്ടനവധി പ്രഗത്ഭരായ വ്യക്തികളെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു കോളേജാണ്. 1957 ശ്രീ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തറക്കല്ലിട്ട് സ്ഥാപിതമായ കോളേജാണ്. 66 വർഷങ്ങളായി കോളേജ് തുടങ്ങിയിട്ട്. വർഷം തോറും അറൗണ്ട് ഒരു 400 സ്റ്റുഡൻസ് പാസ് ഔട്ട് ആവുന്നുണ്ട്. ലോകത്തെ തന്നെ സാങ്കേതിക മികവുള്ള വളരെയധികം പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ ആണ് ഞങ്ങളുടെ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളത്. അത് വളരെ വലിയൊരു കാര്യമാണ്. ആൻഡ് കോളേജിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്രീഫ് ചെയ്ത് പറയാം. അറൗണ്ട് ഒരു 3 ഡിപ്പാർട്ട്മെന്റ്സ് വെച്ചിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ കറൻ്റ്ലി 8 ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അറൗണ്ട് 20 PG കോഴ്സസും PhD കോഴ്സസും റൺ ചെയ്യുന്നുണ്ട് കുട്ടികൾ. ആൻഡ് പഠനേതര വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല ബാക്കി സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള പല ആക്ടിവിറ്റീസിലും ഇൻവോൾവ് ആണ്. അതിൽ ചിലത് മാത്രം ഒന്ന് എടുത്തു പറയാൻ ശ്രമിക്കുകയാണ്. NSSന്റെ പ്രവർത്തനങ്ങൾ, പാലിയേറ്റീവ് കെയറിൻ്റെ പ്രവർത്തനങ്ങൾ, പിന്നെ ഫ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള കോവിഡ് സമയത്തുള്ള പ്രവർത്തനങ്ങൾ, അതിനോടനുബന്ധിച്ച് തന്നെ സാങ്കേതിക മികവുറ്റ പല മെഷീനറീസ് ഡെവലപ്പ് ചെയ്യാനും കുട്ടികൾക്ക് സാധിച്ചിട്ടുണ്ട്. അത് വളരെയധികം ചർച്ചയായൊരു വിഷയം കൂടിയാണ്. ഇനിയിപ്പോൾ ഞാനും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഫൈനൽ ഇയർ പ്ലാനിങ് സ്റ്റുഡൻറ്റ് അതിഥിയും ചേർന്ന് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റൽ ആക്ടിവിറ്റീസ് ആയിരിക്കും കൂടുതൽ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിങ്. അതിനു മുന്നേ ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിങ് എന്താണെന്നുള്ളത് ഒന്ന് ബ്രീഫ് ചെയ്യാം. ആർക്കിടെക്ചർ, പലരുടെയും ധാരണ ഒരു ബിൽഡിംഗ് ക്രിയേറ്റ് ചെയ്യുക, ജസ്റ്റ് ഒരു ഫോം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ആർക്കിടെക്ചർ എന്നാണ് പലരുടെയും ധാരണ. എന്നാൽ അതല്ല. ഒരു ലിവബിൾ സ്പേസ്, ഒരു പേഴ്സൺ അയാളുടെ കൾച്ചറൽ ആസ്പെക്ട്സ്, സോഷ്യൽ ആസ്പെക്ട്സ്, അയാളുടെ നീഡ്സ്, റിക്വയർമെൻറ്റ്സ്, അയാളുടെ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ്, നേച്ചർ, ഇതിനെല്ലാം കൺസിഡർ ചെയ്ത് ഒരു ലിവബിൾ എൻവയോൺമെൻറ്റ്, ഒരു ഹാബിറ്റബിൾ സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആർക്കിടെക്ട്സിൻ്റെ മെയിൻ ഉദ്യമം. ഇപ്പോഴത്തെ മാറി വരുന്ന സോഷ്യൽ സ്ട്രക്ചറിൽ നമുക്ക് കാണാവുന്ന മെയിൻ ആയിട്ടുള്ള ചില മാറ്റങ്ങളുണ്ട്. കുറച്ച് വർഷങ്ങളായിട്ട് കാണുന്ന മാറ്റങ്ങളാണ് urbanization. കൂടുതൽ ആൾക്കാരും ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്, ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫിന് വേണ്ടി നഗരങ്ങളിലേക്ക് മാറുന്നത്. എന്തുകൊണ്ടായിരിക്കും അത്? അഫ്കോഴ്സ് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ടും ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫിന് വേണ്ടിയിട്ടും നമുക്ക് ഒരിക്കലും തടയാനാകാത്ത ഒരു പ്രക്രിയയാണ് ഈ ഒരു urbanization അല്ലെങ്കിൽ നഗരവൽക്കരണം എന്ന് പറയുന്നത്. ലോകത്തൊരു കണക്ക് നോക്കുകയാണെങ്കിൽ അറൗണ്ട് 50% പോപ്പുലേഷനും നഗരങ്ങളിലാണ് ഇന്ന് താമസിക്കുന്നത്. അറൗണ്ട് ഒരു 2050 ആവുമ്പോഴേക്കും ആ ഒരു കണക്ക് 66% എത്തുകയാണ്. ഇന്ത്യയുടെ കണക്കും ഏറെക്കുറെ സിമിലർ ആണ്. അറൗണ്ട് 34% ഓഫ് അവർ പോപ്പുലേഷനും ആർ റിസൈഡിങ് ഇൻ ദി urban areas. ആൻഡ് 2050 ആവുമ്പോഴേക്കും നമ്മുടെ പോപ്പുലേഷൻ്റെയും ഒരു 50% ആൾക്കാർ ഇനി നഗരങ്ങളിൽ തന്നെയാണ് താമസിക്കാൻ പോകുന്നത്. ഈ ഒരു urbanization നമുക്ക് തടയാൻ കഴിയുന്ന ഒന്നല്ല. അതിന് ഒരുപാട് സാധ്യതകളുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിനൊപ്പം തന്നെ പല പോരായ്മകളുമുണ്ട്. അതെന്തൊക്കെയാണെന്നൊന്ന് ബ്രീഫ് ചെയ്യാം. നഗരവൽക്കരണത്തോട് urbanization കാരണം സംഭവിക്കുന്ന ചില പ്രശ്നങ്ങളാണ് പൊല്യൂഷൻ. പലതരത്തിലുള്ള പൊല്യൂഷൻ ഉണ്ടാവാം. എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, നമ്മുടെ റിസോഴ്സസിൻ്റെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും ഈ ഒരു urbanization കാരണം ഉണ്ടാകുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഫാമിലി സ്ട്രക്ചറിൻ്റെ ഒരു ചേഞ്ച് നമുക്ക് കാണാം. കുറേ വർഷങ്ങളായിട്ട് ജോയിൻറ്റ് ഫാമിലിയിൽ നിന്ന് മാറി പലവരും ന്യൂക്ലിയർ ഫാമിലീസിലേക്ക് മാറുകയാണ്. അതുകൊണ്ട് തന്നെ മേ ബി ഹസ്ബൻഡ് ആൻഡ് വൈഫ് വർക്കിംഗ് ആയിരിക്കും, കുട്ടികളുടെ കൂടെ പ്രോപ്പർ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും ഒരു ഹറി ബറി ആയിട്ടുള്ള ലൈഫാണ് ഈ ഒരു കാലഘട്ടത്തിൽ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ടൈം വിത്ത് ദിയർ ചിൽഡ്രൻ ഇസ് മിസ്സിങ് ഇൻ ദീസ് എറ. അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, അവരുടെ ക്യാരക്ടറിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ ഒക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട പല കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ ഒരു ആസ് എ പ്ലാനർ നമ്മൾ അഡ്രസ്സ് ചെയ്യുക, അതാണ് ഇന്ന് ഞങ്ങളുടെ ടീം ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ പറഞ്ഞ urbanization കാരണം നേരത്തെ പറഞ്ഞതാണ്, മൈഗ്രേഷൻ കൂടുതലാണ്, ന്യൂക്ലിയർ ഫാമിലീസിൻ്റെ നമ്പർ കൂടുകയാണ്. അതോടൊപ്പം തന്നെ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കണക്കാണ് ഏജ് പോപ്പുലേഷൻ.
ഏജ്ഡ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 60+, ഇപ്പോൾ 60+ ഏജ്ഡ് പോപ്പുലേഷൻ എന്ന് വിളിക്കാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും 60+നെയാണ് നമ്മളൊരു ഓൾഡ് ഏജ് പോപ്പുലേഷൻ എന്ന് വിളിക്കുന്നത്. അവരുടെ നമ്പർ നോക്കുവാണെങ്കിലും ഭയങ്കര ഹൈക്കാണ് കാണുന്നത്. ഇന്ത്യയിൽ 1961 അതൊരു 5% ഇപ്പോൾ അത് 10%. കേരളത്തിലെ കണക്കുകൾ വളരെ വലുതാണ്. അറൗണ്ട് 16% ഓഫ് ദി പോപ്പുലേഷനും ഓൾഡ് ഏജ് പോപ്പുലേഷനാണ്. അപ്പോൾ ഈ ഓൾഡ് ഏജ് പോപ്പുലേഷൻ കൂടാണ്. യങ്ങർ ജനറേഷൻ മൈഗ്രേറ്റ് ചെയ്യുന്നു ടുവേർഡ്സ് അർബൻ ഏരിയാസ് ആൻഡ് അതർ കൺട്രീസ്. ആൻഡ് ഈ ഒരു വയസ്സായവരുടെ പോപ്പുലേഷൻ കൂടാണ്. ആൻഡ് ഫാമിലീസിൻ്റെ സ്ട്രക്ചർ, സോഷ്യൽ സ്ട്രക്ചർ മാറാണ്. ഇതിനെയൊക്കെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്? കൂടെ തന്നെ ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള വേറൊരു ഇൻസിഡൻ്റ് ആണ് എൻവയോൺമെൻറ്റൽ ഹസാർഡ്സ്, ക്ലൈമറ്റ് ചേഞ്ച്. ഇതേപോലത്തെ കുറേ പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഈ ഒരു urbanization കാരണം നമ്മൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ പ്ലാനേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? ഒരു ടൗൺ പ്ലാനിങ് പ്രൊഫഷണൽ എങ്ങനെയാണ് ഇതൊക്കെ അഡ്രസ്സ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഒരു പ്ലാനേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ പ്ലാനിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആസ്പെക്ട്സ് ഉണ്ട്. സോഷ്യോളജിസ്റ്റുകൾ ഉണ്ടാവാം, ജിയോളജിസ്റ്റുകൾ ഉണ്ടാവാം, ജോഗ്രഫേഴ്സ് ഉണ്ടാവാം, എൻവയോൺമെൻറ്റലിസ്റ്റുകൾ ഉണ്ടാവാം, ആർക്കിടെക്ട്സ് ഉണ്ടാവും, എഞ്ചിനീയേഴ്സ് ഉണ്ടാവും. ഇവരുടെ എല്ലാം ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഇഷ്യൂസിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാം. മാറ്റം നമ്മൾക്ക് ഒരിക്കലും നിർത്താൻ കഴിയില്ല. പക്ഷേ ഈ മാറ്റത്തിനോട് പൊരുത്തപ്പെട്ട് എങ്ങനെയാണ് സോഷ്യലി നമ്മൾക്ക് ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുക, ഈ പ്രശ്നങ്ങൾ എങ്ങനെ മാറ്റാം, എങ്ങനെ എല്ലാവർക്കും ലിവബിൾ ആയിട്ടുള്ള ഒരു സിറ്റീസ് ഉണ്ടാക്കാം, ഹാപ്പി ആയിട്ടുള്ള സിറ്റീസ് എങ്ങനെ ഉണ്ടാക്കാം, ക്വാളിറ്റി ലൈഫ്, ഒരു കമ്മ്യൂണിറ്റി സെൻസ് എങ്ങനെ കൊണ്ടുവരാം. എല്ലാവരും ഇപ്പോൾ ന്യൂക്ലിയർ ഫാമിലീസും അങ്ങനത്തെ ഒരു ചേഞ്ചിങ് സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാവരും തന്നിലേക്ക് ഒതുങ്ങുന്ന ഒരു സിറ്റുവേഷനാണ്. അത് മാറ്റി ഒരു കമ്മ്യൂണിറ്റി സെൻസ് എങ്ങനെ ബിൽഡ് ചെയ്യാം, ഈ ഒരു എൻവയോൺമെൻറ്റൽ ഹസാർഡ്സ് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് ആസ് എ പ്ലാനർ നമ്മൾ ചെയ്യുന്ന ഇനീഷ്യേറ്റീവ്സ്. എനിക്ക് തോന്നുന്നു ഇത്തരം വിഷയങ്ങളെ കുറച്ചും കൂടി ആധികാരികമായിട്ട് പഠിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിങ്. അപ്പം കോളേജിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. കുട്ടികളുടെ തീസിസിൻ്റെ ഭാഗമായിട്ടും കുറേ കൊളാബറേറ്റീവ് പ്രോജക്ട്സ് ആയിട്ടും നമ്മൾ ഇത്തരം വിഷയങ്ങൾ നിരവധി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പം അത്തരം വിഷയങ്ങളിൽ ചിലത് മാത്രമാണ് ഇന്ന് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഫൈനൽ ഇയർ പ്ലാനിങ് സ്റ്റുഡൻ്റ് ആയ അതിഥി വരുന്നതായിരിക്കും. അതിഥിയായിരിക്കും എന്തൊക്കെയാണ് നമ്മൾ ചെയ്ത പ്രോജക്ട്സ് എന്ന് ബ്രീഫ് ചെയ്യാൻ പോകുന്നത്. താങ്ക് യു. Good morning everyone. Myself is Aditi. I'm a final year planning student. ഇപ്പോൾ മാം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയിലും നമ്മുടെ യൂത്തിനെ എഫക്റ്റ് ചെയ്യുന്ന കുറേ പ്രോബ്ലംസ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റി. അപ്പം ഞങ്ങളുടെ കോളേജ് ഇത്രയും കൊല്ലങ്ങളായി പഠിച്ചു വന്ന കുറേ ഡാറ്റ ഇപ്പോൾ ഞങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് വെച്ചിട്ടുള്ള കുറേ പ്രോജക്ട്സും ഇപ്പോൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ഇൻ പാസ്റ്റ് ടെൻസ്. ഇപ്പോൾ പ്ലാനിംഗ് എന്ന് പറയുന്നൊരു കാര്യം അത് ഇറ്റ്സ് എൻ ഓൺ ഗോയിങ് പ്രോസസ്സ്. ഇപ്പോൾ ഈ പറയുന്ന പ്രോജക്ട്സ് ഇപ്പോൾ വൺസ് കംപ്ലീറ്റഡ് ആണെങ്കിലും അതിന് ഓൾവേസ് ഒരു സെക്കൻഡ് സ്റ്റേജ് അല്ലെങ്കിൽ തേർഡ് സ്റ്റേജ് എപ്പോഴും ഉണ്ടായിരിക്കും. ഇപ്പം നേരത്തെ നമ്മുടെ അജിത് സാർ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഒരു ലേണിംഗ് സിറ്റി ആണ് തൃശ്ശൂർ എന്ന് നമുക്കറിയാൻ പറ്റി. ആ ലേണിംഗ് സിറ്റിയിൽ ഒരു കൊളാബറേറ്റീവ് പാർട്ട്ണറായിട്ട് എഫക്റ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് GEC കോളേജിന് പറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ്, ആർക്കിടെക്ചർ ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ സാറ് വാട്ട് ഈസ് ലേണിംഗ് സിറ്റി, എന്താണത് തൃശ്ശൂരിന് ഇനി ഫ്യൂച്ചറിൽ കൊണ്ടുവരിക എന്ന കാര്യങ്ങളൊക്കെ സാർ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പം എങ്ങനെയാണ് ഈ ലേണിംഗ് സിറ്റി എന്നൊരു സൊല്യൂഷനിലേക്ക് ഞങ്ങൾ എത്തിയത് എന്നുള്ളൊരു എക്സ്പ്ലനേഷൻ തരാൻ പറ്റും. കാരണം എന്തിനാണ് അത് തരണേന്ന് വെച്ചാൽ സൊസൈറ്റി എത്രത്തോളം ഈ ഒരു ഡിസിഷനെ എഫക്റ്റ് ചെയ്തു എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ലേണിംഗ് സിറ്റി നമ്മൾ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ യുനെസ്കോൻ്റെ 2013 ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടായിരുന്നു, ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് ലേണിംഗ് സിറ്റീസ്. ആ ഇനീഷ്യേറ്റീവിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് അതിൻ്റെ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്, സൊസൈറ്റീനെ എന്തൊക്കെ കൊണ്ട് നമുക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, യൂത്തിന് ഇല്ലെങ്കിൽ അതായത് സാറ് പറഞ്ഞ പോലെ 3 years തൊട്ട് 90 years വരെയുള്ളൊരു ഇൻക്ലൂസീവ് ആയിട്ടുള്ളൊരു സ്റ്റഡി ഏരിയ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി ഓൾറെഡി ലേണിംഗ് സിറ്റിയിൽ ആക്സെപ്റ്റ് ആയിട്ടുള്ള അത്രത്തോളം സിറ്റീസിനെ കുറിച്ച് കേസ് സ്റ്റഡി ചെയ്ത് അവരുടെ നിന്ന് പാരാമീറ്റേഴ്സ് എടുത്ത് നമ്മുടെ തൃശ്ശൂർ സിറ്റി എന്നൊരു ചെറിയ സ്ഥലത്ത് അതെങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് നോക്കിയിട്ടാണ് ഫൈനലി ലേണിംഗ് സിറ്റിയുടെ ഒരു ഔട്ട്കം പുറത്തേക്ക് വന്നത്. അതിന് കില ആസ് വെൽ ആസ് തൃശ്ശൂർ കോർപ്പറേഷൻ അത്രത്തോളം കോൺട്രിബ്യൂഷൻ ഞങ്ങൾക്ക് തന്നിട്ടുമുണ്ട്. അതിന് ഞങ്ങൾക്ക് അത്രത്തോളം നന്നായി ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അതിൽ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് എഫക്റ്റീവ്ലി മൊബിലൈസസ് ഇറ്റ്സ് റിസോഴ്സസ് ഇൻ എവറി സെക്ടർ ടു പ്രൊമോട്ട് ഇൻക്ലൂസീവ് ലേണിംഗ് ഫ്രം ബേസിക് ടു ഹയർ എഡ്യൂക്കേഷൻ. ഈ ബേസിക് ടു ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും, അതായത് ഈ സൊസൈറ്റിയിലുള്ള എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും എന്തെങ്കിലും ഒരു എഡ്യൂക്കേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലൊരു പോസിറ്റീവ് ഗ്രോത്ത് ഫോർ ദ സൊസൈറ്റി.
അതേപോലെ തന്നെ മുനിസിപ്പൽ കോർപ്പറേഷനും കിലയും ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കൊളാബറേറ്റ് ചെയ്ത വേറൊരു പ്രൊജക്റ്റാണ് ടൈ അപ്പ് എന്ന് പറയുന്ന പ്രൊജക്റ്റ്. അതൊരു ഇന്നോവേറ്റീവ് പ്രൊജക്റ്റാണ്. ഇറ്റ്സ് നോട്ട് യെറ്റ് ഓവർ. അതെല്ലാ കൊല്ലവും അത് കണ്ടിന്യൂ ചെയ്ത് പോകാനാണ് ഇപ്പോൾ കോളേജ് തീരുമാനിച്ചിരിക്കുന്നതും നമ്മൾ കൊളാബറേറ്റീവായിട്ട് തീരുമാനിച്ചിരിക്കുന്നതും. ഈ ടൈ അപ്പ് പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ ആസ് എൻ ഇൻഡിവിജ്വൽ നമ്മൾ എത്രത്തോളം സൊസൈറ്റിക്ക് ചെയ്യുന്നുണ്ട് നമുക്കറിയാം. ഈ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ആൾക്കാർ MLAs ആണെങ്കിലും കൗൺസിലേഴ്സ് ആയിരുന്നാലും അതിൻ്റെ മുകളിൽ സ്ഥാനത്ത് നിൽക്കുന്നവരും എത്രത്തോളം നമ്മുടെ സൊസൈറ്റിക്ക് അവർ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പ്ലാനിങ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ബോട്ടം അപ്പ് അപ്രോച്ചാണ് വേണ്ടത്. സൊസൈറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് അതിലെ പ്രശ്നങ്ങൾ ഡീൽ ചെയ്ത് അത് അറ്റ് ദ ടോപ്പ് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ ഈ ബോട്ടം അപ്പ് അപ്രോച്ചിൻ്റെ ഉള്ളൊരു കണക്ഷൻ, അതായത് ഈ ഒഫീഷ്യൽസ് ആസ് വെൽ ആസ് സൊസൈറ്റി തമ്മിലുള്ള ഒരു കണക്ഷൻ നമുക്ക് റെഡ്യൂസ് ചെയ്ത് വരുന്നതായിട്ട് കാണാം. അത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടൈ അപ്പ് പ്രോജക്റ്റ്. അണ്ടർ ദ ടൈ അപ്പ് പ്രോജക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ കീഴിലാണ് ഈ ടൈ അപ്പ് പ്രോജക്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നിരന്തരം മീറ്റിംഗ്സ് ഒക്കെ കഴിഞ്ഞിട്ട് അവസാനം കോർപ്പറേഷനിൽ വി കെയിം ടു എ ഡിസിഷൻ. എല്ലാ കൗൺസിലേഴ്സും, അതായത് വാർഡ് മെമ്പേഴ്സിലുള്ള കൗൺസിലേഴ്സ്, എല്ലാ കൗൺസിലേഴ്സിൻ്റെയും അടിയിൽ ഈ ആർക്കിടെക്ചർ കോളേജിലെ പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഓരോ സ്റ്റുഡൻറ്റിനെ നമ്മൾ ഈ കൗൺസിലേഴ്സിന് കൊടുക്കുകയാണ്. അപ്പോൾ ആ സ്ഥലത്ത്, അതായത് ഇപ്പോൾ അവരുടെ ഇൻഡിവിജ്വൽ വാർഡിൽ ഈ കൗൺസിലേഴ്സ് പറയുന്ന പോലെ എന്താണോ ആവശ്യം അതിനനുസരിച്ചിട്ട് ഈ പ്ലാനിങ് ആസ്പെക്റ്റിൽ നിന്ന് ഒരു സ്റ്റുഡൻറ്റിനെ എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. അതൊരു ഫ്യൂച്ചറിലേക്ക് എത്രത്തോളം അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മളതൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. പിന്നെ ഇപ്പം എൻ്റെ മാം പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സൊസൈറ്റി ഇപ്പം വേറിട്ട പ്രൊജക്ട്സ് വെച്ചിട്ട് നമ്മൾ തൃശ്ശൂർ സിറ്റീനെ തന്നെ പഠിച്ച് വരുമ്പോൾ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു 3 പ്രോബ്ലംസ് ഉണ്ട് തൃശ്ശൂർ സിറ്റിക്ക്. ഒന്ന് മൈഗ്രേഷൻ, യൂത്തിൻ്റെ പോപ്പുലേഷൻ പുറത്ത് പോകുന്നു എന്നൊരു പ്രശ്നമാണ് ഏറ്റവും കൂടുതലുള്ളത്. ഈ മൈഗ്രേഷൻ, യൂത്തിൻ്റെ പോപ്പുലേഷൻ പുറത്ത് പോയാൽ വാട്ട് ഹാപ്പൻസ് ഇസ് ഓൾഡ് ഏജ് പോപ്പുലേഷൻ്റെ ആൾക്കാർ കൂടും. അവരെ നോക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഇറങ്ങി നടന്ന് ജീവിക്കാനോ പറ്റുന്ന ഒരു സൊസൈറ്റി നമുക്ക് ഇതുവരെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സിമിലർലി യങ്ങർ ചിൽഡ്രൻ, അവർക്കും നിൽക്കാനുള്ളൊരു സ്ഥലം അല്ലെങ്കിൽ സ്കൂൾ കഴിഞ്ഞ് വന്ന് നിൽക്കാൻ എൻജോയ് ചെയ്യാനുള്ള ഒരു സ്ഥലം, അങ്ങനത്തെ ഒരു സ്ഥലം ആബ്സെൻ്റ് ആണ്. പിന്നെ അപ്പോൾ ഈ ഒരു പ്രോബ്ലംസ് ഒക്കെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളൊരു പ്രൊജക്ട് പ്രൊപ്പോസൽസ് ഇല്ലെങ്കിൽ ഐഡിയാസാണ് ഞാൻ ഇനി ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ മെയിനായിട്ട് വരുന്നത് ഈ മൈഗ്രേഷൻ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ജോബ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ ലാക്ക് കൊണ്ടാണ് പുറത്തേക്ക് ഈ സ്റ്റുഡൻസ് പോകാനായിട്ട് താല്പര്യപ്പെടുന്നത്. അപ്പോൾ നമുക്ക് അതിന് എന്ത് ചെയ്യാം? ടൂറിസം എന്നൊരു ആസ്പെക്റ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ സ്ഥലത്തും എല്ലാവരും ടൂർ പോകാനും ഇങ്ങനെ ട്രാവൽ ചെയ്ത് എൻജോയ് ചെയ്യാനും ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ടൂറിസം എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു സ്ഥലം കണ്ടു വരിക എന്നല്ലാണ്ട് അത് ആ സൊസൈറ്റിയുടെ ഹെറിറ്റേജും കൾച്ചറും അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അത് റെസ്പെക്ട് ചെയ്ത് നമുക്ക് എത്രത്തോളം അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇപ്പോൾ തൃശ്ശൂരിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ കൾച്ചറൽ ക്യാപിറ്റൽ. അപ്പോൾ കൾച്ചർ എന്നൊരു ആസ്പെക്റ്റിൽ കൾച്ചറൽ ടൂറിസം നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ റാദർ ദാൻ ജസ്റ്റ് ബീയിങ് എ ടൂറിസ്റ്റ് പ്ലേസ് നമുക്കൊരു കുറച്ചും കൂടി ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഇത്ര മില്യൺ ജോബ്സ് ഈ ടൂറിസം ഇൻഡസ്ട്രിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയാൽ അറ്റ് വൺസ് നമ്മുടെ യൂത്ത് പുറത്ത് പോയി ജോലി തേടുന്ന ഒരു ആവശ്യം നമുക്ക് നിർത്താൻ പറ്റും. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ തൃശ്ശൂരിൽ തന്നെ ഒരു ചേറ്റുവ എന്ന സ്ഥലത്ത് ബാക്ക് വാട്ടേഴ്സ് ആണ് അവിടെ. അപ്പോൾ അതൊരു അക്കാഡമിക് പ്രൊജക്റ്റായിട്ട് ചേറ്റുവ എന്ന സ്ഥലത്ത് ബാക്ക് വാട്ടർ ആയിട്ടുള്ള ടൂറിസം എങ്ങനെ ഡെവലപ്പ് ചെയ്ത് എത്രത്തോളം ഡെവലപ്മെൻറ്റ് ഇത്ര കൊല്ലത്തിൽ, അതായത് ഒരു 5 years 10 years പ്ലാനിൽ കൊണ്ടുവന്ന് ആൾക്കാർക്ക് എത്രത്തോളം ജോബ് ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ പറ്റും എന്ന രീതിയിൽ ഒരു സ്റ്റഡി കോളേജ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതേ ബേസിൽ ഒരു കൾച്ചറൽ ടൂറിസം എന്ന ബേസിൽ നമുക്ക് തൃശ്ശൂരിന് വേണ്ടിയിട്ടും ആ സ്റ്റഡി നടത്താവുന്നതാണ്. പിന്നെ അടുത്തത് വരുമ്പോൾ ഒരു ലിവബിൾ സിറ്റി അല്ലെങ്കിൽ ഒരു ഹാപ്പി സിറ്റി. എങ്ങനെയാണ് ഒരു സിറ്റി ഹാപ്പി ആവുന്നത്? നമുക്ക് കുറേ പ്രശ്നങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ എന്നും കാണുന്നതാണ്. അതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ്. വേസ്റ്റ് മാനേജ്മെൻറ്റ് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ അതിന് പലതരത്തിലുള്ള രീതിക്ക് നമുക്ക് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഡീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലൊരു തീസിസ് പ്രോജക്റ്റ് ചെയ്തതാണ് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് എങ്ങനെ ഒരു സർക്കുലർ സിറ്റി എന്നൊരു കോൺസെപ്റ്റാണ് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് കൊണ്ടുവരുന്നത്. ഒരു സർക്കുലർ എക്കണോമി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രൊഡക്ഷൻ കൺസംഷൻ തമ്മിലുള്ള ഒരു കണക്ഷനാണ്. ലീനിയർ ഉണ്ട്, അത് സർക്കുലർ ഉണ്ട്. സർക്കുലറിൽ വരുമ്പോൾ നമ്മൾ എപ്പോഴും കണ്ടുവന്ന പോലെ റീസൈക്ലിംഗ്, റീയൂസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എങ്ങനെ എത്രത്തോളം മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഇതൊരു സർക്കുലർ എക്കണോമി ആവാണ്. അപ്പോൾ സർക്കുലർ സിറ്റിയിൽ 3 തരത്തിലുണ്ട്: വേസ്റ്റ് മാനേജ്മെൻറ്റ്, ട്രാൻസ്പോർട്ടേഷൻ, എനർജി ആൻഡ് മൊബിലിറ്റി. അപ്പോൾ നമ്മൾ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിനെ ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് തൃശ്ശൂരിനെ ഒരു സർക്കുലർ സിറ്റിയാക്കി നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ ഫൈനലി ഇപ്പം നേരത്തെ പറഞ്ഞ 2 പ്രശ്നമുണ്ടല്ലോ, ഇപ്പോൾ ഓൾഡ് ഏജ് പോപ്പുലേഷനും യങ് ഏജ് പോപ്പുലേഷനും. അവരുടെ രീതിക്ക് വരുമ്പോൾ ഈ കുട്ടികളിൽ ഇപ്പോൾ നമുക്ക് ഏറ്റവും ആബ്സെൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ പണ്ടത്തെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ടുള്ളൊരു എഫക്റ്റാണ്. ഇപ്പോൾ വായനശാലകളാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിലും എൻ്റെ ബേസിൽ പറയുമ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു കാര്യം കിട്ടിയിട്ടേ ഇല്ല. അപ്പോൾ എൻ്റെ ഫാദറിൻ്റെ അല്ലെങ്കിൽ പാരൻസിൻ്റെ ഒക്കെ കാര്യം പറയുമ്പോൾ
ദേ ഹാവ് എ ലോട്ട് ഓഫ് സ്റ്റോറീസ് ടു ടെൽ അബൌട്ട് ദെയർ അവർ വായനശാലയിൽ ഇരുന്ന് സംസാരിച്ച് ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് എങ്ങനെയൊക്കെ ഉണ്ടായെന്നുള്ളത്. അങ്ങനത്തെ സ്പേസസ് ഇപ്പോൾ നമുക്ക് കുറവായത് കൊണ്ട് ഒരു കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെൻറ്റ് ചെറുപ്പം മുതലേ നമുക്ക് കുട്ടികളിൽ അല്ലെങ്കിൽ യൂത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിന് പകരം നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരു റിസോഴ്സ് സെൻറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ആ റിസോഴ്സ് സെൻറ്ററിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ലൈബ്രറി, അത് ഫുൾ എക്യൂപ്ഡ് വിത്ത് ഈ ലൈബ്രറി, അങ്ങനത്തെ കാര്യങ്ങളും പ്ലസ് ഒരു കുട്ടികൾക്ക് കെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം, ഇപ്പോൾ ഒരു കിൻഡർ ഗാർഡൻ ആയാലും ക്രഷ് ആയാലും അങ്ങനെ, ആസ് വെൽ ആസ് ജെറിയാട്രിക് കെയർ സെൻറ്ററും നമ്മളവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. എന്നിട്ട് ആ ഇൻട്രഡക്ഷനിൽ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു മേക്കിംഗ് കുടുംബശ്രീക്കാർക്ക് നമുക്ക് കൊടുക്കുകയാണ്. അതെന്തിനാന്ന് വെച്ചാൽ കുടുംബശ്രീ എത്രത്തോളം നമ്മുടെ ദിനചര്യയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യേണ്ടത് നമുക്ക് നല്ലോണം അറിയാം. അപ്പോൾ അവർക്കൊരു സോഴ്സ് ഓഫ് ഇൻകം ആണ്. നമ്മുടെ സൊസൈറ്റി ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ കുടുംബശ്രീ. അപ്പോൾ അവർക്ക് അത് കൊടുത്ത് അവർക്ക് തന്നെ അവിടെ ഒരു സെല്ലിംഗ് പോയിന്റും കൂടെ വെച്ചാൽ ഒരു ഓൾ ഹബ്, ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു ഫുൾ ഹബ്ബായിട്ട് നമുക്കത് ഉണ്ടാക്കാൻ പറ്റും. അത് ചെയ്യാനുള്ള മെത്തേഡ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വാർഡ് വൈസ് നമ്മൾ ചെയ്യുമ്പോൾ ഒരു ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റ് പോലെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓരോ വാർഡിനെ പഠിച്ച് അതിലെന്താണ് നീഡ്സ് എന്ന് മനസ്സിലാക്കി ഒരു വലിയൊരു ക്ലസ്റ്റർ ഐഡൻറ്റിഫൈ ചെയ്ത് ഹൈറാർക്കിയൽ ബേസിൽ ഈ റിസോഴ്സ് സെൻറ്റർ, അപ്പോൾ വലിയൊരു ക്ലസ്റ്റർ ഉള്ളവർക്ക് ഏറ്റവും ഫസ്റ്റ് ഹൈറാർക്കിയിൽ ആ ക്ലസ്റ്റർ സെൻറ്റർ, പിന്നെ അത് അത്രത്തോളം സ്പ്രെഡായി വരുമ്പോൾ സെക്കൻഡ് ഹൈറാർക്കിയിൽ ഒരു ക്ലസ്റ്റർ സെൻറ്റർ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും. ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേറൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഹാപ്പിനെസ് ഐഡൻറ്റിഫിക്കേഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഹാപ്പിനെസ് ഇൻഡെക്സ് എത്രത്തോളം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. സ്കാൻഡിനേവിയൻ കൺട്രീസ് ടോപ്പ് നിൽക്കുന്നതാണ്. പക്ഷേ അവരുടെ പാരാമീറ്റേഴ്സ് വെച്ചിട്ട് നമ്മളിപ്പോൾ നമ്മുടെ ഒരു സിറ്റീനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അത് നമ്മളായിട്ടൊരു റിലേറ്റ് ചെയ്യുന്ന സബ്ജക്ട്സ് അല്ല. അപ്പം നമ്മുടേതായ രീതിക്ക് പാരാമീറ്റേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് തൃശ്ശൂരിൻ്റെ ഹാപ്പിനെസ് എവിടെയാണ് കിടക്കുന്നത്, എവിടെയാണ് നമ്മൾ ലാഗ് ചെയ്യണതെന്ന് മനസ്സിലാക്കിയാൽ അവിടേക്ക് വേണ്ടി ഈ മുനിസിപ്പാലിറ്റിക്കായാലും പഞ്ചായത്തിനായാലും ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു പൈലറ്റ് പ്രോജക്റ്റ് എന്ന പോലെ GCDA ഏരിയ, അതായത് ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് ഏരിയ എറണാകുളത്ത് ഗ്രോസ് കൊച്ചി ഹാപ്പിനെസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കോളേജാണ് അത് ചെയ്തത്. അതേ പ്രിൻസിപ്പിൾ നമുക്ക് തൃശ്ശൂരിനെ എഫക്റ്റ് ചെയ്യുന്ന പോലെ എഫക്റ്റ് ചെയ്താൽ കുറച്ചും കൂടെ എന്താണ് വാട്ട് ഡസ് ദ സൊസൈറ്റി നീഡ് നമുക്ക് നല്ല രീതിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രത്തോളം ഇവിടെ എന്നെ പറയാൻ അനുവദിച്ചതിൽ എല്ലാവർക്കും നന്ദി പറയുന്നു. പിന്നെ എനിക്ക് മനസ്സിലായത് ഒരു പ്രോബ്ലത്തിന് ഏറ്റവും നല്ല രീതിക്ക് സൊല്യൂഷൻ കൊണ്ടുവരാൻ പറ്റുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് വ്യൂ പോയിന്റ്സ് എന്ന് കാണുക എന്നുള്ളതാണ്. ഇപ്പോൾ പ്ലാനിങ് വ്യൂ പോയിന്റ് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെയുള്ള വേറെ എത്രയോ കോളേജസിന് അവരുടേതായ വ്യൂ പോയിന്റ്സ് ഉണ്ടാവും. അപ്പോൾ അത് കേൾക്കാനും അതിൽ പങ്കെടുക്കാനും എനിക്ക് അവസരം തന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, team. That was from the perspective of planning. Now let me find out who is going to be the next presenter. Have number 6, that is Government Medical College. You can take a minute to collect yourself. Meanwhile, the judges will grade the former presentation. So we have number 6 on stage. That is Government Medical College, I believe. And we have Dr. Unnikrishnan VV, who is the Vice Principal and Professor of Physiology, accompanied by Dr. Ashita Menon. All the best to you. Hello. A very good morning to all of you. Respected judges, respected Krishnan sir, respected doyens of Thrissur UNESCO project. I am Dr. V.V. Unnikrishnan. I am a professor of physiology. I also work as the vice principal of Government Medical College, Thrissur. And my co-presenter is? Myself, Dr. Ashita Menon, Junior Resident, Department of Physiology, Government Medical College, Thrissur.
So it's our pleasure and a privilege to be here. Basically, we have come to learn what is development, to be precise, because medicine is mostly about treating people and community. And it is nice that there are several areas. For instance, we were listening in an interested manner about the planning areas which the Government Engineering College was talking about. So this is a unique opportunity. And as most of you know, തൃശ്ശൂർ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 വർഷം പ്രായമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഞങ്ങൾ 1982 തുടങ്ങിയത്. ഇപ്പോൾ ഈ 2022 ഞങ്ങൾ 40 വർഷം കംപ്ലീറ്റ് ചെയ്തു. ഞങ്ങൾ കിലയുടെ നെക്സ്റ്റ് ഡോർ നെയ്ബേഴ്സ് എന്ന് പറയുകയാണ് കുറച്ചും കൂടി നല്ലത്. കാരണം എല്ലാവരും കിലയെ അറിയും. തൃശ്ശൂർ കിലയുടെ അവിടെ എത്തുമ്പോൾ ലെഫ്റ്റിൽ തിരിയുമെന്നാണ് ഞങ്ങൾ വഴി പറഞ്ഞു കൊടുക്കുക. സോ യുനെസ്കോ നോളജ് സിറ്റി ആയിട്ട് എലക്ട് ചെയ്യപ്പെടുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നു. എങ്ങനെയാണ്? അപ്പോൾ ഞങ്ങൾ ഇതിനെക്കുറിച്ച് വി ആർ നോട്ട് അറ്റ് ഓൾ ഇത്രയും സീരിയസ് ആയിട്ട് ഞങ്ങൾ ആലോചിച്ചിട്ടില്ല എന്നുള്ളത് അപ്പോഴാണ് മനസ്സിലാക്കിയത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പം. സോ വാട്ട് വി ഡിഡ് വാസ് we proceeded in a somewhat ഒരു step-by-step manner. I think Ashita can tell you how we started it all. So before that, the principal, student and staff of Government Medical College Thrissur, we express our respectful appreciation toward the Sopanam Sri Lakam vision. Actually, recently our city, that is Thrissur, was recognized and honored by UNESCO. So we have a few dreams and concepts that make it a truly educational hub of India. So in order to formulate this document, we held a wide range of discussions with the educationists, scientists, administrators, then the management experts, students and staff and the general public. So based on this wide discussion, we formulated what is known as the 8C vision for the purpose of education. To explain the 8C vision detail, I'll hand over the mic to Unnikrishnan sir. Just I'll say the headings. Number 1, C, is the content management. Next C is the critical thinking. Then third, the communication. Fourth is collaboration. Fifth is creativity. Sixth one is the contribution to the society. Seventh is the competitive mindset. And eighth is the contentedness or commitment. So over to you, sir. So, ഞങ്ങൾ ആദ്യം ആലോചിച്ചത് എന്തിനാണ് വിദ്യാഭ്യാസം എന്നുള്ളതിനെ കുറിച്ചായിരുന്നു. ഓക്കെ, തൃശ്ശൂർ വിദ്യാഭ്യാസം വേണം, അതിലാർക്കും ഒരു സംശയമില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ 7 മണി തൊട്ടുള്ള ഒരു സീരീസ്, അത് ഞങ്ങളുടെ 40th ഇയർ ഓഫ് തൃശ്ശൂർ മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് കൂടി നടത്തിയതാണ്. അതിൽ ഞങ്ങൾ എഡ്യൂക്കേഷനിസ്റ്റിനെ കൊണ്ടുവന്നു. സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടായിരുന്നു, ടീച്ചേഴ്സ്, മാനേജ്മെൻറ്റ് എക്സ്പേർട്സ്, ജനറൽ പബ്ലിക്, സ്റ്റാഫ് ആൻഡ് ഓർഡിനറി പീപ്പിൾ, ക്വൈറ്റ് ഓർഡിനറി പീപ്പിൾ, ഇൻക്ലൂഡിങ് what you call the sweeper ചേച്ചീസ് ആൻഡ് ചേട്ടൻസ് ഓഫ് തൃശ്ശൂർ മെഡിക്കൽ കോളേജ്. അങ്ങനെ അവരുടെ അടുത്തുനിന്ന് എങ്ങനെയാണ് നമുക്ക് വികസിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കി. അപ്പം ഡോക്ടർ അഷിത പറഞ്ഞതുപോലെ ഒബ്ജക്റ്റീവ്സ് എന്താണ് എഡ്യൂക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം കണ്ടന്റ് മാനേജ്മെന്റ് ആണ്. കണ്ടന്റ് മാനേജ്മെന്റ് മീൻസ് മാനേജിങ് യുവർ കരിക്കുലം, to put very simply. Next one is critical thinking. We have this habit of മുമ്പേ ഗമിക്കുന്ന ഗോക്കളുടെ പിമ്പേ ഗമിക്കുക എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ കൺവെൻഷനായിട്ട് പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്, അങ്ങനെ പഠിക്കുന്നുണ്ട്, അങ്ങനെ പോവുകയാണ്. സോ വി നെവർ റിയലി ആസ്ക് വൈ. അത് അങ്ങനെ ചോദിച്ചാലേ നമ്മുടെ കുട്ടികൾ വലുതാവുള്ളൂ എന്നുള്ളതാണ്. ദാറ്റ് ഈസ് അവർ ഫസ്റ്റ് റിയലൈസേഷൻ. Third thing is communication. We in Kerala, in general, we have fallen short of communication skills. And we are very much worried or upset when we may be knowledgeable, but still, when we reach ഒരു കമ്മ്യൂണിറ്റിയിൽ എത്തുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, പ്രത്യേകിച്ച് മെഡിക്കൽ സ്റ്റുഡൻസിന് പ്രത്യേകിച്ചും. വേറൊന്നുള്ളത് കൊളാബറേഷൻ. See, our students have, they are living in a competitive environment. So the first thing we tell our students when they reach medical college is that, Dr. Ashita might have heard me, that you have to collaborate.
Hereafter, no more competition, because you are not going to get any marks for being a better doctor. You will learn a better to help a living by collaborating, not by competing. Next is creativity. So this is a huge example of creativity. How this building has materialized. Probably Professor Krishnan could have easily, had a comfortable life anywhere in the world with the money or with the stature that he has accumulated or acquired. But he decided that there should be a learning center, a concept which has been materialized here. So this is creativity in practice. Then how we contribute to the society. This is again an example of contribution. This is the most important thing of the 8C vision of education. Then, of course, there should be contentedness and of course, a competitive mindset to survive in this world. So, this is the introductory aspect of why there should be education. Now, I think you can tell us more. So now, based on this 8C vision, we have formulated a medical approach to education. So what is that medical approach to education? To explain in detail, again I hand over to Unnikrishnan sir. So, I think you can just list out the main points. Yes sir, of course. So the medical approach to education include the first one being the promotive, second, proactive, third one, preventive, fourth, rehabilitative, fifth, explorative, sixth, protective, and seventh, sustainable. Okay, these are all nice sounding words. But essentially we are doctors and we are just only doctors. ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊരു രോഗിയെ അല്ലെങ്കിൽ ഒരു രോഗത്തിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഞങ്ങൾ ഇങ്ങനെയുള്ള ചില ഹെഡിങ്ങുകളിൽ കൂടെയാണ് അപ്രോച്ച് ചെയ്യുക. സോ ലെറ്റസ് ബട്ട് ഇറ്റ് അപ്ലൈസ് ടു സൊസൈറ്റി ഓൾസോ. കാരണം ഞങ്ങൾ രോഗികളെയും സമൂഹത്തിനെയാണല്ലോ ചികിത്സിക്കുന്നത്. അതുകൊണ്ട് അത് തന്നെയാണ് ഞങ്ങൾ ഈ എഡ്യൂക്കേഷണൽ ഈ കോണ്ടെക്സ്റ്റിലും കൊണ്ടുവരുന്നത്. സോ നമ്പർ 1, പ്രൊമോട്ട്. സോ വാട്ട് ആർ ദി പ്രൊമോട്ടീവ് ആസ്പെക്ട്സ് ഓഫ് എഡ്യൂക്കേഷൻ? 1, you have to encourage quality. ക്വാളിറ്റി ഇല്ലാതെ ഇനിയുള്ള കാര്യങ്ങളിൽ നമ്മൾ വെറുതെ മറ്റേ നമ്പേഴ്സ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ക്വാളിറ്റി ഉണ്ടാവണം. നമ്പർ 2, എക്സലൻസ്. സോ എക്സലൻസ് വിൽ കം ഔട്ട് ഓഫ് ക്വാളിറ്റി. അപ്പോൾ ഇതാണ് നമ്മളുടെ പ്രൊമോട്ടീവ് കോമ്പണന്റ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിൻ്റെ ഭാഗം അതാണ്. The next is proactive. You know what proactivity means, that we are on the solutions side, not on the problem side. Or rather, we would encourage the solutions rather than, go on pondering about the problems. So, this concept of education city is an opportunity as far as we are concerned. അപ്പോൾ നമുക്ക് എന്ത് വേണം? We want new courses. കാരണം we know that world is changing. Now just tomorrow, I know that a huge big talk on very significant talk on artificial intelligence and the upcoming society is coming. So there should be a new courses coming, how AI is going to affect. Then there should be new modalities of teaching. The old concept of classroom teaching or even the concept of online teaching has changed. So we have to learn about we have to explore the newer concepts of teaching and learning. But at the same time, we have to uphold the sanctity of examinations. ഈ എക്സാമിനേഷൻ്റെ സാങ്ക്ടിറ്റി നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇറ്റ് വിൽ ജസ്റ്റ് ബിക്കം എ കൊമേഴ്സ്യൽ ഹബ്. We don't want Thrissur to be a commercial hub. It is a UNESCO hub, means it should be a hub which is again quality and excellence, which is dependent on or which is based on the sanctity of examination. So this much about proactiveness. Then next aspect is preventive. Am I right? Preventive. The big problem now is drug abuse. This we have to address, and in the process we should also, that is one thing, but another dangerous thing is that there is unhealthy competition which is developing between institutions, between individuals, and even between the universities. But this should be curbed, and in this process we should not be losing the momentum that we have gained so far. The fourth one is rehabilitative. Rehabilitation നമ്മളുടെ ഒരു ഏരിയയാണ്.
അതിൽ നേരത്തെ പറഞ്ഞ പ്രസൻറ്റേഴ്സ് പറഞ്ഞു പാലിയേഷൻ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഈ രോഗാവസ്ഥയിലും വേദനയിലും കഴിയുന്ന ആളുകളുടെ പാലിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഹോൾമാർക്കാണ്. ആൻഡ് വി ഷുഡ് നോട്ട് ബി throwing a blind eye towards it. Change management should be there. Slow learners and low achievers. ഈ കുട്ടികൾക്ക് പഠന പിന്നോക്കാവസ്ഥയുള്ള കുട്ടികളെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെയാണ് തൃശ്ശൂരിൻ്റെ പാരമ്പര്യം, ഹെറിറ്റേജിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. വി ഹാവ് ടു പ്രൊട്ടക്ട് ദി ഹെറിറ്റേജ്. ഓൾ അവർ പ്രോഗ്രാം ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ തൃശ്ശൂർ ഹെറിറ്റേജ്. പിന്നെ നെക്സ്റ്റ് ആസ്പെക്ട് ഈസ് എക്സ്പ്ലോറേറ്റീവ്. Am I right? Explorative, yes. So, as we said, new areas of learning, research, innovation, we have to get more patents, we have to learn skills, we have to collaborate. അപ്പം ഈ കൊളാബറേഷൻ എന്നുള്ള കോൺസെപ്റ്റ് തന്നെ നമുക്ക് ഇതുവരെ അന്യമായിരുന്ന ഈ കോൺസെപ്റ്റ് ഇപ്പം മുന്നോട്ട് വരികയാണ്. നെക്സ്റ്റ് ഇസ് പ്രൊട്ടക്റ്റീവ്. ദാറ്റ് ഇസ് ദ ഫിഫ്ത്ത് പോയിന്റ്. പ്രൊട്ടക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി എത്തിക്കൽ. നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അത് എത്തിക്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വേണം ചെയ്യാൻ. ഇറ്റ് ഷുഡ് ബി എത്തിക്കൽ. ദെൻ വി ഷുഡ് റെസ്പെക്ട് ദി ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആൻഡ് അറ്റ് ദ സെയിം ടൈം അവർ എക്സിസ്റ്റിംഗ് ലൈബ്രറീസ് ആൻഡ് ഹെറിറ്റേജ് ബിൽഡിംഗ്സ് ഹാവ് ടു ബി പ്രൊട്ടക്റ്റഡ്. Also the rustic art forms, music, literature, all these have to be protected as we evolve into a learning city. The last point, the sixth point is sustainability. Now, how to sustain this momentum and this concept? One thing we have, over a period of time, we have realized that low-cost technologies are probably the watchword for a sustainable project. And we have to accept newer models. We should keep up the scientific temper and also collaborate with, there are many people. We know that, as I told you, we are only doctors. So we have probably a medical mindset, which we never claim that it is an all-encompassing or the best. We have to collaborate with the parent-teacher associations, the alumni associations, the merchants association, the Rotary Club, the Lions Club, the IEEE, or the Indian Management Association, the Indian Medical Association, or the Indian Society of Technical Education. And there are n number of people with a lot of ideas who are in the society who will be able to contribute. And we will be happy to join all of them. Now I think Ashita will go to our final aspect, right? Yes, sir. Yes, sir. Based on this above, we have formulated what is known as our 10-point action plan. So we have divided into 3 stages. Now, what is our 10-point action plan? So number 1 being forming a think tank. Yeah. So we accept that we have our limitations. So before we go ahead, if we are given an opportunity, we will form a think tank. It will be a multidisciplinary and interdisciplinary think tank. Next one. Second one, define the objectives. We will sit together and we will clearly define all the objectives and we will proceed according to that, rather than going in a very broad and vague manner. Yes. Number 3 is formulate an action plan. Yeah. How should we proceed from here? That will be our most important. The next step will be that. And next, being preparing a timetable. Yes, we will prepare a timeline on how we should, and at what time such and such aspect should be completed. Only then this will materialize. Probably the best management persons are here. There is the Trichur Management Association is there. Kila is here. N number of, and the planning people are there in the engineering colleges. And we know that there are huge, mindsets. The biggest of brains and minds are here in Thrissur, who have returned with wide experiences. The next one. Fifth one is start action. We will start action. Next. Continuous monitoring. So we will monitor our progress or retrogress continuously. 7th. And periodic review. We will review, sit together and review. Then mid-course correction. And if necessary, we will make any necessary change in the corrections.
Then 9, celebrate achievements. That is very important. Periodically, we will flock together and we will celebrate, and we will, in the process, we will energize us to proceed further. And last one is ensure sustainability. We hope that this step-by-step systematic manner will help in ensuring a sustainability to our project. So I think we will conclude, Dr. Ashita. Yes, sir. So we will be happy to discuss with you if we are given an opportunity. We believe that there should be a vision, and our approach should be ethical as well as systematic and scientific. And then it should be action-oriented and objective-oriented so that the things will materialize. We are happy to be part of this initiative. Thank you very much for inviting us. And we have come here, as I told in the first statement itself, we have come here to learn, and we will be happy sitting there listening to all of you. Thank you so much. Thank you so much. Thank you, doctors. Collaboration is the watchword from the presentation. So that reminds me, we have our own way of collaborating with some of the brightest and finest minds. Tomorrow, we will have the iconic, illustrious writer, Mr. Chetan Bhagat, coming down to Srilagam, to this very space, and he will be interacting with the students, the teachers. So this is our way of reminding you, urging you. We would be happy to see these warm, happy faces tomorrow too. Do join, do bring along your friends, your colleagues. We'd be happy to have you interact with one of the powerful forces in the literary world in the Indian scenario today. So having said that, we will proceed to find out who's going to be our next presenter. And here comes number 1, St. Mary's College. St. Mary's College, we have Ms. Steffi Francis, the assistant professor, who is joined by Ms. Gayatri, the student. So, best wishes to you. A very good morning to all. Myself, Steffi Francis, Assistant Professor, Department of Social Work, St. Mary's College, Thrissur. And I'm S. Gayatri from Department of English, St. Mary's College, Thrissur. So St. Mary's College started its journey in the year 1946, and we are heading towards our 78th year. Our college is very happy to take the place over here. A big thanks to the Srilagam community so that we were given this opportunity. Heartfelt thank you. Let's start. Now, education has a lot of values into it. We have intrinsic values, we have instrumental values. The intrinsic value of education was accepted, emphasized, and preached by the first person, not in the recent years, but by Bhartrhari, who was a very prominent writer, scholar, and he wrote Niti Shadagam in the 1st century BC. Just think about it. We might accept change, we'll go on in the way, but never forgetting our roots. What he says is, education is a special manifestation of man, and the only treasure that could be in our place without any fear or without any sense of loss. And also he states, it has its capacity to turn a beast into a man. Now, we're discussing about college education, colleges, aspects, but to start with, it's always school. In schools, how do we educate our students?
It has to be holistic development. Whenever we state about holistic development, we speak about many skills, the creative skills, the cumulative skills, the speaking skills, language skills. What we have to understand is, all these are the cultivating phases of children. We're cultivating the development. Unless and until we do this, we can't expect our students to come forward to take up the opportunities and us harvesting the results of this cultivation. So no matter how it begins, where it goes, always school education has its place. Now coming to the college. I'm going to state things as thematic goals, then we'll deal with the department-oriented goals separately. So thematic goals. The first one, bring it on stage. Not that the students have to take up the stage and speak up very happily, the best thing to do, but it is also about giving the students space to express their opinions, giving the teachers also the same space, the faculty, the administration, the members of the college, everyone to express their ideas, question and to get the answer, discuss and then to conclude. If this is ensured, most of the grievances in the college can be dealt with. And now we want another way of doing it. That is intercollegiate discussions. So the school discussions, maybe we could do once every month. And in the intercollegiate discussions, twice every year would be an apt number for it so. And why is this important? You all might have heard about Robin Sharma, a Canadian writer. What he said about change is hard at first. It's messy in the middle. And by the end, it is gorgeous. We need change. You know, the national education policy, the national curriculum, for the past 40 plus years, it wasn't changed significantly. Just think about it as a nation. So this is the same thing we have to apply. We need change. And for that, the college authorities and students should come together. The colleges in general and intercollegiate panel should be set up. Next, the nomos way. Nomos is the Greek word for law. Are we training our children in the way of law? No. Can we do it? Yes, of course. Let's state a case, for example, Shreya Singhal versus Union of India. Shreya Singhal was a law student in Delhi University when she filed the petition. And the judgment of this case will continue to be registered in the annals of history. Freedom of speech and expression, the basic fundamental right. Another example, if you want from school also, I am happy to provide it. It is Aditya Bandyopadhyay versus Central Board of Secondary Education 2011. Just think about it. The students came forward, expressed their views, got things done, made the entire nation follow their views and expressed. Law has to be dealt with students as well. They do have a space into it. So law-based education should be ensured. Again, we have a lot of people who ensured that this has to be done. A great example I would state, Professor Manoj Kumar Sinha is one of the human rights activists. What he told us, education is the only equipment to equip students in participating in the realization of the objectives inscribed and written down in the preamble of our Constitution. Let's get into the next. The next is the participation, of course, is important. Everyone get into the stages, everyone brings in the spaces. But what about entrepreneurship? What about employability? For this, we have to create a competitive space. I heard someone discussing competition is, at times, of course, it's unhealthy, but competition is the requirement of this age. For the ideas to come in, for students to express, teachers to bring in new ideas, innovative mindset. Of course, competition is important, just that we have to make it a little healthy. And the students should understand, after all, what is the end point of these competitions. So entrepreneurship, how can we bring it forward? You can bring in a lot of goals into it, but what, as I've already told, the thematic mindset is this. What we do, for example, let's take the example of a biotechnology department. Students are taught everything about biotechnology the whole day, and then
imagine if the teacher says, okay, dear students, the theory is covered. You go home. You might be feeling a little lethargic. Take the break. Then if you have an aspect, for example, again, we'll take a student want to make an iron laddu, which would help women in menstrual hygiene or education and keeping their body fit and healthy during the period days. So now the teacher asks the student to do this, and the student, what she would do, she'd go to school, she'd go to her home, she'll discuss with her friends of school, and then she'll analyze, okay, I can do this, I can do that, okay. But are we providing her ample time in college? Same goes with the examinations. Many students prepare for examinations. Are they given a right space where they could be trained and brought forward? I've noticed many universities coming forward with certificate courses. Have we ever thought whether it is the same certificate course that every children wants? No. Every child is different. They'll have the necessities of different certificate courses. We come with one, we ask them all to do the same. This is not how it happens. And these all would come under, and everything other will also come under this. Productivity versus incompetence. Productivity is what we have to ensure. What are we doing? Incompetence. Incompetence, you can state it as a situation where our students, they underestimate their own skills and they fail to recognize the general skills of other students and in which fields their expertise. Why is it happening? This is the main problem. This incompetence that we are gathering, we are asking our children, okay, it is okay, you can be productive, go home and be productive. Here we'll teach. We aren't providing the situation. I've already mentioned, would love to say this again, schools are the cultivation places of development, and college is the place for harvesting it with all the requirements, opportunities being provided and everything. Now we'll have departmental analysis, and the best way to do it is to assimilate it with the sustainable development goals. The best possible way to do it. I call upon my professor to handle this area and to bring forward the projects that we aspire to work upon, and also the projects and the ideas that could be assimilated into it. The sustainable development goals and our projects. Thank you, Gayatri. Now I would like to continue where Gayatri stopped, sustainable development goals. Actually, based on that, we put many ideas on the basis of 17 Sustira Vigasana Lakshyangalе Adisthanamaki nammal undakiya ideas we are going to present. So first goal is no poverty. Only the few important points matram nammal ivide present cheyunnu. Curriculum embedded with employability skills improve cheyanayittu, skill enhancement courses colleges il start cheyam, adepole life skill enhancement, then certificate courses, placement training, entrepreneurship development activities like alumni talk series, student entrepreneurship series, and continuing education we can start, and nutritious product launching, that is millets year aanu. Millets ne base ചെയ്തിട്ട് ഒരുപാട് പ്രോഡക്ട്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് കോളേജിൽ, അവർ ഓൺ കോളേജസിലും. അതിൽ ആ ഒരു ബേസ്ഡ് ഓൺ ദാറ്റ് ആ മില്ലറ്റ്സിൻ്റെ ന്യൂട്രീഷ്യസ് എങ്ങനെയാണ് അതിൻ്റെ ക്വാളിറ്റി അതിനെ ബേസ് ചെയ്തിട്ട് അതൊരു കമ്പനിയുമായിട്ട് മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. Excuse me, ma'am, to note this is the first sustainable development goal and we are pointing into no poverty mission. Yes. Then second one, zero hunger. That is, we need to achieve food security. So based on that, we need organic vegetable cultivation, and we can conduct Agri-Fest with the help of youth. And in our college, we have a Marine Agri-Fest. So based on that, we will encourage the students and the youth to come forward for organic vegetable cultivation. And we have food, biogas plant and food waste disposal strategies. And നമ്മുടെ തൊട്ടടുത്തുള്ളത് നൈബർഹുഡ് ഫ്ലാറ്റ് ആണ്. ആ ഫ്ലാറ്റിൽ നിന്ന് വേസ്റ്റ് നമ്മൾ കളക്ട് ചെയ്തിട്ട് അത് മെന്യൂറായിട്ട് നമ്മൾ മാർക്കറ്റിൽ എത്തിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഹോസ്റ്റലിൻ്റെ നമുക്ക് വരുന്ന ഹോസ്റ്റലിൻ്റെ വേസ്റ്റ് നമ്മളതൊരു സോൾജിയർ ഫ്ലൈ ലാർവ അതിനെ വികസിപ്പിച്ചെടുത്ത് നമുക്ക് ഫിഷ് ഉണ്ട്, എക്വാകൾച്ചർ ഉണ്ട്. സോ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു. ദെൻ തേർഡ്, ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീങ്, നെക്സ്റ്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ എന്ന് പറയുന്നത്. അതിൽ റിച്ചാർഡ് ടൈലർ എന്നുള്ള ഇക്കണോമിസ്റ്റ് ഉണ്ട്, നൊബേൽ പ്രൈസ് കിട്ടിയത്.
അദ്ദേഹത്തിൻ്റെ ഒരു നഡ്ജ് തിയറി ഉണ്ട്. സോ ഹെൽത്തിനെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ എൻകറേജ് ചെയ്യാൻ വേണ്ടി ഒരു ടെയ്ലറിൻ്റെ ആ ഒരു നഡ്ജ് തിയറീസ് ഒരു പ്രചോദനമാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഓൺലി വൺ എക്സാമ്പിൾ, നമുക്ക് സ്റ്റെപ്സ് കയറാൻ ഇപ്പോൾ യൂത്ത് ഒക്കെയാണ് മടിയാണെങ്കിൽ അവർ ലിഫ്റ്റ് ഉപയോഗിക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴി കണ്ടെത്തും. അപ്പോൾ അതിന് പകരം സ്റ്റെപ്സിൽ ജസ്റ്റ് ഒരു മ്യൂസിക് വെക്കുകയാണെങ്കിൽ ദേ ക്യാൻ എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള നഡ്ജ് തിയറീനെ എൻകറേജ് ചെയ്യുന്ന രീതിയിലുള്ള എൻവയോൺമെൻറ്റ് നമ്മുടെ തൃശ്ശൂർ സിറ്റിയിൽ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതേപോലെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഹെൽത്ത് എന്ന് പറയുന്നത് മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ബോത്ത് ആർ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മളൊരു ഹാപ്പിനെസ് സെൻറ്റർ നമ്മുടെ കോളേജിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഓഫ് കോഴ്സ് കൗൺസിലിംഗ് സെൻറ്റർ ഈസ് ദ ബേസ്ഡ് ഓൺ ദാറ്റ് യൂസിങ് സ്റ്റാൻഡേർഡൈസ്ഡ് ടൂൾസ് ഫോർ ലേണിംഗ് ഡിസബിലിറ്റി ആൻഡ് നമുക്ക് ഏതെങ്കിലും കുട്ടികൾക്ക് നമ്മളോട് സംസാരിക്കണം, കമ്മ്യൂണിറ്റി ഓപ്പൺ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണ്. ഒരു ഹാപ്പിനെസ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ഹെർബൽ ഡ്രിങ്ക്സ്, ശംഖുപുഷ്പം അങ്ങനെയുള്ള ഹെർബൽ പ്ലാന്റ്സ് വെച്ചിട്ട് ഫ്ലവേഴ്സ് എല്ലാം വെച്ച് നമ്മൾ ഹെർബൽ ഡ്രിങ്ക്സ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ശ്രമത്തിലും കൂടിയാണ്. അത് ചെയ്യുന്നുമുണ്ട് കോളേജിൽ. അതേപോലെ നെക്സ്റ്റ് ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആണ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ദാറ്റ് ഇസ് SDG 4. സോ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തൃശ്ശൂർ സിറ്റിയിൽ നമുക്ക് ബുക്സ് ഓൺ വീൽസ് നടത്താം. അതേപോലെ ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇറ്റ്സ് ഗുഡ്. ദെൻ ഒരു ഈസി ലേണിംഗ് ഹബ്ബ് സ്റ്റാർട്ട് ചെയ്യാം. അതായത് യൂത്തിന് അവരുടെ ആഫ്റ്റർ ക്ലാസ് നമുക്ക് കമ്മ്യൂണിറ്റിയിൽ അവർക്ക് ട്യൂഷൻ കൊടുക്കാം യൂത്ത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രൈമറി സ്പോർട്സ് ആയിട്ടുള്ള വടക്കേച്ചിറ, റെയിൽവേ സ്റ്റേഷൻ, സ്ലം, തേക്കിൻ ഗാർഡ് ഗ്രൗണ്ട്, ദെൻ അവിടെയെല്ലാം പുട്ട് ഇൻറ്ററാക്റ്റീവ് ബോർഡ്സ്, അതുപോലെ ബുക്സ്, ഹിസ്റ്റോറിക്കൽ ആൻഡ് ട്രഡീഷണൽ കൾച്ചർ എക്സിബിറ്റ് ചെയ്യാം, പാംഫ്ലെറ്റ്സ് പ്രൊവൈഡ് ചെയ്യാം, എഡ്യൂക്കേഷണൽ പ്ലേ ഗ്രൗണ്ട്സ് സെറ്റ് ചെയ്യാം. ദെൻ ബേസ്ഡ് ഓൺ ദ 5th SDG ദാറ്റ് ഈസ് ജെൻഡർ ഇക്വാലിറ്റി, വി ഷുഡ് ഹാവ് സിലബസ്, അതായത് സിലബസിൽ ഇൻക്ലൂഡ് ചെയ്യണം ജെൻഡർ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നുള്ള ഒരു പേപ്പർ ഇൻക്ലൂഡ് ചെയ്ത് വി ഹാവ് സം ഇൻ സോഷ്യൽ വർക്ക് സം കോഴ്സസിൽ അങ്ങനെയുള്ള ജെൻഡർ ആൻഡ് ഡെവലപ്മെൻറ്റ് കോഴ്സസ് ഉണ്ട്. ദെൻ ജെൻഡർ ചാമ്പ്യൻ എന്നുള്ള ഒരു പ്രോഗ്രാം നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം കോളേജസിൽ, ജെൻഡർ ക്ലബ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ദെൻ ബേസ്ഡ് ഓൺ 6 ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, ഈ SDG ബേസ് ചെയ്തിട്ട് നമുക്ക് റെയിൻ വാട്ടർ യൂസ്ഡ് ടു ഫിഷ് കൾച്ചർ, അതുപോലെ വാട്ടർ പ്യൂരിഫിക്കേഷൻ, ഫ്ലഡിൻ്റെ സമയത്തൊക്കെ നമ്മുടെ കോളേജ് കുറേ സർവീസസ് പ്രൊവൈഡ് ചെയ്തിരുന്നു, വാട്ടർ അനാലിസിസ് നടത്തി കുറേ സർവീസസ് പ്രൊവൈഡ് ചെയ്തിരുന്നു. അതുപോലെ നെക്സ്റ്റ് എഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി SDG 7 ബേസ് ചെയ്തിട്ട് ലോവർ എനർജി യൂസിൽ അതേപോലെ ഓൾട്ടർനേറ്റീവ് എനർജി കണ്ടെത്താൻ, പോലെ വീലിംഗ് ടു ദ ഗ്രിഡ് എന്നുള്ള ഒരു പ്രോഗ്രാം ഉണ്ട് കോളേജിൽ. എക്സ്ട്രാ എനർജി തൃശ്ശൂർ കോർപ്പറേഷന് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് 8th SDG സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ, ഡീസൻറ്റ് വർക്ക് ആൻഡ് ഇക്കണോമിക് ഗ്രോത്തിൻ്റെ ബേസിൽ ഒരു ക്രിയേറ്റീവ്, സേഫ് ആൻഡ് സെക്യൂർ വർക്കിംഗ് എൻവയോൺമെൻറ്റ്, അതിൻ്റെ ഭാഗമായിട്ട് ഒരു മൺസൂൺ ഫെസ്റ്റ്, ഒരു ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് വിത്ത് ഫുഡ് എന്നുള്ള രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ കമ്മ്യൂണിറ്റി ബേസ്ഡ് വി ഹാവ് ഒരു എക്സ്റ്റൻഷൻ സെൻറ്റർ ഉണ്ട്, അതിൻ്റെ ബേസിൽ ലോട്ട് ഓഫ് ആക്ടിവിറ്റീസ് ആർ ഗോയിങ് ഓൺ. ദെൻ ബേസ്ഡ് ഓൺ 9th ഇൻഡസ്ട്രി ഇന്നോവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, വി ഹാവ് മരിയൻ അഗ്രി റിസർച്ച് സെൻറ്റർ ഉണ്ട്, അതിൽ അഗ്രി ഫെർട്ടിലൈസേഴ്സ് നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതിന് ബെസ്റ്റ് പ്രൊഡക്ഷൻ യൂണിറ്റിനുള്ള അവാർഡും കിട്ടിയിട്ടുണ്ട്. ദെൻ 10th ഇനീക്വാലിറ്റീസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഒരു ഡിസേബിൾ ഫ്രണ്ട്ലി, അതേപോലെ മെൻറ്റർ മെൻറ്റി സിസ്റ്റം, ഒരു സോഷ്യൽ ജസ്റ്റിസ് ഫോറം, ക്ലബ്സ് ആൻഡ് സെൽസ് ക്യാൻ ഇൻട്രൊഡ്യൂസ്. ദെൻ സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീനെ ബേസ് ചെയ്തിട്ട് ഒരു ചൈൽഡ് ഫ്രണ്ട്ലി, വിമൻ ഫ്രണ്ട്ലി, ഓൾഡ് ഏജ് ഫ്രണ്ട്ലി പഞ്ചായത്ത്സ്, അതിനെയെല്ലാം കൊളാബറേറ്റ് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഒരു റെസ്പോൺസിബിൾ കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷൻ അതിൻ്റെ ബേസിൽ ഒരു റിസർച്ചസ് നമുക്ക് ഇനിയും നടത്തണം. ദെൻ ഫുഡ് പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്യുക, അതുപോലെ അഗ്രി പ്രോഡക്ട്സിനെ എൻകറേജ് ചെയ്യുക. ദെൻ ക്ലൈമറ്റ് ആക്ഷൻ്റെ ഭാഗമായിട്ട് വി ഹാവ് എ ബട്ടർഫ്ലൈ ഹോസ് ഗാർഡൻ ആൻഡ് അംഗൻവാടീസിലെ കോലഴി പഞ്ചായത്തിൻ്റെ ചൈൽഡ് ഫ്രണ്ട്ലി പഞ്ചായത്ത് ആക്കിയതിൻ്റെ ഒരു ക്രെഡിറ്റും കൂടി നമുക്കുണ്ട്. സോ അതിൻ്റെ ബേസിൽ ബട്ടർഫ്ലൈ ഹോസ്റ്റ് ഗാർഡൻ, അതേപോലെ മോർ ദാൻ 300 പ്ലാന്റ്സ് ഉണ്ട് നമ്മുടെ കോളേജിൽ. ആ ഒരു ഇത്രയും ലിമിറ്റഡ് സ്പേസ് ഉള്ളുവെങ്കിലും നമ്മൾ അതിനെ ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ലൈഫ് ബിലോ വാട്ടറിൽ നമ്മൾ ചേറ്റുവ, അതുപോലെ പുഴയ്ക്കൽ റിവറിലൊക്കെ ഫിഷ് ഡൈവേഴ്സിറ്റി അനാലിസിസ് നടത്താറുണ്ട്. സോ ദാറ്റ് ഈസ് ഗുഡ് ഫോർ ഫർദർ റിസർച്ച് ആൻഡ് എവിഡൻസ്. നെക്സ്റ്റ് ലൈഫ് ഓൺ ലാൻഡിൽ ഒരു പ്ലാസ്റ്റിക് ഓൾട്ടർനേറ്റീവ് ഐറ്റംസിന് യൂത്തിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള ഐഡിയോത്തോൺസ് വെച്ചിട്ട് ഇൻവെൻറ്റ് ചെയ്യാൻ പറ്റും. ദെൻ പീസ്, ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഒരു
ഇൻസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരാനായിട്ട് സെൽസ്, ക്ലബ്സ്, ഫോറംസ് എല്ലാം ഒന്നും കൂടി. അതുപോലെ വാല്യൂ എഡ്യൂക്കേഷൻ ഇൻ കോളേജസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ പാർട്ട്ണർഷിപ്പ് ഫോർ ദ ഗോൾ എന്ന് പറയുമ്പോൾ വി ഹാവ് MOUs, Memorandum of Understanding, with several organizations, CSR, then Alumni Association and Networks, NGOs, service providing agencies, LSGs, and UBA, Unnat Bharat Abhiyan. ഇതുമായി collaborate ചെയ്ത് working this very necessary. Now I would like to welcome Ms. Gayatri for outcome measure. Thank you so much, ma'am. These are the goals in connection with the Sustainable Development Plans. And why are these important? Let's go with the way how our dearest Dr. APJ Abdul Kalam said in the Song of Youth, as he mentioned. As a young citizen, I realize that small aim is a crime. Exactly, dears. Small aim is a crime. Let's assimilate with these sustainable development goals. Whenever we think of a perspective, it's not just me, you, or our college, or just few colleges, but together, the colleges, the state, the country, the globe, because after all, we belong to the country which brings forward the concept of Vasudeva Kudumbagam. And these are the main problems that we've discussed already, the solutions, goals, everything done. And now, only thing we have to keep in mind is the outcome measures. We have to check on the knowledge of students, what they know. We have to check on the attitude of the students. How are they expressing it? We also have to check about their abilities and their skills to know how they are expressing. At the same time, what are the factors they bring into it? A very accepted methodology is SWOG. S for strength, W for weaknesses, O for opportunities, and C for challenges. This could be the best outcome measure. To end, just as I want to say what our Prime Minister Narendra Modi already brought forward. We walk together, move together, think together, resolve together, and together let's take the country forward. Thank you. One second. And also to note, these measures are not just only for our college. We're happy to share it with the other colleges, also with Sri Lagam. The goals that is enlisted with sustainable development plans, we have made a file of it. We'll present it to the Sri Lagam coordinator. And so if any colleges wishes to have a look into it, you can please. We're happy about that. Thank you so much. Thank you. Thank you very much. സ്കൂൾ തലത്തിൽ നിന്നും മാറ്റം അനിവാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പ്രസന്റേഴ്സ് തുടങ്ങിയത്. അതിനോടൊപ്പം ചേർത്ത് പറയട്ടെ, സ്കൂൾ തലത്തിലും ഇതേ സോഷ്യൽ ഐഡിയത്തോൺ എന്ന ഈ ആശയം നമ്മൾ എത്തിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചഭക്ഷണത്തിന് ശേഷം ആ ഒരു സിമ്പോസിയവും കൂടെ ഈ അവസരത്തിൽ നമ്മൾ നടത്തുന്നുണ്ട്. പറ്റുമെങ്കിൽ പ്ലീസ് ജോയിൻ us for that too, because we are talking about collaboration not only on the peer level, on multiple levels. Vertical level collaboration, give and take ഒക്കെ നമ്മൾ encourage ചെയ്യുന്നു. So this is also an invitation to our dear participants and audience members to join us post lunch for the symposium that will also take place on the same theme on the school level. So do join us for that. And here we go. And that's number 2. Number 2 is Vimala College. We have Mr. Santosh P. Jose, the assistant professor, accompanied by Ms. Greena V. Abraham. So we wish the team the very best. Good morning to all. Myself, Santosh P. Jose from Department of Physics, and I have Ms. Greena V. Abraham from Department of English. First of all, let me thank or express our sincere thanks to Dr. C.V. Krishnan sir for having invited us for this program. തൃശ്ശൂർ മറ്റു പല കോളേജുകൾ ഉണ്ടായിട്ടും വിമല കോളേജിനെ കൂടെ പരിഗണിക്കാൻ ശ്രീലകം എഡ്യൂക്കേഷൻ ട്രസ്റ്റിനും കൃഷ്ണൻ സാറിനും തോന്നിയതിന് ഞാൻ നന്ദി പറയുന്നു.
ആക്ച്വലി ഞങ്ങൾ പ്രസന്റ് ചെയ്യുന്നത് two perspectives-ലാണ്. From the perspectives of the student and perspective of the teacher, the problems that we are facing in the current educational scenario in Thrissur. So, ആദ്യം നമുക്ക് സ്റ്റുഡൻറ് സെൻട്രിക് ആയിട്ടുള്ള ഐഡിയ സ്റ്റാർട്ട് ചെയ്യാം. സോ ഐ ഇൻവൈറ്റ് Reena V. Abraham to put forward her ideas and suggestions. Thank you. Hi all, myself Reena V. Abraham from the Department of English, Vimala College. So when we got this opportunity, we have planned it into few programs and named it and evaluated in using multiple perspectives. That's what we have done. So I introduced the first program, Milia. The word Milia means a person's social environment. So now you can understand what I'm going to speak about. Though we claim that we are an educated state, we are having very high percentage of literacy, we should evaluate what we are teaching our students. I know that we have studied political science, we have studied fundamental rights, it's from Article 12 to 35, we have fundamental duties from Article 51A, but do we know how to apply it? For example, we were traveling in the bus and someone attacked us. What should we do next? Do you know what our law is? Do you know how to approach? Do you know where to approach? If someone fall down suddenly from some place, whom to approach, where to approach, we don't know. We are not aware of it. So we are introducing this thing, Milia, where we will have the active discussions on your rights, on your duties and your responsibilities towards the society and towards the nation and particularly towards Thrissur district. And another factor is you don't learn the culture, history of your native place. If you are someone who studied from the central board, especially ICC and CBC syllabus, I am someone from that background. I have never studied Kerala history or the local history. That is a problem. If you don't know what your land is, what you're going to do for the future. And the next thing is there is no active interaction between institutions. Just like nuclear families, we are turned into nuclear institution. So how will we implement it? The first step is we are introducing a club, Milia. And it not only includes students from our college. We need students from our college, faculties from our college, management representatives, and people from our surrounding. Especially the Chetan, we go every day to buy things at the shop nearby, the next educational institution, that is ours is GEC, and other representatives from all spheres. So we can sit together, discuss what is needed. We need members from every community, sit together and discuss, and active interactions between various disciplines should take place. And thus, we are aiming to publish a blog, weekly blog, where you sit, discuss, and publish it so that it's a record. It's a record that when you look back, you can see that you have done so far, you understand more and you evaluate more. That's our first project. The second one is Interact, which speaks about the interview training we give. We are an educational society which focus more on theory. Everything is based on theory. We write descriptive papers, we write for grades, and grading system is also based on that. So we introduce this Interact section where you have a general interview. It is we plan to launch it in every department so that every department forms a special interview board which has a career guidance expert, a communication skill expert, and a subject expert. And every student will be given an opportunity to sit before the board. Initially, they will be given one brief session on how to appear for an interview, which would be very brief. Then they will be sent for an interview in a real life setup, and then we will evaluate it. After the interview board is gonna give them feedback, how to improve, which phase to improve, and which part of your interview was not good, how can you improve that? Thus, providing a general interview will give an outline for every student to understand what he or she or them should do. That is the second project. And third one is Prowess, which means it's based on internship. You need skills and expertise when you go out. Just theories won't work.
So how are we going to do that? Especially speaking of my domain, I am from English department. We rarely get good internships. It's mostly science students get in our college, but when it comes to English students, it's very limited. We are either forced to go to a library, write some reports and keep. We are happy doing it, but we want more. So we wanted aggregated internships. We want internships from different institutions. One method is, being English a global language from our discipline, we are ready to teach other departments. We are ready to teach the public. We are ready to interact with other communities and form classes so that we can interact more. So that can be taken as an internship. Another factor is we must connect with publishing houses. The students are filled with ideas. They write in their notebooks, close it and keep it. Where will they express their ideas? So we need this to be published, and we need the support of publishing houses. So that is the another fact of this. And what are the outcomes we expect? From Milia, we expect a socially committed society. Is that the only outcome? If you evaluate the syllabus of PSC, SSC, UPSC, this form an important part. In UPSC, you have paper number 4, ethics, which is based on such experiences. In PSC, you need to know the constitution, you need to know the culture to qualify the prelims. In SSC exams, the same thing happened. So just by introducing one project, we are indirectly increasing the employability chances. That is the first outcome we are aiming to implement. And I have already stated about the interview. It's like giving an opportunity for everyone, so they sit, they talk, and they understand where their drawback is. And the another one is inclusivity, which we try to include. We need them. They're also I usually use this statement not to use the disabled, because the system is disabled. The system does not have the ability to maintain their needs. So we are planning to introduce the inclusivity system, and as a first step, the Thrissur Collectorate project Kaimoli is being implemented in our college, and we are teaching sign language to all the students, and that is in the progress, and we hope that that will see its goals soon. So these are the basic projects from a student's perspective. Now I invite Santosh sir to give it from a teacher's perspective. Thank you, Greena. ഏകദേശം നമുക്ക് എല്ലാവർക്കും അറിയാം, ഫ്രം ദ പോയിന്റ് ഓഫ് ദ സ്റ്റുഡൻസ്, unemployability is the main problem of education here. A lot of educated hands now. Over the past 20 years, എഞ്ചിനീയറിംഗ് കോളേജുകളുടെ എണ്ണം 8ൽ നിന്ന് 140, മെഡിക്കൽ കോളേജുകളുടെ എണ്ണം 4ൽ നിന്ന് 20, അതുപോലെ തന്നെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുടെയും പോസ്റ്റ് ഗ്രാജുവേറ്റ് കോളേജുകളുടെയും എണ്ണം ഹൺഡ്രഡ്സ് ആവുകയും ചെയ്തതുകൊണ്ട്, പക്ഷേ നമ്മുടെ നാട്ടിലെ എംപ്ലോയബിലിറ്റി ചാൻസുകളൊന്നും കാര്യമായിട്ട് കൂടിയിട്ടില്ല. സോ ആൻഡ് മോർ ഓവർ, അതിൻ്റെ കാരണം അജിത് സാർ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, നമ്മുടെ ഇവിടെയുള്ള വി ആർ നോട്ട് എ പ്രൊഡക്റ്റീവ് എന്റർപ്രണർഷിപ്പ് കൾച്ചർ ഇവിടെ ബിൽഡ് ചെയ്തിട്ടില്ല. നമുക്ക് പ്രോഡക്റ്റുകൾ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ നാടിന് ടാക്സേഷൻ വഴിയുള്ള ഇൻകം ഇല്ലാത്തതും നമ്മുടെ നാട് ഇപ്പോഴും ശമ്പളം കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടുന്നതും. സോ അതുകൊണ്ട് ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഓണ്ടർപ്രണർഷിപ്പ് കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ചെയ്യേണ്ട ഒരു കാര്യം. അതിനു മുൻപ് തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കുട്ടികൾക്ക് ഈ എംപ്ലോയബിൾ ആക്കുക എന്നുള്ളതാണ്. എല്ലാ വർഷവും നമുക്കറിയാം, പലപ്പോഴും ഇത് നടക്കുമ്പോൾ lakhs of engineers are coming out, but they are not employable. They are having the degree. The lack of degree holders are coming out just for ready for the clerical jobs. അപ്പോൾ ടീച്ചേഴ്സ് പെർസ്പെക്റ്റീവിൽ നോക്കിയാൽ നമുക്ക് ഒന്നാമത്തേത്, നമ്മൾ പ്ലാൻ ചെയ്യുന്ന പ്രോജക്റ്റിൽ ക്ലാസിഫൈ ദ സ്റ്റുഡൻസ് അക്കോർഡിംഗ് ടു ദെയർ ആസ്പിറേഷൻസ് ആൻഡ് എബിലിറ്റീസ്. ഏത് ക്ലാസ്സിൽ, ഇപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഇരിക്കുന്ന 50 കുട്ടികളിൽ എല്ലാവർക്കും ഒരേ കഴിവുകളും ഒരേ ആസ്പിറേഷൻസും ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. സോ അവർ ബൈ മെനി മെത്തേഡ്സ്, ചിലപ്പോൾ പ്രൊഫഷണൽ കോഴ്സിൽ കിട്ടാത്തതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ മറ്റുള്ള സബ്ജക്റ്റിന് അവരുടെ അടുത്തുള്ള സ്ഥാപനങ്ങൾ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, പല കാരണങ്ങൾ കൊണ്ട് ഒരു ക്ലാസ്സിലേക്ക് എത്തിച്ചേരുന്ന കുട്ടികളെ ക്ലാസിഫൈ ചെയ്യുക. ഡിഗ്രി കഴിഞ്ഞ് എന്താണ് അവൻ പ്ലാൻ ചെയ്യുന്നത്, അവൻ്റെ ഒരു ജോലിയാണോ വേണ്ടത്, ഏത് ഫീൽഡിലെ ജോലിക്ക് അവൻ പ്രാപ്തനാണ് എന്നുള്ള രീതിയിൽ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തി ആ രീതിയിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ കേറ്റർ ചെയ്യാൻ ടീച്ചേഴ്സിനെ പ്രാപ്തരാക്കുക. അതിനുവേണ്ടിയുള്ള ട്രെയിനിങ് ടീച്ചേഴ്സിന് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രോജക്റ്റിലെ ഒന്നാമത്തെ കാര്യം. കോളേജ് ടീച്ചേഴ്സിന്, അതുപോലെ തന്നെ സ്കൂൾ ടീച്ചേഴ്സിന്. ദെൻ
അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഗ്രീന പറഞ്ഞത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കുട്ടികൾക്ക് ഇന്റർവ്യൂ ചാൻസുകളാണ് കുറവ്. ഇപ്പം നമുക്ക് ഒരു ലൈവ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കഴിഞ്ഞ വർഷം സൗത്ത് ഇന്ത്യൻ ബാങ്ക് കുട്ടികളെ എടുക്കാൻ വേണ്ടി വിമല കോളേജിൽ വന്നിട്ട് അവർ 3 കുട്ടികളോ 4 കുട്ടികളെയാണ് സെലക്ട് ചെയ്തത്. ഏകദേശം 100-200 പേര് അപ്പിയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ, അത് കഴിഞ്ഞപ്പോൾ ഒരു പേഴ്സണൽ ഡിസ്കഷൻ വന്ന സമയത്ത് അവിടുത്തെ റീജിയണൽ മാനേജർ പറഞ്ഞത് 2 പ്രോബ്ലംസ് ആണ്. ഒന്ന്, വന്ന് മുമ്പിലിരിക്കുന്ന കുട്ടികൾക്കൊന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോലും, ഒരു നല്ല സെൽഫ് ഇൻട്രഡക്ഷൻ കൊടുക്കാൻ പോലും കുട്ടിക്ക് അറിയുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഈ കുട്ടിക്ക് ഈ ജോലിയാണോ വേണ്ട എന്നുള്ള കാര്യത്തിൽ യാതൊരു തീരുമാനവുമില്ല. അപ്പോൾ ബാങ്കിലേക്ക് ജോലിക്ക് പോകുന്ന ആൾക്കാർ പലപ്പോഴും മാത്തമാറ്റിക്സും കെമിസ്ട്രിയും ഫിസിക്സും പഠിക്കുന്നവരാണ്, റാദർ ദാൻ ഗോയിങ് ഫ്രം ദ സ്റ്റുഡൻസ് ഓഫ് കൊമേഴ്സ്, എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെ അപ്പോൾ അവരുടെ തുടക്കത്തിൽ തന്നെ അവർക്കൊരു ഓറിയന്റേഷൻ ഇല്ലാത്ത പ്രോബ്ലം നമ്മുടെ നാട്ടിൽ വളരെ കാര്യമായിട്ടുണ്ട്. ഞാൻ വളരെ ഫണ്ണിയായ ഒരു എക്സാമ്പിൾ പറയാം. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ കോളേജിൽ സെക്കൻഡ് ഇയർ ബികോമിൽ നിന്നൊരു കുട്ടി MBBS കോഴ്സിന് പോയി. സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ സെക്കൻഡ് ഇയർ MBBS പോയത് 2 വർഷം ബികോം പഠിക്കുകയായിരുന്നു. മറ്റൊരു കുട്ടി തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ കുട്ടി MBBS കിട്ടിയില്ലെങ്കിൽ അവിടെ ഓപ്ഷനായിട്ട് എടുത്തത് BSc മാത്തമാറ്റിക്സ് ആയിരുന്നു. സോ ഓക്കെ, കുട്ടികൾ ഡൈവേഴ്സ് ഫീൽഡിലുള്ളവർ ഉണ്ടായിരിക്കാം, പക്ഷേ അവരുടെ ഓറിയന്റേഷൻ ചെറുപ്പത്തിലേ ക്ലിയർ ആയി വരുന്നില്ല. ആ രീതിയിലുള്ള ട്രെയിനിങ് വളരെ കുറച്ചുകൂടെ നേരത്തെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമാണ്. മോറോവർ, ഈ മോക്ക് ഇന്റർവ്യൂ കൊടുക്കാനുള്ള ഇന്റർവ്യൂ ബോർഡ്സ് കോളേജിൽ തന്നെ സെറ്റ് ചെയ്യുക. ഇപ്പൊ എൻ്റെ കുട്ടിക്ക്, ഫിസിക്സിലെ കുട്ടിക്ക് ഞാൻ തന്നെ പോയി ഇന്റർവ്യൂ ബോർഡിന് മുമ്പിൽ ഇരുന്നാൽ അവൻ അതിന് വലിയ വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല. പഴയ പഠിപ്പിക്കുന്ന സാർ തന്നെ വന്നിരുന്ന് എന്തൊക്കെയോ ചോദിക്കുന്നു. സോ വിതിൻ ദ കോളേജ്, വിതിൻ ദ ക്യാമ്പസ്, മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള ടീച്ചേഴ്സിനെ എക്യുപ്പൈ ചെയ്ത് ഇന്റർവ്യൂ ബോർഡ് ഉണ്ടാക്കുക. ആൻഡ് നമുക്കിവിടെ അജിത് സാറും മറ്റുള്ള എല്ലാവരും പറഞ്ഞതുപോലെ തൃശ്ശൂർ ഒരു ഇഷ്ടം പോലെ കോളേജുകളുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു സിറ്റിയാണ്. വളരെ നിയർ ബൈ പ്ലേസസിൽ മറ്റുള്ള കോളേജിൽ നിന്ന് ഫാക്കൽറ്റിയെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇൻവോൾവ് ചെയ്ത് ഇന്റർവ്യൂ ബോർഡ്സ് സെറ്റ് ചെയ്ത് അത് കുട്ടികൾക്ക് ആ ബോർഡിലേക്ക് മോക്ക് ഇന്റർവ്യൂവിന് വേണ്ടി കുട്ടികളെ വിടുക. ഇതാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന രണ്ടാമത്തെ ഐഡിയ. ദ തേർഡ് വൺ, ഇന്ന് ഒരു ഇന്റേൺഷിപ്പ് ഫോർ ദ സ്റ്റുഡൻസ് കാലമാണ്. ഇന്റേൺഷിപ്സ്, ഞാൻ കോളേജിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആയതുകൊണ്ട് എനിക്ക് എല്ലാ ദിവസവും ഒരു കോളെങ്കിലും പല ഏജൻസിയിൽ നിന്ന് വരാറുണ്ട്. വി ആർ പ്രൊവൈഡിങ് ഇന്റേൺഷിപ്സ്. അവർ ഉദ്ദേശിക്കുന്ന മെയിൻ അപ്പം നമ്മൾ ചോദിക്കും, എന്താണ് സാർ നിങ്ങളുടെ ഇന്റേൺഷിപ്പ്? 15 hours ക്ലാസ്സസ്, 5 hours വർക്ക് എക്സ്പീരിയൻസ്, എ സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്. ഈ ഇന്റേൺഷിപ്പ് ഇസ് ഡൂയിങ് നത്തിങ് ഫോർ ദ സ്റ്റുഡൻസ്. സോ ദേ നീഡ് എക്സാക്ട്ലി ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്. ആൻഡ് വളരെ റീസെന്റ് ആയിട്ട് ഞങ്ങളുടെ DBT സ്റ്റാറിന്റെ അനാലിസിസിൽ DBT ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി നിങ്ങൾ ചോദിച്ചത് എത്ര കുട്ടികൾക്ക് പെയ്ഡ് ഇന്റേൺഷിപ്പ് കിട്ടുന്നുണ്ട്. ഞങ്ങളുടെ ആൻസർ 0 എന്നാണ്. വിമല കോളേജിൽ നിന്ന് കഴിഞ്ഞ വർഷം ഒരു കുട്ടിക്ക് പോലും പെയ്ഡ് ഇന്റേൺഷിപ്പ് കിട്ടിയില്ല. ബട്ട് ഇന്റേൺഷിപ്പുകളുടെ എണ്ണം ഓൾമോസ്റ്റ് 100 ആണ്. സോ അപ്പോൾ ഇന്റേൺഷിപ്പ്, വാട്ട് ഈസ് ദ ആക്ച്വൽ ഐഡിയ? ഇന്റേൺഷിപ്പ് ഹണ്ടിങ്ങിന് ടീച്ചേഴ്സിനെ പ്രാപ്തരാക്കാൻ വേണ്ടി ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കുക. ഓരോ കോളേജിലും ടീച്ചേഴ്സിന് എവിടെയാണ് ഇന്റേൺഷിപ്പ് കിട്ടുന്നത്, അത് തൃശ്ശൂർ സിറ്റിയിലല്ല, കേരളത്തിൽ എവിടെയെങ്കിലും അല്ല, ഇന്ത്യയിൽ എവിടെയെങ്കിലും ആണോ, ഓവർസീസ് ആണോ, ഇന്റേൺഷിപ്പ് ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈൻ ആയിട്ടുള്ള ഇന്റേൺഷിപ്പ് ഹണ്ട് ചെയ്യാൻ വേണ്ടി ടീച്ചേഴ്സിനെ പ്രാപ്തരാക്കുന്ന ട്രെയിനിങ് ടീച്ചേഴ്സിന് കൊടുക്കുക. അതാണ് രണ്ടാമത്തെ പ്രോഗ്രാമായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ദ തേർഡ് വൺ, എവിടെ നിന്നാണ് കുട്ടികൾ ഈ അവരുടെ കരിക്കുലം അല്ലെങ്കിൽ അവരുടെ ആസ്പിറേഷൻസ് ഉണ്ടാക്കിയെടുക്കേണ്ടത്? പുതിയ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ച് 6th സ്റ്റാൻഡേർഡ് ഓൺവേഴ്സ് ആണ്. അതുവരെ കുറച്ചുകൂടെ കളികളും കാര്യങ്ങളുമായി നടക്കുന്നു. ഫ്രം ദ 6th സ്റ്റാൻഡേർഡ് ഓൺവേഴ്സ് അവർ അല്പം ബൈഫർക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പൊ 6th സ്റ്റാൻഡേർഡ് ഓൺവേഴ്സിലെ കുട്ടിക്ക്, ഇപ്പം ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ, 6ാം ക്ലാസ്സിൽ കുട്ടികൾ ഇന്ത്യയിലെ ജുഡീഷ്യൽ സിസ്റ്റത്തെ കുറിച്ച് ഒരു ചെറിയ ഇൻട്രഡക്ഷൻ വരുന്നുണ്ട്. ഏതാണത്? അപ്പെക്സ് കോർട്ട്. അത് കഴിഞ്ഞാൽ സ്റ്റേറ്റിൽ ഏതാണ് കോർട്ട്, പിന്നെ നിങ്ങളുടെ ലോക്കാലിറ്റിയിൽ വരുന്ന കോർട്ട് ഏതാണ്. അപ്പൊ അവിടെ വരുമ്പം നമുക്കറിയാം PSC എക്സാമിന് ഒരു കുട്ടിക്ക് വരുന്ന മിക്കവാറും റാൻഡമായിട്ടൊക്കെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹു വാസ് ദ ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ ഹു ഈസ് ദ കറന്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. അപ്പോൾ 6ാം ക്ലാസ്സിൽ ടീച്ചർ കുട്ടിയോട് പറയുകയാണ്, നൗ ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഈസ് ഡോക്ടർ YS ചന്ദ്രചൂഡ്. അദ്ദേഹത്തിന്റെ ഫാദറും ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ഈ ക്വസ്റ്റ്യൻ നിങ്ങളോട് പിന്നീട് നിങ്ങൾ 10ാം ക്ലാസ്സോ കഴിയുമ്പോൾ നിങ്ങൾ PSC എക്സാമിനേഷൻ എഴുതാൻ യോഗ്യരാകും, പബ്ലിക് സർവീസ് കമ്മീഷൻ എക്സാമിനേഷൻ. ഡിഗ്രി കഴിയുമ്പോൾ നിങ്ങൾ UPSC എക്സാമിനേഷൻ എഴുതാൻ യോഗ്യരാകും. അവിടെ വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. ഇപ്പോഴേ നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കൂ, ഇദ്ദേഹമാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് പിന്നെ അത് വളരെ ഈസി ആയിട്ട് ഓരോ ചീഫ് ജസ്റ്റിസ് മാറുമ്പോഴും ബ്രെയിനിൽ റീപ്ലേസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ എല്ലാ ചീഫ് ജസ്റ്റിസിന്റെയും അല്ലെങ്കിൽ കറണ്ട് ചീഫ് ജസ്റ്റിസിന്റെ പേര് ഓർത്തിരിക്കുക. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ എടുത്തത് മാത്രമേ ഉള്ളൂ.
ഞാൻ ആക്ച്വലി ഇങ്ങനെ ട്രെയിനിങ് എനിക്ക് 4ാം ക്ലാസ്സിൽ കിട്ടിയിരുന്നു. അത് USS എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയായിരുന്നു. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് റേഗനും റഷ്യൻ പ്രസിഡന്റ് സോറി ആ പേര് ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ഇപ്പം മറവിയുടെ പ്രശ്നമുള്ളതുകൊണ്ടാണ്. എന്ത് റേഗൻ ആൻഡ് ഗോർബച്ചേവ് അല്ല, അതിനൊക്കെ മുൻപ് 3-4 വർഷം മുമ്പ്, ബ്രഷ്നേവിന് മുൻപ് കുറെ നാൾ ഭരിച്ചിരുന്നു. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ സ്റ്റാലിൻ ആൻഡ് ഓക്കെ, ഞാൻ ആ പേര് ഒരു സമയം കളയുന്നില്ല. ഇപ്പോൾ എനിക്ക് ഇപ്പോഴത്തെ USS പ്രസിഡന്റിനെ അറിയാം, വ്ളാഡിമിർ പുടിനെ ഓരോ കാലത്തെയും അറിയാം, ക്രോണോളജിക്കലി തിരിച്ചു പറയാനറിയാം. ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ ആണെന്നറിയാം, അദ്ദേഹത്തിനെ ക്രോണോളജിക്കലി തിരിച്ചു പറയാനറിയാം. സോ ആ മെമ്മറി സെല്ല് റീപ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ ഈ ട്രെയിനിങ് നമ്മൾ ചെറിയ ക്ലാസ്സിലെ ടീച്ചേഴ്സിന് കൊടുക്കണം. സോ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഇൻ ആൻഡ് അറൌണ്ട് സ്കൂളുകളുടെ ക്ലസ്റ്റേഴ്സ് ഉണ്ടാക്കി 6ാം ക്ലാസ്സിൽ മുതലുള്ള ടീച്ചേഴ്സിന് 6 മുതൽ 8 വരെ, 8 മുതൽ 12 വരെ ടീച്ചേഴ്സിനെ വിളിച്ച് അവർക്ക് ഈ ട്രെയിനിങ് കൊടുക്കുക. കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ തന്നെ ലേണിംഗ് എക്സ്പീരിയൻസിലാക്കി മാറ്റുക. നമുക്കറിയാം, ഐ എം കൺക്ലൂഡിങ്, നമ്മുടെ കൃഷ്ണൻ സാർ ഈസ് എ ചാമ്പ്യൻ ഓഫ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. അദ്ദേഹം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും ഇന്ത്യയിലും ഞങ്ങളുടെ കോളേജിലടക്കം പല സ്ഥലങ്ങളിലും നാളെയും ഈ പ്രോഗ്രാം, നാളെ ഈ പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഒരു മൂവിംഗ് സയൻസ് ലാബ്, കെമിസ്ട്രി ലാബ് as well as ഫിസിക്സ് ലാബ്. സോ വാട്ട് വി ആർ പ്ലാനിങ് ഈസ്, ഞങ്ങളൊരു എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിന് കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ പ്രാപ്തരാക്കുക. Unfortunately, we are a community who are forced to believe everything. നമ്മളെല്ലാം ഈ എല്ലാം ബിലീവ് ചെയ്യാൻ വേണ്ടി ഒരു മാഗ്നറ്റ് മറ്റൊരു മാഗ്നറ്റിനെ അട്രാക്ട് ചെയ്യും. 10ാം ക്ലാസ് വരെ ഞാനും അത് ബിലീവ് ചെയ്തിട്ടേ ഉള്ളൂ. ഇങ്ങനെ ബിലീവ് ചെയ്ത് കണ്ടിട്ടുള്ള ഒരു മാഗ്നറ്റ് മറ്റൊരു മാഗ്നറ്റിനെ അട്രാക്ട് ചെയ്യുന്നത്. ഇങ്ങനെ ബിലീവ് ചെയ്തുകൊണ്ടുള്ളൊരു കുഴപ്പം, നമുക്ക് എന്ത് വേണമെങ്കിലും ഈസി ആയിട്ട് ബിലീവ് ചെയ്യാൻ പറ്റും, ഏത് കാര്യങ്ങളും. അതായിരിക്കാം ഈ സമൂഹത്തിലെ എല്ലാ അന്ധവിശ്വാസങ്ങളെയും പുറകിൽ നിന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. അതുകൊണ്ട് 6ാം ക്ലാസ് മുതൽ ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇറ്റ് ഹാസ് എവിഡൻസ് ബേസ്ഡ് ലേണിംഗിലേക്ക് മാറിയാൽ നമ്മുടെ നാട്ടിൽ കൂടുതൽ ക്യൂരിയസ് മൈൻഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടായി വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സിവിക് സെൻസ്, ദെൻ സയന്റിഫിക് ടെമ്പർ, നർച്ചറിങ് സയന്റിഫിക് ടെമ്പർ, റിന്യൂവബിൾ എനർജി മാനേജ്മെന്റ്. ഇന്ന് നമുക്കറിയാം, ഞാൻ പലപ്പോഴും കോളേജിന്റെ വരാന്തിലൂടെ നടന്നു പോകുമ്പോൾ ക്ലാസ് റൂമിൽ ആരുമില്ലെങ്കിലും 6 ഫാനുകൾ വരെ ഓൺ ചെയ്ത് കാണാം. നമ്മൾ ക്ലാസ് റൂമിനകത്ത് കയറി ഫാൻ ഓഫ് ചെയ്യും. അപ്പോൾ ഈ കുട്ടിയെ ചെറുപ്പത്തിലെ പഠിപ്പിക്കേണ്ടത് ഉപയോഗമില്ലെങ്കിൽ ഫാൻ ഓഫ് ചെയ്യുക, ഉപയോഗമുണ്ടെങ്കിൽ ഫാൻ ഓൺ ചെയ്യുക. ഈ രീതിയിലുള്ള ട്രെയിനിങ് ചെറുപ്പത്തിലെ ക്യാച്ച് ദം എയർലി ചെറുപ്പത്തിലെ കൊടുത്താൽ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റും. ആ ക്ലസ്റ്റർ ട്രെയിനിങ് വളരെ കാര്യമായിട്ട് കൊടുക്കാൻ പറ്റുന്നു. ടീച്ചേഴ്സിന് ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണെന്ന് എനിക്ക് വിചാരിക്കുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം വേസ്റ്റ് ആണെന്നുള്ള കാര്യം നമ്മുടെ മന്ത്രി MP രാജേഷ് പലതവണ പറഞ്ഞിട്ടുണ്ട്. വേസ്റ്റ് മാനേജ്മെന്റ്, വൺസ് ഓൺ വേസ്റ്റ് ഈസ് ഹിസ് ഓൺ ലയബിലിറ്റി എന്നുള്ള കാര്യം ചെറുപ്പത്തിലെ പഠിപ്പിക്കുകയാണെങ്കിൽ അതിന് ഒത്തിരി വ്യത്യാസം ഉണ്ടാവും. ആൻഡ് വാട്ടർ ഹാർവെസ്റ്റിംഗ് ആൻഡ് വാട്ടർ മാനേജ്മെന്റ്, ആൻഡ് മോർ ഓവർ ഫൈനലി ഗിവിംഗ് ബാക്ക് ടു ദ സൊസൈറ്റി. We are facing, or I am standing in front of a champion who is trying to give his part to the community from where he is elevated. So കൃഷ്ണൻ സാർ വന്ന് അതിൽ നിന്ന്, അതുകൊണ്ട് എനിക്കറിയാം 2015 മുതൽ സാറിനെ അറിയാം. സാർ അന്ന് മുതൽ ഞങ്ങളുടെ കോളേജിൽ സോമാനം ക്വിസ് കോമ്പറ്റീഷൻ 3 വർഷം നടത്തിയിരുന്നു. ഞങ്ങളുടെ 50 വർഷത്തെ വാർഷികത്തിനുള്ള ക്വിസ് കോമ്പറ്റീഷന് വേണ്ടിയുള്ള സ്പോൺസർഷിപ്പ് എല്ലാം സാറാണ് തന്നത്. സാറിൻ്റെ ആക്ടിവിറ്റി വഴിയാണ് തൃശ്ശൂരിലെ നമ്മുടെ വിജ്ഞാൻ സാഗർ ഇന്നത്തെ നിലയിൽ എത്തിയിരിക്കുന്നത്. വിജ്ഞാൻ സാഗറിനെ മറ്റൊത്തിരി നിലയിൽ എത്തിക്കണമെന്ന് സാറിന് ആഗ്രഹമുണ്ടായിരുന്നു. അത് കഴിയാത്തതുകൊണ്ടാവാം ഒരുപക്ഷെ സാർ ഈ ശ്രീലകത്ത് കൊണ്ട് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ കുട്ടിയെയും ചെറുപ്പത്തിലെ അവൻ ആയി വരുന്ന കമ്മ്യൂണിറ്റിയിലേക്ക് തിരിച്ചു കൊടുക്കണമെന്നുള്ള ഒരു എസൻസ് കൂടെ ബിൽഡ് ചെയ്യണം. അതിനോടുള്ള കാര്യങ്ങൾ നമ്മൾ തുടങ്ങി വെക്കണം. ഇതാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. താങ്ക് യു വെരി മച്ച്. Thank you, Team Vimala. The insights from the teacher and the student. And like Sir had mentioned, we are looking at wholesome experience in Lagam. The art, the science, and will find have organized lab visits and whatnot, part of the Lagam opening celebrations. So we will be glad to see you all joining hands with the various initiatives that we have taken up. Also produce initiatives from your own end. Take this forward. So now I believe we have 3 more presenters left. So let us find out who is going to take the lectern next.
I've got number 7. Number 7 is St. Joseph's College. We have Ms. Risha, the assistant professor. Joining her is Ms. Devika Shaju, the student. Judges, St. Joseph's College. Respected chief guest of the day, respected event coordinators, participants, and all gathered here, a warm good morning to one and all. I am Risha PU, Assistant Professor, Department of Computer Science, and my co-presenter is Devika Shaju, 3rd BVOC Software Development student from St. Joseph's College, Autonomous, Irnyalakuda. Our college is one of the women's college in Thrissur, in Irnyalakuda, started in 1964, and A++ grade awarded by NAC accreditation in 4th cycle in 2022. Social Ideathon, sponsored by Srilakam. എന്നൊരു കാര്യം ഞങ്ങളുടെ പ്രിൻസിപ്പൽ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞങ്ങൾ ആലോചിച്ചു. സോ യൂത്ത് ഡെവലപ്മെൻറ്റ്, ദാറ്റ് ഈസ് വി ആർ ഫോക്കസിങ്. ഫോർ യൂത്ത് ഡെവലപ്മെൻറ്റ് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോഴത്തെ യൂത്ത് ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുന്നത് ടെക്നോളജിക്കാണ്. ദേ ആർ ഗ്രോയിങ് വിത്ത് ടെക്നോളജി. സോ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താ അവർക്ക് ചെയ്യാനുണ്ടെങ്കിലും അത് എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്ത് കിട്ടണം. അതാണ് ഇപ്പോഴത്തെ യൂത്തിൻ്റെ ആവശ്യം എന്ന് പറയുന്നത്. സോ നമുക്കറിയാം, പണ്ട് നമ്മൾ 3 മണിക്കൂറൊക്കെ സിനിമ കാണാൻ പോയിരുന്നത് ഇപ്പോഴത്തെ യൂത്ത് ജനറേഷൻ കാണുന്നത് 30 seconds വാട്സപ്പ് സ്റ്റാറ്റസ്, ദെൻ 10 minutes ഷോർട്ട് ഫിലിംസിലൊക്കെ ഒതുങ്ങി പോവാണ്. സോ എന്തുകൊണ്ടാണത്? അവർക്ക് അതിന് വേണ്ടി ചിലവഴിക്കാനല്ല, അവർക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടണം, അതിനു വേണ്ടി അധ്വാനിക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ യൂത്തിൻ്റെ ട്രെൻഡ്. സോ കമ്പ്യൂട്ടർ യുഗമായിരുന്നു പ്രീവിയസ് യുഗം എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ യുഗം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യുഗമാണ്. സോ നമുക്കറിയാം, ഇപ്പോൾ ഓൾറെഡി സൈബർ പോലീസ് ആൻഡ് ട്രാഫിക് സെക്ഷനിൽ AI ക്യാമറ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് ടൂ വീലേഴ്സ് യൂസ് ചെയ്തുകൊണ്ടുള്ള ആക്സിഡൻറ്റ്സ് പരമാവധി കുറഞ്ഞിട്ടുണ്ട്. 2 persons ആണ് മാക്സിമം പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടും അതേപോലെ ഹെൽമെറ്റ് നിർബന്ധമാക്കിക്കൊണ്ടും നമ്മളുടെ ആക്സിഡൻറ്റ്സ് പരമാവധി കുറഞ്ഞു വരികയാണ് ഇപ്പോൾ. സോ ഞങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ചപ്പോൾ എന്തുകൊണ്ട് റോഡിലെ കുഴികൾ, അതായത് പോർട്ട് ഹോൾസ് ഡിറ്റക്റ്റ് ചെയ്യാനും അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനും ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ആലോചനയാണ് ഞങ്ങളിവിടെ കൊണ്ടെത്തിച്ചത്. സോ വി ആർ പ്ലാനിങ് ടു ഇംപ്ലിമെൻറ്റ് എ പ്രോജക്റ്റ് ടു ഹാൻഡിൽ ഓർ ടു ഡിറ്റക്ട് and manage efficiently the pothole detection and also forward to authorities and give a fast action regarding that. That is our project. So for explaining about that project, I welcome Devika from 3rd BVOC Software Development of our college. Good morning all. I am Devika Shaju. I am pursuing BVOC Software Development in St. Joseph's College, Irnyalakuda. ഞങ്ങളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു വെബ്സൈറ്റ് ആണ്. നമ്മളിപ്പോൾ എല്ലാത്തിനും ഫോണിലെടുക്കുന്നത് വെബ്സൈറ്റാണ്. അപ്പോൾ ഞങ്ങളും ഒരു വെബ്സൈറ്റിൽ കൂടെയാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം സാധൂകരിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഒരു വെബ്സൈറ്റിൽ നമുക്ക് യൂസേഴ്സ്, അഡ്മിൻ ആൻഡ് പോലീസ് ഓഫീസർ, അതായത് PW ഓഫീസേഴ്സിനും കൂടി പ്രോബ്ലംസ് ഒക്കെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്ന ഒരു വെബ്സൈറ്റാണ് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ 3 മൊഡ്യൂൾസ് ആണ്. അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ഒരു IoT ഡിവൈസിലൂടെയാണ്. 3 മൊഡ്യൂൾസ് പറയുന്നത് അഡ്മിൻ,
യൂസർ ആൻഡ് ഓഫീസർ മൊഡ്യൂളാണ്. ഫസ്റ്റിൽ ആഡ്മിൻ ആണ് അതിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ളത്. ആഡ്മിന് ഓഫീസേഴ്സിനെ ആഡ് ചെയ്യാനും റോഡ് സേഫ്റ്റി റൂൾസ് ആൻഡ് ലേറ്റസ്റ്റ് ന്യൂസ് ഒക്കെ കൊടുക്കാനായിട്ടും ആഡ്മിന് പറ്റും. പിന്നെ യൂസറിന് നമ്മൾ കാണുന്ന പോത്ത് ഹോൾസ് എവിടെയുണ്ടെങ്കിലും ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്താൽ അത് യോളോ എന്ന് പറഞ്ഞ ഒരു അൽഗോരിതം ഉണ്ട്. അതിൽ പോത്ത് ഹോൾ ഡിറ്റക്ഷൻ ചെയ്തിട്ട് അതിനെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ. അത് നമ്മുടെ ഓഫീസേഴ്സിന്, അതായത് ആഡ്മിൻ ആഡ് ചെയ്ത ഓഫീസേഴ്സിന് കാണാനും അതിൽ കംപ്ലൈൻറ്റ് മനസ്സിലാക്കാനും അത് ഉടൻ തന്നെ സൊല്യൂഷൻ ഒരെണ്ണം കണ്ടുപിടിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പറ്റുന്നതായിരിക്കും. ഓഫീസേഴ്സിനെ വെരിഫൈ ചെയ്തിട്ട് കയറ്റുന്നത് ആഡ്മിൻ ആയിരിക്കും. പിന്നെ നമ്മുടെ വെഹിക്കിൾസിൽ ആണ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് IoT ഡിവൈസിൽ ഒരു യോളോ അൽഗോരിതം വേർഷൻ 7 ആണ് യൂസ് ചെയ്യുന്നത്. ഡീപ്പ് ലേണിംഗ് യൂസ് ചെയ്തിട്ട് അത് വെഹിക്കിളിൽ കണക്ട് ചെയ്തിട്ട് ഫ്രണ്ടിൽ ഡാഷ്ബോർഡിൻ്റെ അവിടെയാണ് ഇതിൽ കണക്ഷൻ വരുന്നത്. ഏതെങ്കിലും പോത്ത് ഹോൾ കണ്ടിട്ടുണ്ടെങ്കിൽ 50 മീറ്റർ അവേയിൽ അത് ഡിറ്റക്റ്റ് ചെയ്യാനും നമ്മുടെ കാർ ഡ്രൈവ് ചെയ്തിരിക്കുന്ന ഡ്രൈവറിന് ഒരു അലാം കൊടുക്കാനും അതിന് സാധിക്കും. പിന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവറിന് അതിൻ്റെ അലാം കേട്ട് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാനും ഇവിടെ ഒരു പോത്ത് ഹോൾ ഉണ്ടെന്ന് അറിയാനായിട്ടും സാധിക്കും. ഇതാണ് നമ്മുടെ പ്രൊജക്റ്റിൽ വരുന്നത്, ഒരു വെബ്സൈറ്റ് ആൻഡ് IoT ഡിവൈസ്. വെബ്സൈറ്റിൽ യൂസർ ആഡ്മിൻ ആൻഡ് ഓഫീസർ മൊഡ്യൂൾസ് ആണുള്ളത്. പിന്നെ ഒരു ഫ്യൂച്ചർ എൻഹാൻസ്മെൻ്റ് ആയിട്ട് ഞങ്ങൾ വിചാരിക്കുന്നത് ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റും കൂടിയാണ്. ഇതിൽ പോത്ത് ഹോൾ ഡിറ്റക്ഷൻ മാത്രമാണുള്ളത്. അതായത് നമ്മൾ ഡീപ്പ് ലേണിംഗ് യൂസ് ചെയ്തിട്ട് യോളോ എന്ന് പറഞ്ഞ ഒരു അൽഗോരിതത്തിൽ നമ്മൾ ട്രെയിൻ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിന് കൂടെ തന്നെ കുറച്ച് ട്രെയിനിങ് ഡാറ്റാ സെറ്റ് യൂസ് ചെയ്തിട്ട് വേസ്റ്റ് മാനേജ്മെൻറ്റും കൂടി നടത്താനായിട്ടാണ് ഫ്യൂച്ചറിൽ ഞങ്ങൾ ആലോചിക്കുന്നത്. പിന്നെ റോട്ടിൽ നമ്മൾ പൊലിഞ്ഞു പോകുന്ന ജീവിതങ്ങളുടെ കണക്ക് പറയുകയാണെങ്കിൽ 3625 ജീവിതങ്ങളാണ് ഈ പോത്ത് ഹോൾ കൊണ്ട് പൊലിഞ്ഞു പോയിരിക്കുന്നത്. അതിൽ തന്നെ 1481 മരണ റേറ്റാണ്. ഇനി ഒരു ജീവിതം കൂടി ഇതിൽ പൊലിഞ്ഞു പോകാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഹലോ. ഇപ്പോൾ ഈ പറഞ്ഞ പോലുള്ള ഒരു ഡിവൈസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്? ഫോറിൻ കൺട്രീസിലുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ റോഡ്സിനെ നോക്കുകയാണെങ്കിൽ കൊടുത്തിരിക്കുന്ന ഒരു 1500 ഡാറ്റാ സെറ്റാണ് കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ഒരു അൽഗോരിതത്തിൽ കൊടുത്തേക്കുന്നത്. പക്ഷെ അത് ഇന്ത്യൻ റോഡ്സിന് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് യോളോ ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പുതിയതായിട്ട് 1500 ഇമേജസ് വെച്ചിട്ട് ട്രെയിൻ ചെയ്തപ്പോൾ കൂടുതലായിട്ട് നമ്മുടെ ഇന്ത്യൻ റോഡ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് IoT ഡിവൈസിൽ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഈ ഒരു ഡിറ്റക്ട് ചെയ്യുന്ന ഈ ഒരു ഇൻസ്ട്രുമെന്റ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിൻ്റെ ഒരു കോസ്റ്റ് എന്തുമാത്രമാണ് നിങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്? നമ്മൾ വയേർഡായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ കോസ്റ്റ് വലിയ അധികം റേറ്റ് വരില്ല. കാരണം നമ്മളൊരു വൈഫൈ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് മൊഡ്യൂളായിട്ട് എടുക്കുകയാണെങ്കിൽ കോസ്റ്റ് റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ sir, we have a cost for IoT device maintenance, but if we are using Android phone and if any person can upload a video or photo of potholes directly to this website. That is cost-effective term for implementation. But I think the challenge which you were trying to mention is mostly about the IoT device practical sense to identify the holes in our cities, right? So why it is impractical or tough to make it happen here with the current application, which is already present well in the foreign cities? Why? You got my question, right? It's like, because you said it is popular in the Western countries or in any other countries, but not that popular in India because of the current limitation of the system, as it is not properly detecting the potholes here in India.
So why it is not happening and how exactly your device is going to solve that? We have to use in our nation itself, sir. It's very development may lead to it may lead to cost. So it needs cost. Okay, fine. Thank you. Thank you. Thank you. AI is the in thing today. In fact, tomorrow the deliberation by the celebrated author Chetan Bhagat will also be focused on a similar theme. AI ആസ്പദമാക്കിയിട്ടുള്ള ചർച്ചയായിരിക്കും നാളെ. Designing life in the era of AI will be the topic of deliberation tomorrow. So I thought I will add that. We have 2 more institutions to make the presentation. I believe we have St. Thomas and Christ College Iriyalakuda yet to take the podium. So we'll find out who's going to be next. So by default, we'll know who's going to be the last presenter. Maybe this time, like Sir suggested, I will give the honor to the presenters. We have St. Thomas and Christ College, right? Where is St. Thomas and Christ College? They raised their hands. They were very quick and swift. So I'll give to ma'am. Ma'am, why don't you pick? That's number 3. ഞങ്ങൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കി. So we have number 3 who will be taking the stage now. Number 3 is St. Thomas College. We have Dr. Rani Sebastian and Mr. John Tony, the student. Best wishes to you. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ റാണി സെബാസ്റ്റ്യൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെൻറ് തോമസ് കോളേജ്, തൃശ്ശൂർ. എൻ്റെ പേര് ജോൺ ടോണി. ഞാൻ സെൻറ് തോമസ് കോളേജിൽ 3rd ഇയർ BSc സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റുഡൻ്റ് ആണ്. ശാസ്ത്ര സാങ്കേതിക സാമൂഹിക മാനവിക സാംസ്കാരിക വിഷയ പഠനത്തിന് സഹായകരമായ സ്ഥാപനങ്ങളുള്ള നഗരമാണ് തൃശ്ശൂർ. തുടർ വിദ്യാഭ്യാസത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനുമായി രാജ്യം വിടുന്ന കുട്ടികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവ് സംഭവിക്കുന്നുണ്ട്. ഈ ട്രെൻഡ് തൃശ്ശൂരും നമുക്ക് ദൃശ്യമാണ്. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെയും എഞ്ചിനീയറിംഗ് കോളേജുകളിലെയും ഒഴിഞ്ഞു കിടക്കുന്ന സീറ്റുകൾ നമ്മോട് പറയുന്നത് നാമും നമ്മുടെ വിദ്യാഭ്യാസ രീതിയും കാലത്തിനൊത്ത് മാറണം എന്നത് തന്നെയാണ്. ഈ പ്രതിസന്ധി പരിഹരിക്കുവാൻ ഇമ്മീഡിയറ്റ്, ഷോർട്ട് ടേം, ലോങ് ടേം ആക്ഷനുകൾ ആവശ്യമാണ്. അവയിൽ ചിലത് ഞങ്ങളിവിടെ ചേർക്കുന്നു. വിവിധ മേഖലകളിൽ വിഷയങ്ങളിൽ പ്രാവീണ്യം നേടിയ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളുകളെ നമ്മുടെ സ്ഥാപനങ്ങളിൽ എത്തിക്കുവാനും ഒരു സെമസ്റ്ററിലെങ്കിലും അവരുടെ അറിവും വൈദഗ്ധ്യവും ഉപയോഗപ്പെടുത്തുവാനും കഴിഞ്ഞാൽ ഒരു പരിധിവരെ വിദേശത്ത് ഉന്നത വിദ്യാഭ്യാസത്തിനായി പോകുന്നവരുടെ സാധ്യതകളുടെ ഒരു അടുത്തെങ്കിലും എത്തുവാൻ ഇവിടെയുള്ള വിദേശ വിദ്യാഭ്യാസം സാധ്യമല്ലാത്ത സമൂഹത്തിന് സാധിക്കും. സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് റിസർച്ച് കൗൺസിൽ സ്കൂൾ അഥവാ സെർക്ക് സ്കൂൾ മാതൃകയിൽ ലോകപ്രശസ്ത ശാസ്ത്ര പ്രതിഭകളുമായി ഇൻട്രാക്ഷൻ നടത്തുവാനും ഒരു മാസമെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്ക് അവരോടൊപ്പം താമസിച്ച് അവരുമായി സംവദിക്കുവാനും സാധിച്ചാൽ പാഠ്യരംഗത്തും റിസർച്ചുകൾക്കും വൻ നേട്ടം കൈവരിക്കുവാൻ സാധിക്കും. ഈ മാതൃക നമ്മുടെ കേരളത്തിൽ തന്നെ നടന്നിട്ടുള്ളതാണ്. മഹിൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ AM മത്തായിയുടെ നേതൃത്വത്തിൽ സെൻറ്റർ ഫോർ മാത്തമാറ്റിക്കൽ സ്റ്റഡീസിൽ UN സ്പേസ് ഏജൻസിയിലെ ഡോക്ടർ ഹാൻസ് ഹോബോൾഡുമായും ഡോക്ടർ സക്സേനയും ഒക്കെയായി സംവദിക്കുവാൻ കുട്ടികൾക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അത് കേരളത്തിൻ്റെ റിസർച്ച് രംഗത്ത് വൻ കുതിപ്പുണ്ടാക്കിയതുമാണ്. ഇതേ മാതൃക ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് രംഗത്തും സ്വീകരിക്കാവുന്നതാണ്. പ്രശസ്ത സാഹിത്യകാരന്മാരുമായും നോബൽ സമ്മാന ജേതാക്കളുമായും സംവദിക്കാൻ സാധിക്കുന്നതും മൾട്ടി ഡിസിപ്ലിനറി ഇന്റർ ഡിസിപ്ലിനറി പബ്ലിക്കേഷൻ സാധ്യമാക്കുന്നതും വിദ്യാഭ്യാസ രംഗത്തിന് കൂടുതൽ ഉണർവേകും. വിജ്ഞാൻ സാഗറും മാത്തമാറ്റിക്കൽ സൊസൈറ്റിയും ഒക്കെ നടത്തുന്ന സമ്മർ സ്കൂളുകളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും അത്തരം പരിപാടികൾ കൂടുതൽ നടത്തുകയും ചെയ്യുന്നത്
കുട്ടികളിൽ കൂടുതൽ ഉണർവേകും. ബ്രിഡ്ജ് കോഴ്സുകൾ നടത്തുക, സ്കൂളും കോളേജുമായി കുട്ടികളെ കൂടുതൽ ബന്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളും കൂടുതൽ ഗൗരവകരമായി തന്നെ ചെയ്യേണ്ടതുണ്ട്. കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ് സാധ്യമാക്കണം. നാടക പ്രവർത്തകർ, ചരിത്രകാരന്മാർ, പ്രത്യേകിച്ച് ഫോക്ലോറുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിൻ്റെ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നവർ തുടങ്ങിയവരുടെ അറിവുകൾ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ഈ മാർഗം ചങ്ങനാശ്ശേരി SB കോളേജിൽ മലയാളം ഫോക്ലോർ ഡിപ്പാർട്ട്മെൻറ്റിൽ അവർ സ്വീകരിച്ചിട്ടുള്ളത് തന്നെയാണ്. വെർച്വൽ റിയാലിറ്റിയുടെയും ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെയും സാധ്യതകൾ കൂടുതൽ തേടുകയും ഗെയിമിഫൈഡ് ലേണിംഗ് ആപ്പ് മൊഡ്യൂളുകൾ രൂപീകരിക്കുകയും ചെയ്യുന്നത് പഠനം കൂടുതൽ എളുപ്പമാക്കാൻ സഹായിക്കുന്നു. മോർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ലൈഫ് ലോങ് ഡിജിറ്റൽ സ്കില്ലിംഗ് ഓഫ് യങ് പീപ്പിൾ. സൊസൈറ്റിയുടെ ലോക്കൽ നീഡ്സിനെയും നാഷണൽ നീഡ്സിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിലുള്ള സിലബസ് പരിഷ്കരണവും പുതിയ കോഴ്സുകളും തുടങ്ങേണ്ടത് ആവശ്യമാണ്. വിദ്യാഭ്യാസത്തിന് ശേഷം തൊഴിലോ ഉന്നത വിദ്യാഭ്യാസമോ സാധ്യമാകുന്ന വിധത്തിലുള്ള ക്വാളിറ്റി എഡ്യൂക്കേഷനാണ് നമ്മൾ കോളേജുകളിൽ നൽകേണ്ടത്. മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ എണ്ണം കൂട്ടുകയും പരസ്പര സ്ഥാപനങ്ങൾ തമ്മിൽ കൊളാബറേറ്റീവ് ലേണിംഗ് സാധ്യമാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ട്വിന്നിംഗ് പ്രോഗ്രാം. വിദേശത്തെ കോളേജും ഇവിടുത്തെ ഒരു കോളേജും തമ്മിൽ കൊളാബറേഷൻ, സ്റ്റുഡൻറ് എക്സ്ചേഞ്ച് എന്നിവ നടത്തുക വഴി കൂടുതൽ വികസന സാധ്യതകൾ ഉണ്ടാകുകയും കുട്ടികൾക്ക് കൂടുതൽ എക്സ്പോഷർസ് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്തതായി നമുക്ക് പരിഗണിക്കാവുന്ന ഒരു പോയിന്റാണ് മെന്റർ മെന്റി കോളേജ് എന്നതുപോലെ തന്നെ മെന്റർ മെന്റി സ്കൂൾസ് എന്നത്. ഓരോ കോളേജും മെന്റർ കോളേജായിട്ടും 1-2 സ്കൂളുകൾ മെന്റി സ്കൂളുകളായും പ്രവർത്തിച്ച് നോളജുകൾ കൈമാറാൻ സാധിക്കണം. കുടുംബശ്രീ ഒരു പ്രേരക ശക്തിയായി തീർന്നതുപോലെ റിട്ടയർഡ് സ്റ്റാഫിന്റെ സേവനത്തിന് ഒരു സംഘം രൂപവൽക്കരിച്ചാൽ ആശയപരമായും തൊഴിൽപരമായും സാമ്പത്തികമായും ഉന്നതിയിലെത്താൻ സാധിക്കും. നമ്മുടെ ക്യാമ്പസുകളെ സ്ട്രെസ് ഫ്രീ ക്യാമ്പസുകളാക്കാൻ നമുക്ക് സാധിക്കണം. മെന്റൽ ഡെവലപ്മെന്റിന് ആവശ്യമായ ക്ലാസുകളും പരിശീലനങ്ങളും കൗൺസിലിങ്ങും സ്കൂളുകളിലും കോളേജുകളിലും നൽകേണ്ടതുണ്ട്. നമുക്കറിയാം മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് നമ്മളുടെ കോളേജുകളിലും സ്കൂളുകളിലും മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് വഴി കുട്ടികളുടെ ഹെൽത്തിനെ കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെഡി ഫെസ്റ്റ്, എഞ്ചിനീയറിംഗ് ഫെസ്റ്റ്, കോളേജ് ഫെസ്റ്റ് തുടങ്ങിയവ സമൂഹത്തിന് തന്നെ പുത്തൻ ഉണർവേകുന്നു. തങ്ങളുടെ കുട്ടികൾ പഠിച്ച അവരുടെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഈ ഫെസ്റ്റുകളിൽ പ്രദർശിപ്പിക്കുകയും അത്തരത്തിൽ അത് മാതാപിതാക്കളിലേക്കും സമൂഹത്തിലേക്കും അതിൻ്റെ വ്യാപ്തി എത്തുകയും ചെയ്യുമ്പോൾ അവരെന്തു പഠിച്ചു എന്നുള്ള ഒരു ചിന്ത, അതിൻ്റെ ഒരു റീപ്രൊഡക്ഷൻ അവിടെ സാധ്യമാകുന്നു. അതുപോലെ തന്നെ നമ്മൾ പരിഗണിക്കേണ്ട ഒരു പോയിന്റാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നത്. അതിനും കൂടുതൽ പ്രാധാന്യം നമ്മൾ നൽകേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മളെല്ലാം ഇപ്പോഴും യുവജനങ്ങളെ കുറ്റപ്പെടുത്തിയിരുന്ന ഒരു കാലമുണ്ട്. എന്നാൽ കൊറോണ കാലത്തും പ്രളയകാലത്തും യുവജനങ്ങളുടെ പ്രവർത്തന മികവ് നമ്മൾ കണ്ടതാണ്. ആ യുവജനതയെ ഒരു യൂത്ത് വോളണ്ടിയേഴ്സ് ആയിട്ട് രൂപവൽക്കരിച്ച് കോർപ്പറേഷൻ പരിധിയിലെ യുവതയെ പങ്കെടുപ്പിച്ച് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, വേസ്റ്റ് മാനേജ്മെൻറ്റ്, ക്ലൈമറ്റ് ചേഞ്ച്, ഹെൽത്ത് അവയർനെസ് എന്നിവയിൽ പരിശീലനം നൽകുകയും അവരുടെ പ്രവർത്തനം കൂടുതൽ സമൂഹത്തിന് സാധ്യമാവുകയും ചെയ്യണം. ഇതോടൊപ്പം നമ്മൾ പറയുന്നുണ്ട്, ഇവിടെ നിന്ന് വിവിധ കാര്യങ്ങൾക്കായി കുട്ടികൾ രാജ്യം വിടുന്നു എന്ന്. എന്നാൽ ഈ രാജ്യം വിടുന്ന കുട്ടികളുടെ കാര്യത്തിലും നമുക്ക് ഒരു തീരുമാനമുണ്ടാകണം. അവർ പുറത്തു പോകുന്നത് പണത്തിന് വേണ്ടി മാത്രമാണോ, അതോ ജോലിയോടൊപ്പം പണവുമുണ്ടോ, അവരാശിച്ച ജോലി തന്നെയാണോ അവിടെ അവർക്ക് ലഭിക്കുന്നത് തുടങ്ങിയ, അതോ സ്റ്റഡി മാത്രമാണോ അവിടെ ഉള്ളത്, മാതാപിതാക്കളുടെ പൈസയ്ക്ക് അവർ മൂല്യം കൽപ്പിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി അടിസ്ഥാനപരമായ ഡേറ്റ ശേഖരണവും വിശകലനവും നടത്തേണ്ടത് അത്യാവശ്യം. അതുപോലെ തന്നെ സ്കൂളുകൾ, ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ, മാതാപിതാക്കൾ തുടങ്ങിയവർക്കായി കോളേജുകളിൽ ഓപ്പൺ ഡേകൾ സംഘടിപ്പിക്കാവുന്നതാണ്. ഓരോ കോളേജിൻ്റെയും ലാബ് ഫെസിലിറ്റീസും അല്ലെങ്കിൽ തുടർ പഠനത്തിന് ആ കുട്ടികൾ എങ്ങോട്ട് പോകണമെന്നുള്ള ഒരു ചിന്തയും പകർന്നു നൽകുവാൻ ഇതിനാൽ സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, തൃശ്ശൂർ അക്കാഡമികളുടെ കേന്ദ്രമാണ്. തൃശ്ശൂർ സാംസ്കാരിക തലസ്ഥാനമാണ്. എന്നാൽ
ഈ അക്കാഡമികളിൽ ഒരാൾ തൻ്റെ സാഹിത്യ പ്രതിഭ തെളിയിച്ചതിന് ശേഷം അക്കാഡമികളിൽ നമുക്ക് സ്വീകരണങ്ങൾ ഒരുക്കാറുണ്ട്. എന്നാൽ വളർന്നു വരുന്ന കുട്ടികളുടെ സാഹിത്യ അഭിരുചി വളർത്തുവാൻ തക്കവണ്ണം എന്ത് പ്രവർത്തനങ്ങളാണ് നമ്മുടെ തൃശ്ശൂരുള്ള അക്കാഡമികൾ നടത്തുന്നത് എന്ന് നാം കൂടുതൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അക്കാഡമികൾ സാഹിത്യ പ്രവർത്തനത്തിൻ്റെ വേദികളാവണം. യുവതയുടെ കഴിവും അവരുടെ ഊർജവും കണ്ടെത്തുവാനും അക്കാഡമികൾക്ക് സാധിക്കണം. പിന്നെ ഒരു ആശയം നമ്മുടെ തൃശ്ശൂരിൻ്റെ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ സാധിക്കുന്നത് ക്ലബിംഗ് ഓഫ് ക്ലബ്സ് എന്നതാണ്. പല കോളേജുകളിലും നമുക്ക് ഒറേറ്ററി ആൻഡ് ഡിബേറ്റ് ക്ലബ്, നാടക ക്ലബ് തുടങ്ങിയ ക്ലബ്ബുകളുണ്ട്. എന്നാൽ ഈ തൃശ്ശൂരിൻ്റെ ചുറ്റുവട്ടത്തുള്ള കോളേജുകളിലെ ഒരേ ആശയങ്ങളുള്ള കുട്ടികളെ കൂട്ടിച്ചേർത്ത് അവർ കൂടിച്ചേർത്ത് ഒരു ക്ലബ്ബ് രൂപീകരിക്കുവാണെങ്കിൽ എത്ര വലിയ മാറ്റങ്ങൾ ഈ നാട്ടിൽ ഉണ്ടാക്കുവാൻ, അല്ലെങ്കിൽ കൾച്ചറിന്, സൊസൈറ്റിക്ക് എത്ര വലിയ സേവനങ്ങൾ നൽകുവാൻ അവർക്ക് സാധിക്കും എന്നതും നാം ചിന്തിക്കേണ്ടതുണ്ട്. പിന്നീട് നമുക്കറിയാം, കില, പോലീസ് അക്കാഡമി തുടങ്ങിയ സ്ഥാപനങ്ങളിലൂടെ മാനവിക വിഷയങ്ങൾക്കും സെൽഫ് ഡിഫൻസിനും ആവശ്യമായ പരിശീലനം നൽകുവാനും ശ്രമിക്കേണ്ടതുണ്ട്. സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങൾക്ക് നാം കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ട കൂടുതൽ പരിശീലനങ്ങൾ പിങ്ക് പോലീസിൽ നിന്നും ലഭ്യമാക്കണം. ലഹരി ഉപയോഗത്തിൻ്റെ മോശം വശങ്ങളെക്കുറിച്ച് നമ്മളുടെ കുട്ടികളെ ബോധവാന്മാരാക്കണം. അതുപോലെ തന്നെ നമുക്കറിയാം, നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയിലൂടെ നാം അറിഞ്ഞു നമ്മുടെ കുട്ടികളിലെ പോഷകാഹാരക്കുറവ് എത്രയോ കൂടുതലാണെന്ന്. നമ്മളുടെ തൃശ്ശൂർ പട്ടണത്തിലെ റെയിൽവേ ചേരികളിലും BPL ആയിട്ടുള്ള കുട്ടികളുടെയും ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് ഉതകുന്ന വിധത്തിലുള്ള ഭക്ഷണമാണോ അവർ കഴിക്കുന്നത്, അവർക്ക് ആവശ്യമുള്ള കാൽസ്യം അല്ലെങ്കിൽ പ്രോട്ടീൻസ് അതിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ എന്ന അടിസ്ഥാനപരമായി നമ്മൾ ചെക്ക് ചെയ്യേണ്ടതില്ലേ? അങ്ങനെ കുട്ടികളിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ ആവശ്യമായ ഫുഡ് സപ്ലിമെൻറ്റ്സ് നൽകുവാനും നമുക്ക് സാധിക്കണം. ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ട് നടത്തേണ്ട ഒരു കാര്യമാണ് സ്റ്റുഡൻറ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറയുന്നത്. നമ്മുടെ കുട്ടികൾ നമ്മൾ കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിൽ തൃപ്തരാണോ എന്ന് അവരോട് തന്നെ ചോദിച്ച് മാറ്റങ്ങൾ വരുത്തുവാൻ ഓരോ സ്ഥാപനവും തയ്യാറാവണം. അതിന് സ്റ്റുഡൻറ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തേണ്ടത് അത്യാവശ്യമാണ്. നമുക്കറിയാം, നമ്മളോട് ഏറ്റവും ഇഴപഴകി ജീവിക്കുന്നവരാണ് അന്യ സംസ്ഥാന തൊഴിലാളികൾ. അവരും ഇപ്പോൾ നമ്മളുടെ തന്നെ ജീവിതത്തിൻ്റെ ഓരോ പാർട്ടായി തന്നെ തീർന്നിരിക്കുന്നു. ഇവിടെയുള്ള മൈഗ്രൻസിനോട് ഇടപഴകി ജീവിക്കുവാൻ തക്കവണ്ണമുള്ള ഓറിയൻറ്റേഷൻസ് നമുക്കും അവർക്കും നൽകേണ്ടതുണ്ട്. മൈഗ്രൻസിനെ പരിഗണിക്കുകയും അവർക്ക് നമ്മളുമായിട്ട് ഇടപഴകി ജീവിക്കുവാൻ തക്ക ഓറിയൻറ്റേഷൻസ് നൽകുകയും ചെയ്യണം. അതിന് മൊബൈൽ ലേണിംഗ് വാൻ പോലുള്ള സംവിധാനങ്ങൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി സ്റ്റുഡൻറ് പേഴ്സ്പെക്റ്റീവിൽ എങ്ങനെയാണ് തൃശ്ശൂരിൻ്റെ വികസനം എന്നത് നമ്മോട് സംസാരിക്കുവാനായി ശ്രീ ജോൺ ടോണിയെ ക്ഷണിക്കുന്നു. എഡ്യൂക്കേഷനിലും യൂത്തിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ മേഖലയിലും നേരിടുന്ന പ്രോബ്ലംസിനെ കുറിച്ച് ഒരു സ്റ്റഡി നടത്തണം എന്ന് ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യൻ പെർസ്പെക്റ്റീവിൽ ആലോചിക്കുമ്പോൾ ഞങ്ങൾ ആദ്യം മനസ്സിൽ കടന്നു വന്നത് ഒരു ചെറിയ സർവേ നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം ചെയ്തത് ഞങ്ങളുടെ കോളേജിലെ ഒരു 300ഓളം കുട്ടികളുടെ ഇടയിൽ ഈ ഒരു പ്രോബ്ലത്തെ, അതായത് എഡ്യൂക്കേഷനിലും യൂത്തിൻ്റെ ഡെവലപ്മെൻറ്റിലും തൃശ്ശൂരിൽ നമുക്ക് കൊണ്ടുവരാവുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള സൊല്യൂഷൻസ് കുട്ടികളുടെ എല്ലാവരുടെയും അഭിപ്രായം സ്വരുകൂട്ടിക്കൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൂടെ സൂചിപ്പിക്കുകയാണ്. അപ്പം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ കാണുന്ന ഒരു ഏറ്റവും വലിയൊരു ബലഹീനത എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് കോഴ്സസിൻ്റെയും അതുപോലെ തന്നെ വിദേശത്ത് ലഭിക്കുന്ന വലിയ വലിയ കോഴ്സുകൾ അല്ലെങ്കിൽ അവിടെ മാത്രം ലഭിക്കുന്ന ഉന്നത വിദ്യാഭ്യാസം നമ്മുടെ അവിടെ പലപ്പോഴും കിട്ടാതെ പോകുന്നു. ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസ്, സ്കിൽ ഓറിയൻറ്റഡ് കോഴ്സസ് ഒക്കെ പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതിൻ്റെ വലിയൊരു പ്രശ്നമാണ് പലപ്പോഴും കുട്ടികൾ നമ്മുടെ നാട് വിട്ട് വിദേശത്ത് പോകുന്നത്. അപ്പം നമ്മുടെ അവിടെ കൊണ്ടുവരാവുന്ന നിലവിലുള്ളതും എന്നാൽ അധികം ഉപയോഗിക്കപ്പെടാതെ പോകുന്ന ഒരു കാര്യമാണ് ASAP,
അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം. നമ്മുടെ ഗവൺമെൻറ് ഓഫ് കേരള ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഈ അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാംസ് ഒക്കെ നമ്മുടെ കറിക്കുലത്തിൻ്റെ ഭാഗമാക്കുകയാണെങ്കിൽ പലപ്പോഴും അത് പല കോളേജസും അല്ലെങ്കിൽ നമ്മുടെ സിലബസിൻ്റെ ഭാഗം ആവാതെ പോകുന്നൊരു കാര്യമാണ് ഇത്തരത്തിലുള്ള അസാപ്പ് പോലെ പ്രോഗ്രാംസ്. കുട്ടികൾക്ക് പഠനത്തോടൊപ്പം തന്നെ ഗവൺമെൻറ് ഓഫർ ചെയ്യുന്ന സൗജന്യമായ ഇത്തരത്തിലുള്ള സേവനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ കുറച്ചുകൂടി മെച്ചപ്പെട്ടതാക്കാൻ കഴിയുന്നതാണ്. അടുത്തതായി കുട്ടികളിൽ ഭൂരിഭാഗം ആൾക്കാരും പറഞ്ഞൊരു പോയിന്റാണ്, അതായത് കോളേജ് ടൈമിങ്ങിലുള്ളൊരു മാറ്റം വരുവാണെങ്കിൽ അത് നമ്മുടെ എഡ്യൂക്കേഷനെ വളരെയധികം എൻഹാൻസ് ചെയ്യും. അതായത് ഇപ്പോൾ പരമ്പരാഗതമായി ഫോളോ ചെയ്തു വരുന്ന ശൈലി എന്ന് പറയുന്നത് കാലത്ത് 9 മണി മുതൽ 4 മണി വരെ കോളേജ് നടത്തുന്ന ഒരു ശൈലിയാണ്. എന്നാൽ സ്കൂൾ ലെവലിലൊക്കെ ഒരുപക്ഷെ ഇത് വളരെ മനോഹരമായി നടക്കുമെങ്കിലും ഒരു കോളേജ് തലത്തിൽ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി തലത്തിലൊക്കെ എത്തുമ്പോൾ പഠനം എന്നത് പഠനത്തിൽ മാത്രം ഒതുങ്ങാതെ അവരൊരു ജോലിയിലേക്ക് എക്യുപ്ഡ് ആക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ കോളേജ് ലെവൽ അല്ലെങ്കിൽ വീണ്ടും ഉന്നത വിദ്യാഭ്യാസത്തിലൊക്കെ വീണ്ടും ഈ 9 മണി മുതൽ 4 മണി വരെയുള്ളൊരു സമയക്രമം പാലിക്കുമ്പോൾ കുട്ടികൾ പുസ്തകങ്ങളിലേക്ക് മാത്രം ഒതുങ്ങുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. അതുകൊണ്ട് ഒരു പക്ഷേ 9 മണി മുതൽ 1 മണി വരെ കുട്ടികൾക്ക് പഠന വിഷയങ്ങളും അതിനുശേഷം കോളേജുകളിൽ അവർക്ക് സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാനും അല്ലെങ്കിൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഓറിയൻറ്റേഷൻ പ്രോഗ്രാംസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അവർ പഠിക്കുന്ന വിഷയത്തോടൊപ്പം തന്നെ അതിന് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള വർക്ക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സ്കിൽ അവർക്ക് കോളേജിൽ തന്നെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു അവസരമായിരിക്കും. സോ ഇത് 2 രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഒന്ന് 1 മണി വരെ കോളേജ് ടൈം അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ടൈം വെച്ചതിന് ശേഷം അതിനുശേഷം അവർക്ക് വീടുകളിൽ പോയിട്ട് പഠിക്കാനുള്ള അവസരം ഒരുക്കാം. അതായത് ഓൺലൈനായിട്ട് സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സസ് നടത്താം. അല്ലെങ്കിൽ കോളേജിൽ തന്നെ 1 മണിക്ക് ശേഷം ഇത്തരത്തിൽ അവർ പഠിക്കുന്ന വിഷയത്തിനോട് ബന്ധപ്പെട്ട ജോലി സാധ്യതകൾ എന്താണെന്നും അതിനുവേണ്ട സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള അവസരം ഒരുക്കാം. ഒരു ഹൈബ്രിഡ് ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഓഫ്ലൈൻ ലേണിംഗ് ഉള്ള സമയത്ത് ഓഫ്ലൈൻ മാത്രമാക്കാതെ കാലത്ത് നേരങ്ങളിൽ ഉച്ചവരെ ഓഫ്ലൈൻ ലേണിങ്ങും അതിനുശേഷം വീടുകളിലെത്തി അവർക്ക് സ്കിൽസ് നേടാൻ വേണ്ടി ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമും കൂടി കൂട്ടിച്ചേർത്ത് ഒരു ഹൈബ്രിഡ് ലേണിംഗ് പ്ലാറ്റ്ഫോം വരാണെങ്കിൽ അത് കുട്ടികളുടെ വിദ്യാഭ്യാസ മേഖലയും ഭാവിയിലുള്ള അവരുടെ തൊഴിൽ സാധ്യതകളെയും കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ് ഓഫർ ചെയ്യുന്ന മറ്റ് സൗജന്യ കോഴ്സുകളാണ് ഈ NPTEL-ഉം അതുപോലെ തന്നെ സ്വയം പ്ലാറ്റ്ഫോംസും. അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രമുഖമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ഐസർ ഒക്കെ നൽകുന്ന ഒത്തിരി സൗജന്യ കോഴ്സസിനെ കുറിച്ച് നമ്മുടെ വിദ്യാർത്ഥികൾ അജ്ഞരാണ്. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ കറിക്കുലത്തിൽ ഇത്തരം കോഴ്സുകൾ ഒരു ക്രെഡിറ്റ് ഓറിയൻറ്റഡ് ആക്കുകയാണെങ്കിൽ, അതായത് 5 വിഷയം 6 വിഷയം ഒരു സെമിസ്റ്ററിൽ പഠിക്കാതെ അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫർ ചെയ്യുന്ന അതായത് NPTEL-ഉം സ്വയം പ്ലാറ്റ്ഫോംസ് വഴി ഓഫർ ചെയ്യുന്ന കോഴ്സസ് ക്രെഡിറ്റ് ഓറിയൻറ്റഡ് ആക്കുക. അതായത് ഇത്തരം കോഴ്സസ് പഠിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ അക്കാഡമിക് സക്സസിൻ്റെ ഒപ്പം തന്നെ അവരുടെ ഗ്രേഡായിട്ട് കയറും ചെയ്യും. അതോടൊപ്പം തന്നെ ഇത്തരം പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൂടെ ഒരു പക്ഷേ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രം ലഭിക്കുന്ന IIT ഐസർ പോലുള്ള അവസരങ്ങൾ നമ്മുടെ കുട്ടികൾക്കും അത് ലഭ്യമാകുന്നതാണ്. അതുപോലെ തന്നെ വരുന്നൊരു മറ്റൊരു കാര്യമാണ് ബസ്സിലെ കാര്യം. അതായത് ഞാനൊക്കെ കാലത്ത് നേരങ്ങളിൽ ബസ്സിൽ അള്ളി പിടിച്ചിട്ടാണ് കോളേജിലേക്ക് വരാറ്. അതായത് ചില റൂട്ടുകളിൽ ഭയങ്കര തിരക്ക് കാണും, എന്നാൽ ചില സ്ഥലങ്ങളിൽ അത്തരം തിരക്ക് കണ്ടുവെന്ന് വരില്ല. അപ്പോൾ ഈ മോർണിംഗ് ടൈമിൽ, അതായത് യൂഷ്വൽ സ്കൂൾ ഡേയ്സിലാണെങ്കിൽ ഒരു 8 to 10 ടൈമിലായിരിക്കും ഭൂരിഭാഗം കുട്ടികളും സ്കൂളിലേക്ക് പോകുക. അപ്പോൾ കഴിയുകയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ ആ ഒരു ടൈമിങ്ങിൽ സ്റ്റുഡൻസിന് മാത്രം ഓടുന്ന ഗവൺമെൻറ് എയ്ഡഡ് ആയിട്ടൊരു ബസ് വെക്കുകയാണെങ്കിൽ ആ ഒരു ബസ്സിൽ സ്കൂൾ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ കോളേജ് സ്റ്റുഡൻസിന് മാത്രം ആക്സസ് ചെയ്ത് പോകാവുന്നൊരു സൗകര്യം ഒരുക്കുകയാണെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്ക് വലിയ ആശ്വാസമായിട്ട് പഠിക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂരിലുള്ള ഒരു വിദ്യാർത്ഥി കോർണർ എന്ന് പറഞ്ഞൊരു കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ ചിലരും കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് പബ്ലിക് ലൈബ്രറീസ് ഉണ്ട്, പബ്ലിക് പാർക്സ് ഉണ്ട്. പക്ഷെ അതുപോലെ തന്നെ ചിലപ്പോൾ കുട്ടികൾക്ക് വീടുകളിൽ പഠിക്കാൻ അല്ലെങ്കിൽ ഒരു സ്വസ്ഥമായ സമാധാനമായ അന്തരീക്ഷം ഇല്ലെങ്കിൽ അവർക്ക് പഠിക്കാനും അവർക്ക് വളരാനൊക്കെ സമാധാനമായി സ്വസ്ഥമായി പഠിക്കാവുന്ന വിദ്യാർത്ഥി കോർണറുകൾ നമ്മുടെ പ്രദേശത്ത് തൃശ്ശൂരിലുണ്ട്. അത്തരം കാര്യങ്ങൾ ഒന്നുകൂടി പ്രോത്സാഹിപ്പിക്കാനും അത്തരം കാര്യങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ കൂടുതൽ നമുക്ക് നല്ലതാക്കി കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കുള്ള NCC NSS പോലുള്ള പ്രോഗ്രാംസ് ഒരു NCCയുടെ NSSന്റെ ഒരു സർട്ടിഫിക്കറ്റ് മാത്രം ആകാതെ
അത് സ്കൂൾ ലെവലിൽ തന്നെ കമ്മ്യൂണിറ്റി സർവീസസ് അല്ലെങ്കിൽ NCC NSS പോലുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവരുടെ യൂത്ത് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ വളർന്നു വരുന്ന അവരുടെ മാനവികതയെ നമുക്ക് ഒത്തിരിയേറെ എൻഹാൻസ് ചെയ്യാൻ കഴിയും. അതായത് NCCയിലോ NSSലോ ചേർന്നുകൊണ്ട് മാത്രം നേടുന്ന കാര്യങ്ങളല്ല, നേരെ മറിച്ച് അവർ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ മാനവികത അല്ലെങ്കിൽ ഹ്യൂമാനിറ്റി എന്താണെന്ന് അറിയാനും മനുഷ്യത്വമുള്ള കുട്ടികളായി വളർത്താൻ വേണ്ടി അത്തരം കാര്യങ്ങൾ സ്കൂൾ ലെവലിൽ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസം എന്നത് പലപ്പോഴും ഞാനൊക്കെ 14 വർഷം CBSE സ്കൂളിൽ പഠിച്ചതാണ്. അപ്പോൾ പലപ്പോഴും പുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങി പോകുന്ന എല്ലാ സ്കൂളുകളിൽ ഞാൻ ഇതാക്കി പറയല്ല, പലപ്പോഴും പഠിക്കുക എന്നത് മാത്രം പ്രയോറിറ്റിയായി കാണുന്ന ഒരു കൾച്ചർ വളർന്നു വരുന്നുണ്ട്. കുട്ടികളുടെ അഭിരുചി മനസ്സിലാക്കി ആർട്സിൽ അല്ലെങ്കിൽ ആർട്സ്, സ്പോർട്സ് അല്ലെങ്കിൽ സ്പോർട്സ്, അല്ലെങ്കിൽ പഠിക്കുന്നവരാണെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങളിൽ അവർ തിരിച്ചറിഞ്ഞ് അത്തരത്തിലുള്ള കാര്യങ്ങൾ എൻഹാൻസ് ചെയ്തുകൊണ്ട് നമ്മുടെ പഠന മേഖലയെ ഒന്നും കൂടി രൂപീകരിക്കുകയാണെങ്കിൽ അത് വളരെയധികം സഹായകരമാകും. സ്പോർട്സ് ഓറിയൻറ്റഡായിട്ടുള്ള കുട്ടികളെ ഒത്തിരി തിയറി പഠിപ്പിച്ച് ഒരു ഡിഗ്രിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പഠിക്കാവുന്നതിലുപരി സ്പോർട്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് അത്തരം രീതിയിലുള്ള കോച്ചിങ് നൽകി അവരെ അതിൽ പ്രാവീണ്യമുള്ളവരാക്കാൻ കഴിയുകയാണെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ രീതിയെ കുറച്ചുകൂടി പരിഷ്കരിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ക്ലബ്സ്, ED ക്ലബ്സ് പോലുള്ള ക്ലബ്സ് ആയിട്ട് ടൈപ്പ് നടത്തി കുട്ടികൾ അവർക്ക് ഒരു തൊഴിൽ പോലെ അവർ ചെയ്തിട്ട് അവരുണ്ടാക്കുന്ന പ്രോഡക്റ്റ്സ് ഒക്കെ കൊടുക്കാനും അതിലൂടെ അവർക്ക് കുഞ്ഞ് ഏർണിങ്സ് ഒക്കെ നേടാൻ കഴിയുകയാണെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയാണെങ്കിൽ ED ക്ലബ്സ് ഒക്കെ കൂടി ചേർന്ന് കോളേജുകളിൽ സഹകരിച്ച് കുട്ടികൾക്ക് അവരുണ്ടാക്കുന്ന സാധനങ്ങൾ വിൽക്കാനും അതിലൂടെ അവർക്കൊരു പോക്കറ്റ് മണിയും നേടാനുള്ള ഒരു അവസരമൊക്കെ ഒരുക്കി കഴിഞ്ഞാൽ അതും വലിയ വളർച്ചയ്ക്ക് സഹായകമാകും. അതുപോലെ തന്നെ സാംസ്കാരിക ആഘോഷങ്ങൾ നഗരങ്ങളിൽ മാത്രം ഒതുങ്ങാതെ അത് നമ്മുടെ ഗ്രാമങ്ങളിലേക്കും വരാനും, അതായത് കലോത്സവങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വലിയ വലിയ സ്കൂളുകളിൽ മാത്രം ഒതുങ്ങാതെ അത് നമ്മുടെ ഗ്രാമങ്ങളിലും നാട്ടിൻപുറത്തുള്ള സ്കൂളുകളിലും വരുന്നതോടെ അതും വളരെയധികം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ മികച്ചതാക്കാൻ കഴിയും. അതുപോലെ തന്നെ സിവിൽ സർവീസ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ നമുക്കറിയാം ട്രിവാൻഡ്രത്ത് മാത്രം കാണുന്നതാണ്. സിവിൽ സർവീസ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ നമുക്കിപ്പോൾ ട്രിവാൻഡ്രത്ത് മാത്രമാണ് അവൈലബിൾ. സോ IAS ആസ്പിറൻസ് ഒക്കെ പുറത്തു പോയി പഠിക്കുന്ന ഒരു അവസരം മാത്രം ആകാതെ അത് നമ്മുടെ നാടുകളിലും ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ കൊണ്ടുവരാണെങ്കിൽ അതും നമ്മുടെ പഠന മേഖലയെ നമുക്ക് സ്വാധീനിക്കാൻ കഴിയും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ കൺക്ലൂഷനിലേക്ക് ഞാൻ ഡോക്ടർ നാണിമിസിനെ. നമുക്കറിയാം ഗ്രാമസഭ പോലെ തന്നെ യൂത്ത് സഭകൾ ഇവിടെ ഉണ്ടാകണം. നമ്മുടെ തൃശ്ശൂർ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ തുണി വ്യവസായത്തെയും ഗോൾഡ് വ്യവസായത്തെയുമാണ്. അത്തരം വ്യവസായങ്ങളെയും കൂടി നമ്മുടെ കുട്ടികളുടെ ഇടയിൽ പഠനത്തിന് വേണ്ടി ഉപകരിക്കാനും സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നേടുവാനും അതോടൊപ്പം ഹ്യൂമൻ ഡെവലപ്മെന്റ്. നമ്മൾ എത്രയൊക്കെ വികസനത്തിനെ കുറിച്ച് സംസാരിച്ചാലും ഡെവലപ്മെന്റിനെ കുറിച്ച് സംസാരിച്ചാലും നമ്മുടെ അടിത്തറ എന്ന് പറഞ്ഞാൽ പരിസ്ഥിതിയാണ്. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് അതിനെക്കുറിച്ച് യാഥാർത്ഥ്യത്തിൽ ഊന്നിക്കൊണ്ടുള്ള വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അവർ ഒരുപാട് കഷ്ടപ്പെടും. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് സമൂഹം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പോളറൈസ്ഡ് ആണ്. കൃത്യമായിട്ട് 2 സ്റ്റാൻഡുള്ള ആൾക്കാരെ ഇന്ന് കാണാൻ സാധിക്കും. ഒരു മരം പോലും മുറിക്കാൻ പാടില്ല എന്ന് വാശി പിടിക്കുന്ന ആൾക്കാരുണ്ട് ഒരു വശത്ത്, മറുവശത്ത് എല്ലാ മരങ്ങളും മുറിക്കുന്നു പറയുന്ന ആൾക്കാരും ഉണ്ട്. ഇപ്പോൾ ഒരു കുട്ടി ശരിക്കും സ്കൂളിലാണെങ്കിലും കോളേജിലാണെന്നുണ്ടെങ്കിലും മരങ്ങൾ വെക്കുക, അതാണല്ലോ നമ്മൾ പരിസ്ഥിതി ക്ലബ്ബുകൾ എല്ലാ കോളേജുകളിലും സ്കൂളുകളിലും ക്ലബ്ബുകൾക്ക് യാതൊരു ക്ഷാമവുമില്ല. എല്ലാവരും പരിസ്ഥിതി ദിനത്തിനും അല്ലാതെയും മരങ്ങൾ വെച്ച് പിടിപ്പിക്കലൊക്കെ ഉണ്ട്. പക്ഷെ ഇതേ കുട്ടിയെ കൊണ്ട് നിങ്ങൾ ഇന്ന് കേരളത്തിൽ നമ്മൾ മലമ്പ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും ഇടുക്കിയിലോ വയനാടോ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പല പോസ്റ്ററുകളും വയ്ക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചയാണ് ശരിക്കും പരിസ്ഥിതി ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ കൃത്യമായിട്ടുള്ള ഒരു അവബോധം അവർക്ക് കൊടുക്കണം. ഒപ്പം തന്നെ ഒരു എന്റർപ്രണർഷിപ്പ് ഐഡിയ ശരിക്കും നമുക്ക് ഓരോ യൂണിറ്റ്സിലും സ്കൂളുകളിലാണെങ്കിലും കോളേജിലാണെങ്കിലും നമുക്ക് തുടരാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കോളേജിൽ ആലോചിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേപ്പർ റീസൈക്ലിംഗ് യൂണിറ്റ് അത് ശരിക്കും സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഇതിലാണ് നമ്മുടെ കോളേജ് നടക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നോക്കിയിരുന്നത് നമ്മുടെ തണ്ണീർത്തടങ്ങളിലെ ഒരു പ്രധാന പ്രശ്നം അവിടുത്തെ അധിനിവേശ സസ്യങ്ങളാണ്. അവിടെ ഇൻവേസീവ് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തനതായിട്ടുള്ളതല്ലാത്ത ഇവിടെ നമ്മുടെ നാട്ടിൽ കാണപ്പെടാത്ത സസ്യങ്ങൾ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കുളവാഴ, വാട്ടർ ഹാസിൻഡ് എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രശ്നമാണ്. കാരണം അത് അവിടുത്തെ അതിൻ്റെ പരിസരത്തുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിച്ചാലോ അവിടെ ഇടപെടുന്ന ആൾക്കാർ കർഷകരോട് ചോദിച്ചാലോ നമുക്കറിയാം പമ്പ് ചെയ്യാൻ സമയത്ത് ഇത് പലപ്പോഴും പ്രശ്നമാണ്. അവരുടെ പമ്പുകൾ നാശാവുന്നു, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ വെള്ളം പമ്പ് ചെയ്ത് കളയാൻ പറ്റുന്നില്ല, ആ ഒരു പ്രശ്നം. മത്സ്യബന്ധനത്തിന് ചെറിയ നൗകകളിൽ പോയി മീൻ പിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് നാവിഗേഷന് വലിയ പ്രശ്നം. അപ്പോൾ ഇതൊരു വലിയൊരു പ്രശ്നമായി നിൽക്കെ തന്നെ ഇതൊരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. അപ്പോൾ ഈ പറയാൻ പോകുന്ന ഐഡിയ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ ഒന്നല്ല. കാരണം ഈ കുളവാഴ എന്ന് പറയുന്നത് സൗത്ത് അമേരിക്കൻ ഒറിജിനാണ് ഇതിനുള്ളത്. അപ്പോൾ മിക്ക ഏഷ്യൻ രാജ്യങ്ങളിലും ഇതൊരു അധിനിവേശ സസ്യമായിട്ട് ഒരു പ്രശ്നമായിട്ട് തന്നെയുണ്ട്. അപ്പോൾ മിക്ക രാജ്യങ്ങളിലും ശ്രമിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് പേപ്പർ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ്. അപ്പോൾ പേപ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് മാത്രമല്ല ഒരു കോമ്പണൻ്റ് ആണ് ശരിക്കും ഈ പറഞ്ഞ വാട്ടർ ഹാസിൻഡ്. അതിനെ പല രീതിയിലും നമ്മുടെ പഞ്ചായത്തുകളും ലോക്കൽ ബോഡീസ് എല്ലാം കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. JCB വെച്ച് വരെ
കോരിക്കളയാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും സക്സസ്ഫുൾ അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിലൂടെയാണ് അത് പടരുന്നത്. നമുക്ക് അതിന് പൂവൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ, നല്ല വയലറ്റ് കളറിൽ. പക്ഷെ പൂവും വിത്തും മാത്രമല്ല, അതിന് ശരിക്കും വെജിറ്റേറ്റീവ് ആയിട്ടും പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. ഒരു കുളത്തിൽ ഒരു ചെറിയൊരു കഷ്ണം കുളവാഴ ഇന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത മാസം ചെന്ന് നോക്കുമ്പോൾ അത് ആ കുളം മൊത്തം മൂടിയിട്ടുണ്ടാവും. അതാണ് അവസ്ഥ. അപ്പോൾ നമുക്കത് കൺട്രോൾ ചെയ്യാനേ പറ്റുള്ളൂ എന്നുള്ളത് ഒരു വാസ്തവമാണ്. അപ്പോൾ ആ തിരിച്ചറിവോട് കൂടി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അത് ഹാർവെസ്റ്റ് ചെയ്യാം. അത് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ലീവ്സും റൂട്ട്സും കട്ട് ചെയ്ത് മാന്യൂറായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഷൂട്ടിൽ നിന്ന് നമുക്ക് പേപ്പർ പൾപ്പ് എടുക്കാൻ പറ്റും. അതെങ്ങനെ? അതിന് വേണ്ട റോ മെറ്റീരിയൽ ഒന്ന് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഷൂട്ട്സ് ആണ്. അത് കൂടാതെ നമ്മൾ റീസൈക്കിൾ ചെയ്ത പേപ്പർ, അപ്പോൾ അതും നമുക്ക് ഇതിന് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഒരു പ്രോട്ടോടൈപ്പ് ലെവലിൽ നമ്മൾ ട്രൈ ചെയ്താണ്. ശരിക്കും അത് ഉപയോഗിച്ച് നമുക്ക് പാഡുകൾ ഉപയോഗിക്കാം. എഴുതാൻ പറ്റാവുന്ന രീതിയിലുള്ള നമുക്ക് പേപ്പറുകൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കാർഡ്ബോർഡ് ബോക്സുകൾ നമുക്ക് പിന്നെ അതേപോലെ തന്നെ പേപ്പർ പാഡുകൾ, ലെറ്റർ പാഡുകൾ, അങ്ങനെ പല സാധനങ്ങളും നമുക്ക് ഇതിൽ നിന്ന് നിർമ്മിക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കൂൾ അല്ലെങ്കിൽ കോളേജിൽ ഇത്തരം യൂണിറ്റുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനൊരു ഇൻവെസ്റ്റ്മെൻറ്റ് 3 to 5 lakhs ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് ഏതെങ്കിലും രീതിയിൽ സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് NGOസിൻ്റെ സഹായത്തോടു കൂടി ഒരു സ്കൂളിലോ കോളേജിലോ അത് തുടങ്ങിക്കഴിഞ്ഞാൽ അതാണ് യഥാർത്ഥത്തിലുള്ള ഒരു പരിസ്ഥിതി വിദ്യാഭ്യാസം അവിടെ നടക്കുകയും ചെയ്യും. ഈ കുട്ടികളെ കൊണ്ട് നമ്മൾ ഒരു അടുത്തുള്ള തണ്ണീർത്തടത്തിൽ പോയി ആ വാട്ടർ ഹാസിൽ നിന്ന് കളക്ട് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന് അത് പ്രോസസ്സ് ചെയ്ത് ഒരു മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ യാതൊരു വിധ പാരിസ്ഥിതിക മലിനീകരണവും ഇല്ലാതെ നമുക്ക് ഓടിക്കാൻ പറ്റുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിന് വേണമെങ്കിൽ എന്താ പറയുക, നമുക്ക് വേറെ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാതെ തന്നെയാണ്. അപ്പോൾ ഇതൊരു ഗ്രീൻ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാനും പറ്റും. ആ ഒരു എൻ്റർപ്രണർഷിപ്പ് സാധ്യതയെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാനായിട്ട് ഞാൻ ഡോക്ടർ സുബിൻ കെ ജോസിനെ ക്ഷണിക്കുന്നുണ്ട്. നമുക്ക് പേപ്പർ റീസൈക്ലിങ്ങിലൂടെ അല്ലെങ്കിൽ വാട്ടർ ഹയാസിന്തിനെ നമുക്ക് പല പ്രൊഡക്റ്റായിട്ട് നമുക്ക് മാറ്റാവുന്നതാണ്. ഇപ്പം നമ്മുടെ നാട്ടിലുള്ള കാർഡ്ബോർഡ്, കൊമേഴ്സ് സ്ഥാപനങ്ങളെല്ലാം നടത്തുന്ന കവറിങ്, അതൊക്കെ നമ്മുടെ പേപ്പർ റീസൈക്കിൾ അല്ലെങ്കിൽ ഹയാസിന്ത് വെച്ച് അത് നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പുതിയതായിട്ട് വന്നു കഴിയുമ്പം സ്കിൽ ഡെവലപ്മെൻറ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. സ്കിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതേപോലെ നമ്മുടെ ഏൺ ബൈ ലേൺ പ്രോഗ്രാം എന്നൊരു പ്രോഗ്രാം നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും ഇപ്പം പല കോളേജുകളിൽ നിന്നും ആൾക്കാർ പറയുന്നു നമ്മുടെ വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു. പ്രധാനമായിട്ടും അവർ പഠിക്കാനല്ല പോകുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ പഠനത്തോടൊപ്പം നമുക്ക് ജോലി കിട്ടും അല്ലെങ്കിൽ ഏൺ ചെയ്യാൻ പറ്റും. അത് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കോളേജുകളിൽ പഠനത്തോടൊപ്പം ഒരു എമൗണ്ട് നമുക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ യുവജനങ്ങൾ വിദ്യാഭ്യാസം പഠിക്കുകയും ചെയ്യും. കൂടാതെ അവർക്ക് പുറത്തേക്ക് പോകാനുള്ള ടെൻഡൻസി കുറയും, അവർക്ക് പൈസ കിട്ടുകയും സമ്പാദിക്കാനുള്ള ഒരു ആഗ്രഹം വരും. അത് പലതരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഇതിൽ നിന്ന് ചെയ്യാൻ പറ്റും. ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ പേപ്പർ കപ്പിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ റീസൈക്കിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിക്കാം. അത് വേസ്റ്റ് മാനേജ്മെൻറ്റ് ആസ്പെക്റ്റിലും റീസൈക്ലിംഗ് ആസ്പെക്റ്റിലും ഒക്കെ നമുക്ക് വളരെ ഗുണം ചെയ്യും. എല്ലാ കോളേജുകളിലും അല്ലെങ്കിൽ യുവജനങ്ങൾ ഉള്ള സ്ഥലങ്ങളിൽ ഇപ്പം യുവജനങ്ങളാണെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഒരു ജംഗ്ഷനിൽ കൂട്ടുചേർന്ന് വർത്താനം പറയുകയും അവരെ സമയം കളയുകയും ജോലി ഇല്ലാതിരിക്കുകയും ഒരു കൂട്ടം യുവജനങ്ങൾ സംഘടിക്കുകയും ഈ തൃശ്ശൂർ ജില്ലയുടെ പല സ്ഥലങ്ങളിലും പ്രധാനമായിട്ടും ഈ വാട്ടർ ഹയാസിന്ത് ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ പേപ്പർ വേസ്റ്റ് നമുക്ക് വളരെ ചീപ്പായിട്ട് കിട്ടുന്നത് കൊണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് പേപ്പർ കപ്പ്, പാക്കേജിങ് ചെയ്യുന്നുള്ള സാധനങ്ങൾ, പേപ്പർ പ്ലേറ്റ്, പേന, അങ്ങനെയുള്ള പലവിധ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. കൂടാതെ സീഡ് പെൻ, സീഡ് കപ്പ്, ഇപ്പം ഓരോ ഹോട്ടലുകളിൽ അല്ലെങ്കിൽ നമ്മളിപ്പം ചായ കുടിച്ചു അത് സ്റ്റീലിലാണ്, അതിന് പകരം സീഡ് അടിയിലുള്ള ഒരു കപ്പാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റീസൈക്കിൾ മെറ്റീരിയലും ഉണ്ടാകും. അത് അവിടെ തന്നെ ഓട്ടോമാറ്റിക്കലി ജെർമിനേറ്റ് ചെയ്ത് ഒരു മരോ ഒരു ചെടിയോ പയറോ ഒക്കെ ആയിട്ട് നമുക്ക് മാറ്റാൻ കഴിയും. കൂടാതെ അതിൻ്റെ അകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ കോസ്റ്റ് എഫക്റ്റീവാണ്. ഒരു പോസിറ്റീവായിട്ടുള്ള സംരംഭത്വം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കഴിയും. കോളേജുകളിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇതേപോലെ ഒരു ഏണിങ്ങിനുള്ളൊരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ വിദേശ രാജ്യങ്ങളിൽ പോകുന്നത് കുറയും. യുവജനങ്ങളാണെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനും ഇപ്പോൾ ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കുന്നതിന് പകരം ഇതിൻ്റെ സോഫ്റ്റ് ആയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ വളരെ ഗുണകരമായ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പേപ്പർ ഓരോ കോളേജുകളിലും അല്ലെങ്കിൽ ഓരോ സ്കൂളുകളിലും പഠനത്തോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് ഇതേപോലെ പേപ്പർ റീസൈക്ലിംഗ് ഈ വേസ്റ്റിൽ നിന്നുള്ള പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഏണിങ് കൂടാതെ അവർക്ക് മറ്റു കാര്യങ്ങൾക്കുള്ള പുറത്തേക്ക് പോകാനുള്ള ഒരു പ്രവണത പറയും. ഇവിടെ ജോലി ഇല്ലാത്തത് കൊണ്ടാണ് പ്രധാനമായിട്ടും പുറത്തേക്ക് പോകുന്നത്. ആ ജോലി അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഓരോ പേപ്പറിനും പേപ്പർ പ്ലേറ്റിനും പാക്കേജിനും ഒന്നും ഒരു കാലത്തും ക്ഷാമം ഉണ്ടാവാതിരിക്കുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റും സെയിലാവുമെന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങളെ ഈ പ്രോഗ്രാമിലേക്ക് വിളിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. Thank you.
We'll give a minute to our judges and then we'll be back. The man behind the mission is right here. When the tabulation is going on, why don't we listen to the inimitable Professor Dr. C.V. Krishnan himself, whose relentless pursuit for knowledge is enviable. We welcome Professor Dr. C.V. Krishnan to take the lectern and address the gathering here. Welcome, sir. Good morning, ladies and gentlemen. It's a pleasure to be here. It is still morning. I think my watch is a little slow, but I think it is afternoon or good noon. I am so happy you're all here. I have an advice to the professor or the principal or the student in the college. I had promised lunch. You should have come with at least 100 students. Because I was planning to give you a plan for the 100 students. There is no free lunch. You should have kept aside that money for investment for the programs you presented here. So 100 students lost the lunch and you lost the money. So next time, wherever you are invited, please bring as many students and professors to wherever you are going. That's the way to know, because right now you came with maybe another student, I don't know. Did anyone come with another student? I know one or two people came with another professors. This is a learning opportunity to get involved. You should get involved in whatever program you are doing and take them with you. At least they should have had before you go, at least see the facility just for Naam ke vaste in Hindi, at least see it and see what you can do. How many of you have met before these 7 colleges before? Have you ever met together? No. That is the whole idea. You bring them together, you have an idea, and I had discussed with some people, especially if it is in science and other things, even in English or literature or whatever you want, if you have collaboration, it makes it cheaper. If you have a site, maybe St. Thomas College can do something for all the colleges nearby. Maybe Kerala College can do something for all the colleges nearby. Not necessarily everything in one place, so that you get a chance to meet each other and share ideas. So I also would like you to consider remaining in the afternoon, if your time permits, because about 10 schools are presenting their ideas. It will also give you some ideas from the bottom up, as our moderator said it for you, okay? So enjoy the free lunch, and I'm going to invest in you in another form. I'm going to give you a bag, which is, everybody in CHERP knows I carry this red bag, and they wanted a different color. I disagreed. They didn't tell me that after I made 1,000 of these bags so that whenever you go, and I'm going to tell you it costs between the bag and the mug and the t-shirt and the hat, it costs at least 500 rupees. It's not free for you. Save it by sacrificing half a cup of tea or coffee. How much does it cost in Trichur now for 1 cup? I had only 1 tea this time in my visit, and it cost me 20 rupees. I used to say 10 rupees, but now it is 20 rupees. Sacrifice half a cup of coffee or tea per week. Save that 10 rupees for investment in education, either at your home or in your neighborhood or in your college. So I'm not giving it to you free. I'm investing in you. I don't need anything in return. So I should use a better word than investment, okay? But I'm so happy you're all here. You took the initiative and you came here, and I have to be thankful for that, because that's the only way. We need collaboration and cooperation between you, especially in all the subjects between the colleges. If you have interaction, no college is going to lose a student
because he or she interacted with another college. Together we can all grow together. That is the best way you can do it. So I am so happy to be here, and I think while we are waiting, we will give you out this for each college, and the students, please come and please make sure, remember, you can write it down. I am giving you as an investment for education. Colleges. Why don't we have the presenters once again back on stage? This time I will go by the list that I have with me from St. Mary's College. Ms. Steffi Francis and Ms. Gayatri, please come up and accept this mini investment from our end. And investment in knowledge pays the best interest. So here we go. And now, shall we have Vimala College on stage? Shri Santosh P. Jose and Ms. Greena V. Abraham. And St. Thomas College, Dr. Rani Sebastian and Mr. John Tony. Yadrishi bhavana yasya siddhir bhavadi tadrishi, we say. Whatever the mind can conceive and dream, it can achieve. So this is our way of nudging you to dream. Christ College, Iringalakoda, Dr. Sobin K. Jose and Mr. Vivek Chandran A. We had some insightful presentations from all the participants. And now the Government Engineering College, Ms. Sri Lakshmi CJ and Ms. Aditi Mohan. You started off the series for us. And Government Medical College, Dr. Unnikrishnan VV and Dr. Ashita Menon. Hello again and welcome. Sir explicitly said his intention is to learn. We really hope you go back home with thoughts worthwhile. Thank you. Please wait for another few minutes. Each college is also receiving the 15,000 rupees check. I must apologize for my inefficiency. I have not trained the person who is bringing the check properly. That's why he's delayed. But I tried to call 3 times. I called and talked to him, but it's a little late. So I apologize on his behalf. But before you leave for lunch, you will get those checks, okay? So please have peace of mind. I'm not sending you by just bogus words. You will get the check. And I pray for all of you for being the award-winning school or college, or the college, to get that 100,000. This is a seed money for planning whatever you are doing or whatever you intend to start, okay? So this award is a grant, as a token of appreciation from Sri Lanka for you to start, so that your mutual collaboration also will flourish. It's for that purpose only. So please be patient. You will bring it in. Now it is this candor that sets him apart. It's this honesty that is his striking quality. And we have St. Joseph's College yet to make their appearance. Shall we have Ms. Risha and Ms. Devika Shaju on stage, please? Thank you all our participants. We do realize that knowledge is also like tending to a garden. It must be constantly watered and taken care of. And so this continuous learning should be a part of our life. This is only the beginning of such ventures from our end. The tabulation and computation are going on.
Krishnan sir, with your permission, shall I just get down and have an interaction with our guest? I believe he will say okay because he always promotes fun learning. So I thought I'll just come down. We will have a bit of a silly session because we've been having quite a serious session then. So I thought I'll have some funny questions and have you tease your brain and you can just come up with answers. Just to keep us occupied. We have the lunch and the judgment waiting. Both are equally enticing to get to. But I thought I'll just fill in the time. Krishnan sir, I am taking the liberty. Thank you. So here is my first question. എല്ലാം ഒരു കുസൃതി ചോദ്യങ്ങളാണ്. അപ്പോൾ ആ രീതിയിൽ ചിന്തിച്ചാൽ മതി. കുറച്ച് മാത്ത് പ്രേമികൾ ഇവിടെ ഉള്ളതുകൊണ്ട് കുറച്ച് മാത്ത് ആൻഡ് ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കൂടുതലും. 8ഉം 8ഉം 4 ആവുന്നത് എപ്പോൾ? 8ഉം 8ഉം 4 ആവുന്നത് എപ്പോൾ? എപ്പോഴാ? ഓ, ഇത് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഉത്തരങ്ങൾ വരുന്നുണ്ട്. പൊട്ടുമ്പോൾ എന്നിവിടെ പറയുന്നു. ദാറ്റ് ഈസ് ഓൾസോ an interesting answer, but not the one that I am looking for. When does 8 and 8 become 4? We are going through it every day. It's very simple. We're very close to it. കൗണ്ടിങ്ങിൽ ചിന്തിക്കാതെ അത് തന്നെ. Do give your name and give your answer. പേര് ജോൺ ടോണി, സെന്റ് തോമസ് കോളേജ് BSc സ്റ്റാറ്റിസ്റ്റിക്സ്. കാലത്ത് 8 മണിക്ക് തുടങ്ങി 8 hours കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈവനിങ്ങിൽ 4 o'clock ആവും. That is the right answer. That is what I was looking for. So I'm going to give you a few words and you need to tell me what is peculiar about these words. Banana, potato, assess, grammar. Banana, potato, assess, grammar. ഈ വാക്കുകൾക്കൊക്കെ ഒരേ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താണെന്ന് ഓർത്ത് നോക്കിയിട്ട് പറയൂ. ആ ഘടനയിൽ പൊട്ടേറ്റോ, banana, grammar, assess. What is unique about these words? One letter is repeated. Let me check. That is also right. But apparently I am getting new inputs, not what I was going for though. എഴുതി നോക്കൂ, ഒന്ന് മനസ്സിൽ വിഷ്വലൈസ് ഇറ്റ്. ഗ്രാമർ, പൊട്ടേറ്റോ, assess. Try removing a letter. That is the clue. Try removing a letter and placing it elsewhere. And I'm so glad I got you all thinking. Grammar, potato, assess. ആദ്യത്തെ ലെറ്റർ റിമൂവ് ചെയ്ത് നോക്കൂ. ഞാൻ ഇത്രയും ക്ലൂ പറഞ്ഞു കഴിഞ്ഞു, ഇനി എനിക്ക് ക്ലൂസ് ഇല്ല പറയാൻ. ഗ്രാമർ, പൊട്ടേറ്റോ, അസെസ് ആൻഡ് ബനാന. ആദ്യത്തെ ലെറ്റർ റിമൂവ് ചെയ്തിട്ട് വേറെ എവിടെയെങ്കിലും ഒന്ന് പ്ലേസ് ചെയ്ത് നോക്കൂ ആൻഡ് സീ ഇഫ് യു ക്യാൻ ഫൈൻഡ് സംതിങ് കോമൺ, വൺ കോമൺ ട്രേറ്റ്. ഇനിയിപ്പോൾ ഞാൻ തോൽവി സമ്മതിച്ച് ഞാൻ തന്നെ ഉത്തരം പറയുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. Take banana B and put it at the end. Try reading it. It's banana again. Potato, take P, put it at the end. It's again potato. Regularly നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്ന വാക്കുകളായതുകൊണ്ട് അങ്ങനെ നമ്മൾ ചിന്തിച്ചില്ല. ഓക്കെ, മേ ബി ദിസ് ടൈം ഐ വിൽ ഗിവ് എൻ ഈസിയർ വൺ. ഒരുപാട് ചിന്തിക്കുമ്പോൾ എനിക്കൊരു വിഷമം. ഓക്കെ, ഹിയർ കംസ് അനദർ ക്വസ്റ്റ്യൻ. ഇത് സില്ലി ക്വസ്റ്റ്യൻ ആണ്. മാനത്ത് കാണുന്ന മറ്റൊരു മാനം, വിമാനം. ഇനി കുറച്ച് എളുപ്പമായിട്ട് ചിന്തിക്കാൻ പറയാം, അതായിരിക്കും എളുപ്പം. യു ഹാഡ് ദി ആൻസർ അല്ലേ? നെക്സ്റ്റ് ടൈം ഐ വിൽ ലിസൺ ടു യു മോർ ഇൻറ്റൻറ്റ്ലി. അതേ പാറ്റേണിലുള്ള ഇനിയൊരു ചോദ്യം കൂടെ ചോദിക്കാം. ദിസ് ഈസ് മോർ ഓഫ് എ കടങ്കഥ. കറിക്ക് മുൻപൻ ഇലയ്ക്ക് പിൻപൻ. ആരാണ് ഞാൻ? നേരത്തെ ഉത്തരം പറഞ്ഞിരുന്നു, ഞാൻ പേര് ചോദിച്ചില്ലല്ലോ എന്ന് വിഷമിച്ചപ്പോഴാണ് വീണ്ടും ഉത്തരം പറഞ്ഞത്. ഗിവ് മി യുവർ നെയിം ആൻഡ് ഓൾസോ ദ ആൻസർ. എൻ്റെ പേര് നസ്രീൻ. ആൻസർ കറിവേപ്പില, കറി ഫസ്റ്റ്, ഇലയിൽ ഇല ലാസ്റ്റ് വരും. കറക്റ്റ്. കറിക്ക് മുൻപൻ ഇലയ്ക്ക് പിൻപൻ കരിവേപ്പിലയാണ്. ആൻഡ് യു ഗോട്ട് ദി റൈറ്റ് ആൻസർ. അഗൈൻ ഹു ആം ഐ ക്വസ്റ്റ്യൻ ആണ്. യു ഗിവ് മീ എനിത്തിങ് ഐ ഈറ്റ്, ബട്ട് യു ഫീഡ് മീ വാട്ടർ ഐ ഡൈ. ഹു ആം ഐ? ഞാൻ എന്ത് തന്നാലും കഴിക്കും,
Fire. Yes. Okay, next question. ഇതും എല്ലാം കുറച്ച് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ളവരുമാണ്. വി ഹാവ് സയന്റിസ്റ്റ് ആൻഡ് കൃഷ്ണൻ സർ. ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് എത്രത്തോളം അപ്രോപ്രിയേറ്റ് ആണെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ ചോദിക്കുകയാണ്. HIJKLMNO, വാട്ട് ഇസ് ഇറ്റ്? ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആ ഒരു സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് തന്നെയാണ് ക്ലൂ. HIJKLMNO, വാട്ട് ഇസ് ഇറ്റ്? ആൽഫബറ്റ് ആണ്, ലെറ്റേഴ്സ് ഓഫ് ആൽഫബറ്റ് ആണ്, പക്ഷേ ഇറ്റ് ഈസ് എ കോമ്പൗണ്ട്. ഉത്തരം പറഞ്ഞതല്ല, മനസ്സിലായി. ആ ആംഗിൾ ചിന്ത ശരിയാണ്. കെമിസ്ട്രിയുമായിട്ട്, കെമിസ്ട്രി ഒന്നല്ല, നമ്മുടെ ജീവിതത്തിൽ തന്നെ ഇതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, അതാണ് സംഭവം. എല്ലാവരും റിസൾട്ട്സിൽ പ്രീ ഓക്യുപ്പൈഡ് ആണെന്ന് തോന്നുന്നു. വൺ കമ്പാർട്ട്മെന്റ് ഇസ് ഗോൺ ദെയർ, ഐ തിങ്ക്. HIJKLMNO, അതൊന്ന് ഷോർട്ടൻ ചെയ്യൂ. H തൊട്ട് O വരെ. വാട്ട് ഇസ് H തൊട്ട് O വരെ? എനിക്ക് തോന്നുന്നു പുള്ളി ഞാൻ ഏകദേശം ഒരു വേവ് ലെങ്തിൽ ചിന്തിക്കുന്നത് കൊണ്ട് ഉത്തരമൊക്കെ അവിടെ നിന്നാണ് എനിക്ക് വരുന്നത്. H2O. ഞാൻ പറഞ്ഞു ചോദ്യത്തിന്റെ നിലവാരം അത്രയേ ഉള്ളൂ എന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. സോ യു കനോട്ട് ബ്ലെയിം മീ ഫോർ ഇറ്റ്. ഓക്കെ, ഹൗ അബൌട്ട് വി ട്രൈ എ ടങ് ട്വിസ്റ്റർ? വൈ ഡോണ്ട് യു ട്രൈ? You've been very pleasant in the morning. I've been seeing you. Front row ആയതുകൊണ്ട് എൻ്റെ നോട്ടം മുഴുവനും ആളിലായിരുന്നു. So let's give it a shot. Why don't you? He's dedicating it. Upper roller, lower roller. Upper roller, lower roller, upper roller, lower roller, upper roller, lower roller, upper roller, lower roller, 5 times. You're all involved in professions with gravitas. You don't get to do these things, no? Let's do it. I'll try. Upper roller, lower roller, 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 upper roller, lower roller. നൈസ്. അങ്ങനെ ആ ഫ്ലോയിൽ അങ്ങ് പോയല്ലോ. ഇനി ആരാണ് ഈ സൈഡ് ഒന്ന്? വൈ ഡോണ്ട് യു? ഓൾ റൈറ്റ്. Red bulb, blue bulb, red bulb, blue bulb, red bulb, blue bulb, red bulb, blue bulb, red bulb, blue bulb. വെറുതെ അല്ല മാറ്റാൻ പറഞ്ഞത്, ഇത് ഓൾറെഡി എളുപ്പമുള്ള സംഭവമായിരുന്നു. ബട്ട് എനിവേ, നോ കിഡിങ് അസൈഡ്, ഇറ്റ് വാസ് ഗുഡ്. എനിബഡി എൽസ്? അവിടെ ഐ ക്യാൻ സീ സം യങ് വിമൻ ഹിയർ. വൈ ഡോണ്ട് യു ട്രൈ? ഇവിടെ ഒരാൾ ഉത്തരം 2 പ്രാവശ്യം പറഞ്ഞു, അതുകൊണ്ട് ഇവിടെ നോക്കാം. ഏതാ? അപ്പർ റോളർ ഓർ റെഡ് ബൾബ്? റെഡ് ബൾബ്. അതാണ് എളുപ്പം എന്നുള്ളത് മനസ്സിലായി. ശരി. Red bulb, blue bulb, red bulb, blue bulb, blue bulb, red bulb, blue bulb, red bulb, blue bulb. പോരെ? ഇത്രയൊക്കെ പോരേ എന്നാണ് ആള് ചോദിക്കുന്നത്. മതി മതി, ഇത്രയൊക്കെ മതി, കുഴപ്പമില്ല. ആൻഡ് യു നോ, I would even suggest even singing a song. Most welcome to sing a song and entertain us when the judges are doing their duty there. Any good singers? I would say any happy singers, good or bad is not in my hands. If you are joyful in singing, most welcome to sing. നമുക്ക് എപ്പോഴും അടുത്തുള്ള ആളെ നോമിനേറ്റ് ചെയ്യുന്ന ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. അങ്ങനെ നോമിനേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതും ചെയ്യാം. നന്നായി പാടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നോമിനേഷൻ വരുന്നുണ്ട്. ശരി, അപ്പോൾ വീണ്ടും നമ്മുടെ കുറച്ച് ചോദ്യങ്ങളിലേക്ക് തന്നെ പോവാം. ഹിയർ കംസ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് എവറിബഡി വിൽ നോ ദി ആൻസർ. ദ കീ ഈസ് സ്പീഡ്. ഹൂഎവർ കംസ് അപ്പ് വിത്ത് ദി ആൻസർ ഫസ്റ്റ്. അവിടെയുള്ളവർ ഇവിടെ ബാരിക്കേഡ് ഉള്ളതുകൊണ്ട് എനിക്ക് എത്താൻ പറ്റുന്നില്ല, എന്നാലും ഐ ക്യാൻ റീച്ച്. ഓക്കെ, 1നും 100നും ഇടയിലുള്ള എല്ലാ നമ്പേഴ്സും നമ്മൾ എഴുതി വെക്കുകയാണെന്ന് വിചാരിക്കുക. അതിൽ ഇത് നമ്പർ 9
9, 19, 29 അങ്ങനെ പല പ്രാവശ്യമായിട്ട് നമ്പർ 9 വരുമല്ലോ. അത് എത്ര പ്രാവശ്യം വരും? അവരൊന്ന് ചിന്തിച്ചോട്ടെ. എനിക്ക് ഉത്തരം കറക്റ്റ് അവിടെ കിട്ടിയിട്ടുണ്ട്. അവിടെ മാം എനിക്ക് കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. But just start counting. Between 1 and 100, if you're going to write down all the numbers, how many times does the number 9 repeat itself? 10? No. 11? No. Sir has given the right answer. Madam has also given the right answer. So I'll get introduced to ma'am and then I'll tell you what the answer is. മാമിൻ്റെ പേര് ഇന്ദിര ടീച്ചർ. ടീച്ചർ ആയതുകൊണ്ട് പിന്നെ എനിക്ക് ഉത്തരം ആ സമയത്ത് ഇൻസ്റ്റൻ്റ്ലി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഉത്തരം 20 ആണ്. കറക്റ്റ് ആണ്. 9, 19, 29, 39, 49, 59, 69, 79, 89, 90. അപ്പോൾ 10 എണ്ണമായി. From 90 you go 91, 92, 93, 94, 95, 96, 97, 98 and 99 has got 2 9s. So 20. Okay? So I have resent myself that those applauses are for Indra teacher and sir here. Sir, your name, sir? Harish. Harish sir also gave me the right answer as 20. Okay. Here comes my next question. Maybe I will have 2 or 3 more and then I'll give you some peace. Okay? Just 2 or 3 more. Here comes the next teaser for you. ഞാനൊരു വൃക്ഷമാണ്, രുചിയാണ്, ഒരു പഴവുമാണ്. ആരാണ് ഞാൻ? വൃക്ഷമാണ്. Yes. Doctor has given me the answer. Doctor, I forget your name though. Yes. Dr. Unnikrishnan has given me the answer. The answer is puli. വൃക്ഷമാണ്, പഴമാണ്, രുചിയാണ്. Okay. Here comes the next one for you. കാലിൽ പിടിച്ചാൽ തോളിൽ കയറുന്നത് എന്ത്? കാലിൽ പിടിച്ചാൽ ലാഡർ നല്ല ഉത്തരമാണ്. ബട്ട് നോട്ട് വാട്ട് ഐ വാസ് ഗോയിങ് ഫോർ. കാലിൽ പിടിച്ചാൽ തോളിൽ കയറുന്നത് എന്ത്? there you go. കുട. കാലിൽ പിടിച്ചാൽ തോളിൽ കയറുന്നത് is കുട. Okay. From Monday to Sunday, if you're going to write down all the weeks, all the days of the week, what letters repeat itself the most? Day. Ma'am gave me the right answer. Rani ma'am, no? Yes, Rani ma'am has given the right answer. Day എന്ന 3 letters ആണ് ഏറ്റവും അധികം റിപ്പീറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇത് കുറച്ച് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ വാട്സാപ്പിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഉത്തരം പറയും. ഈ 2 എക്സ്ട്രീമിൽ ഏതെങ്കിലും ഒരു എക്സ്ട്രീം ആയിരിക്കും. രാ, ബ്ലാങ്ക്, രാ. ആ ബ്ലാങ്ക് ഫില്ല് ചെയ്യാൻ ഒറ്റൊരക്ഷരേ വേണ്ടുള്ളൂ. വള്ളിയോ പുള്ളിയോ ഒന്നുമില്ല, ഒറ്റൊരക്ഷരേ ഉള്ളൂ. നമ്മൾ ദിവസം 2 തവണ ഈ ഒരു സംഭവത്തിലൂടെ കടന്നു പോകും. എന്താണ് ആ വാക്ക്? ഇരിക്കട്ടെ. എന്തായാലും വാട്സാപ്പിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാണാത്തവർ വാട്സാപ്പിൽ കണ്ടതല്ല, പക്ഷെ ഉത്തരം അറിയാം. ഓക്കെ, എന്നാൽ അവിടെ തന്നെ വെച്ചോളൂ. ബാക്കിയുള്ളവരൊന്ന് ചിന്തിച്ചോട്ടെ. രാ, ബ്ലാങ്ക്, രാ. ഓക്കെ, ഇടയിൽ ഒറ്റൊരു മലയാള അക്ഷരം മാത്രമേ ഉള്ളൂ. എന്താണ് ആ വാക്ക്? നമ്മൾ ദിവസേന ഇതിലൂടെ 2 പ്രാവശ്യം കടന്നു പോകുന്നുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞതിൽ തന്നെ ആ വാക്കിൻ്റെ ഒരു പകുതി ഉണ്ട്. ആരാ പറഞ്ഞ? 2.5. അത് തന്നെ സംഭവം. സർ, യുവർ നെയിം? Subin. Yes, Subin sir has given me the right answer. Answer is 2.5. Next question. Again an English letter അല്ലെങ്കിൽ word related question ആണ്. What is special about the word zebra? Zebra. Zebra. What is particular or special about this word? Yes, sir? Yes, last letter of the അല്ല, മനസ്സിലായില്ല. Last word in the dictionary അല്ല, but you are very close to the answer. Yes, ma'am. There you go. Zebra, Z is the first letter and A is the last letter, so that is inverted. Swati ma'am has given me the answer for this. That was zebra and its peculiarity. Is it the fan or is it raining outside? It's raining. Okay. മഴ എപ്പോഴും നമ്മൾ ഇൻകൺവീനിയൻസ് ഒക്കെ പറയുമെങ്കിലും ടെക്നിക്കലി ശുഭസൂചകമായിട്ടാണ് കണക്കാക്കാറുള്ളത്. സോ ഇറ്റ്സ് ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ്സ് ഇസ് വാട്ട് വി സേ. സോ മേ ദീസ് ഐഡിയാസ് ബി
blossoming എന്ന് wish ചെയ്യാം. Here comes my next question. I would want you to complete the series J, F, M, A. J, F, M, A. It's not complicated, not complex. There is no formula to be applied. Something that we are very acquainted to, familiarized with every day. J, F, M, A. നമ്മളിപ്പോ വീക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. യെസ് യെസ് യെസ്. Sri Lakshmi ma'am. Yes, Sri Lakshmi ma'am has given me the answer. It's January, February, March, April. So you continue the series with the first letter of every other month to come. And this is again an interesting question, but easy to answer. We have 2 fathers and 2 sons traveling in a car. But there are only 3 people in it. How does that work? എളുപ്പമാണ്, എനിക്കറിയാം. കോറസ് ആയിട്ട് ഉത്തരം വരും എന്നത് എനിക്ക് ഉറപ്പായിരുന്നു. അതിൽ ഗ്രാൻഡ് ഫാദറും ഫാദറും സണ്ണും ആയിരുന്നു. ഒന്നെങ്കിൽ ഈ എക്സ്ട്രീം അല്ലെങ്കിൽ ആ എക്സ്ട്രീം ആണ് എൻ്റെ ചോദ്യങ്ങൾ. അതാണ് എൻ്റെ വിഷമം. ഓക്കെ, ഇറ്റ് ഇസ് എ ജംബിൾഡ് വേർഡ്. ഇറ്റ്സ് ദ നെയിം ഓഫ് എ സിറ്റി. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. RAP, rap is. It is actually a jumbled form of Paris. RAPIS is Paris. അങ്ങനെ ചിന്തിച്ചാൽ മതി. ഓക്കെ, ആ സെയിം ഫോർമാറ്റിൽ ഇസ് നോ ഗ്രേപ്പ്. ISNO ഗ്രേപ്പ്. വാട്ട് ഇസ് ദിസ് സിറ്റി? ഇസ് നോ ഗ്രേപ്പ്. ഇന്ത്യക്ക് അടുത്താണ്, വലിയ ദൂരമില്ല. സിംഗപ്പൂർ. Santosh sir has given the answer, and the answer is Singapore. Then hide L, HIDEL, hide L. വളരെ എളുപ്പമാണ്. Delhi. Yes, Delhi is the answer. And here comes the other question. Who am I kind of a question. You buy them to eat, but you don't eat them. വാട്ട് ആർ ദോസ്? കഴിക്കാനാണ് വാങ്ങിക്കാറുള്ളത്, പക്ഷെ നമ്മൾ കഴിക്കാറില്ല. ആൻസർ കട്ട്ലറി, സ്പൂൺ, പ്ലേറ്റ്. അതിലും എഡിബിൾ പ്ലേറ്റ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ ഞാൻ എക്സെപ്ഷൻസ് ആയിട്ട് മാറ്റി വെക്കുന്നു. ഓക്കെ, ഹിയർ കംസ് ദ ക്വസ്റ്റ്യൻ. തൊലി കളഞ്ഞാൽ പേര് മാറുന്നത് എന്ത്? തൊലി കളഞ്ഞാൽ പേര് മാറുന്നത് എന്ത്? നമ്മൾ നേരത്തെ അഗ്രി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആശയങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു. വാട്ട് ബിക്കംസ്, സോറി, ഷീപ്പ്. Sheep becomes mutton, he says. But that's one other answer I'm going to note down. നെല്ല്. തൊലി കളഞ്ഞാൽ പേര് മാറുന്നത് നെല്ല്. അവിടെ കറക്റ്റ് ആൻസർ ആണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഒരു മൂലയിലാണ് എൻ്റെ താമസം, പക്ഷെ ഞാൻ നാടാകെ സഞ്ചരിക്കും. സ്റ്റാമ്പ്. ഇന്ദിര ടീച്ചർ ഇന്ന് ഫുൾ ഫോഴ്സിലാണ്. എല്ലാ ഉത്തരവും ഒരു സെക്കൻഡിൽ പറയുന്നുണ്ട് ടീച്ചർ. സ്റ്റാമ്പ്. ഞാൻ വിചാരിച്ചു പുതിയ ജനറേഷൻ സ്റ്റാമ്പ് എന്തായാലും ചിന്തിക്കാൻ സാധ്യതയില്ല, പോസ്റ്റ് ഒന്നും അയക്കാറില്ലല്ലോ. അപ്പോൾ ടീച്ചർ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഉത്തരവ് പറഞ്ഞു. ആൻസർ ഇസ് സ്റ്റാമ്പ്. ഒരു മൂലയിൽ താമസിക്കുന്നു, പക്ഷെ ലോകമൊട്ടാകെ നാടൊട്ടാകെ സഞ്ചരിക്കുന്നു. നെക്സ്റ്റ് വൺ. ഇത് ആൽഫബറ്റ് ആണ്, ഒരു ഇംഗ്ലീഷ് ആൽഫബറ്റ് ആണ്. കയ്പുള്ള ഇംഗ്ലീഷ് ആൽഫബറ്റ്. കയ്പുള്ള ഇംഗ്ലീഷ് ആൽഫബറ്റ്. ലെറ്റർ ഓഫ് ആൽഫബറ്റ്. A to Z വരെ ഒന്ന് പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും ഈ ആൻസർ തടയും. ഒരുപാട് Z വരെ ഒന്നും പോണ്ട, തുടക്കത്തിൽ തന്നെ ഉണ്ട് ഉത്തരം.
ഇനീഷ്യൽ ലെറ്റേഴ്സിൽ തന്നെ ഉണ്ട്. ഇ വൈ ഈ എന്ന് പറയുമല്ലോ അല്ലേ? ഐ ലൈക്ക് ദ വേ യു ആർ തിങ്കിങ് ദോ. ശരി, ടീ ചായ അല്ലേ? കടുപ്പം കൂടി കഴിഞ്ഞാൽ കഴിക്കും. ഞാൻ ഉദ്ദേശിച്ച ആൻസർ എപ്പോഴും കിട്ടിയിട്ടില്ല. ആ ലെറ്ററിൽ വേറൊരു, ഹൗ ഡു ഐ ഗിവ് ദ ക്ലൂ? പൊതുവെ എവിടെയാണ് കയ്പ് കൂടുതലുള്ളത്? കയ്പ് കൂടുതലുള്ള ഓഷൻ ഹാസ് സോൾട്ട് വാട്ടർ, നോ? ആ തന്നെ സ്വകാര്യമായിട്ട് പറഞ്ഞു. സി സി ആൻഡ് SEAC ശരിയാണല്ലോ. സി സോൾട്ടി ആണ്. അപ്പോൾ കയ്പുള്ള അക്ഷരം സി ആയിട്ട് നമ്മൾ അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. ഓ ആ ഡോണ്ട് കണ്ടസ്റ്റ് ദ ക്വസ്റ്റ്യൻ. നോ ആസ്ക് ആ ടേസ്റ്റിൽ യു ആർ കണ്ടസ്റ്റിംഗ് ദ ടേസ്റ്റ്. വാട്ട് വാസ് മൈ ക്വസ്റ്റ്യൻ? കയ്പുള്ളത്. വ്യത്യാസമുണ്ട്. മൈ മിസ്റ്റേക്ക്. ഇനി ഈ ചോദ്യം ഞാൻ എവിടെയും ചോദിക്കില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു. സോൾട്ടി എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ്റെ ആ ഒരു ഫ്രേസിങ് മാത്രം ഒന്ന് മാറ്റിയാൽ മതി, ചോദ്യം അസാധുവാക്കേണ്ടതില്ല. ഓക്കെ, ഹിയർ കംസ്. ഓക്കെ, യു നോ വാട്ട്, ക്യാൻ വി ഹാവ് എ ടൈമർ? വേണ്ട, ടൈമർ ഒക്കെ കോംപ്ലിക്കേറ്റഡ് ആവുമോ? ലെറ്റ്സ് ഹാവ് ദ ടൈമർ ദെൻ. I'll come around. I'll give you 30 seconds each. And the task is, we will pick a letter. ആ ലെറ്ററിൽ 4 അക്ഷരങ്ങളിൽ കൂടുതലുള്ള വാക്കുകൾ ക്രിയേറ്റ് ചെയ്യാം. താങ്ക് യു. ഫോർ ഇൻസ്റ്റൻസ്, ഐ സേ എ. We cannot say and, but you can say aunt. Because 4 and more. Okay? അപ്പം അങ്ങനെ 30 സെക്കൻഡ്സിൽ ഒരു റാൻഡം ലെറ്ററിൽ എത്ര വരെ വാക്കുകൾ നമുക്ക് പറയാൻ പറ്റും എന്നതാണ്. വി വിൽ ഹാവ് എൻ എക്സെപ്ഷണൽ വൊക്കാബുലറി, ബട്ട് സംടൈംസ് വെൻ യു ആർ പുട്ട് ത്രൂ എ ടെസ്റ്റ് ലൈക്ക് ദിസ്, യു വിൽ എൻഡ് അപ്പ് ഗെറ്റിംഗ് എ ലിറ്റിൽ ഡിസ്റ്റർബ്ഡ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കാം. സോ ഐ വിൽ ഗിവ് യു 30 seconds. ഓക്കെ, വി വിൽ സ്റ്റാർട്ട്. വി വിൽ ഹാവ് ഓൾ സിമ്പിൾ ലെറ്റേഴ്സ്. വി വിൽ ഹാവ് എ ആൻഡ് ഐ, അങ്ങനെ എളുപ്പമുള്ള ലെറ്റേഴ്സ് എടുക്കാം. ഓക്കെ, സോ വി വിൽ സ്റ്റാർട്ട് ഓഫ് വിത്ത് എ. And I'll start with you because I couldn't find you answering for other questions. A vechu thodangam. You understood what the game is, no? Yes. I missed your name again. Aditi, yes. Yeah, okay. Apple, astronaut, auxiliary, America, antelope, Amsterdam, astonishing. Okay, I think that's it. August. Okay, I guess it's a combined effort between me and my teacher rather than individual one. 9 വാക്കുകൾ എത്തിച്ചു. അവസാനം ഓഡിറ്റോറിയം എങ്ങനെയൊക്കെയോ തിരികെ കയറ്റി. അങ്ങനെ 9 വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് 30 സെക്കൻഡ്സിൽ. That's a good score because, like I said, you are put under a spot. So then suddenly A becomes a very difficult letter. Now let's go with next. കുറച്ച് എളുപ്പമുള്ള ലെറ്റർ ഏതാണ്? Give me suggestions. Shall I go with I? I is not that common. We'll go with I. Okay, I. Who will try? Your name? Yes, Greena. Invest, inspire, indicate, inform, informal, inspiration, import, ice cream, Ireland, ice packet, India, indigenous,
uh, in inquest. 13 words. I will also help here and there. ഇപ്പൊ 13 വാക്കുകൾ പറഞ്ഞെത്തിച്ചിട്ടുണ്ട് 30 സെക്കൻഡിൽ. ഇനി രണ്ടുപേർക്കും കൂടെ ശ്രമിക്കാലോ. ബോറടിക്കുന്നുണ്ടോ? കുഴപ്പമില്ലല്ലോ. രണ്ടുപേർക്കും കൂടെ ശ്രമിക്കാം. നെക്സ്റ്റ് ലെറ്റർ ഏതാ കൊടുക്കണ്ടേ? ബി കൊടുക്കട്ടെ? ബി കൊടുക്കട്ടെ? സാറിന് തന്നെ കൊടുക്കട്ടെ? സാർ എനിക്ക് ബി മതി. ഞാൻ ടൈം ഒന്ന് സെറ്റ് ആക്കിക്കോട്ടെ. ഒരു സെക്കൻഡ്. Physics, Philadelphia, phenomena, process, progress, positive, preamble, procure, precaution, proceed, propagate, prolong, pragmatic, pretend, preserve, prior, Paris, Philadelphia, Pentagon. അങ്ങനെ 18 ഏറ്റവും ടോപ്പ് സ്കോറിൽ സന്തോഷ് സാറാണ് നിൽക്കുന്നത്. സാർ എനിക്ക് പി മതി, നമുക്ക് പിയിലാണ് കാര്യങ്ങളുള്ളത് എന്ന് ലെറ്റർ ആദ്യം തന്നെ ചൂസ് ചെയ്തു. ഇനി വൺ മോർ പേഴ്സൺ ക്യാൻ ഗിവ് ഇറ്റ് എ ഷോട്ട്. Someone who has not tried. Sir. Sir is seated right in the front, so I am looking over you. Like sir said, you give me a letter. Sir, ഇഷ്ടമുള്ളൊരു ലെറ്റർ പറഞ്ഞങ്ങ് തുടങ്ങുക. അതന്നെ. എം എൻ. ശരി, അപ്പൊ എൻ ആയിക്കോട്ടെ. Not, name, nib, nick, Namibia, national, name, naked, number, national. Okay. എന്തായാലും 10 വരെ പറഞ്ഞല്ലോ. I am glad. And I'm so glad you didn't say no. You said I'll do it. So I'm happy that you were not reluctant to try. I think with this number game, we will wait for the numbers to come. I did not introduce myself. All right. So I am Dr. Meera Kashiraman. I hold a PhD in English language and literature from the University of Calicut. I am an alumnus of Vimala College. I was there for my BA, for my MA, for my PhD, a loyal daughter of Vimala. And I've been anchoring for over 13 years now. So I hope I can straddle the world of academic and the world of culture together in the years to come. That is all I've got to say. I am residing in Guruvayur now. I would say all over the place because Achan is from Payyanur, Kannur. Amma is from Coimbatore. My father was in bank, so we kept moving places. So I have stories about every place. We've stayed in Malappuram, we've stayed in Kozhikode, we've stayed in Talasheri, we've stayed in every other place. Post-retirement, my parents wanted to be neighbors to Guruvayurappan, and that is how we shifted to Guruvayur. That is all about me. Thank you for reminding me to do that as well. Thank you. Now the certificates have come, so I'd request the participants to please collect the certificates and the check. I am looking for the names. Yes. We will start off with
Shall we have St. Mary's team on stage again? St. Mary's College. Miss Steffi and Miss Gayatri, the team of 2 will come up on stage and collect the initial fund and the certificate. Let us be photo friendly. And Vimala College, can we have Team Vimala here on stage? Santosh sir and Ms. Greena will come up and collect. St. Thomas College, Dr. Rani Sebastian and Mr. John Tony. Christ College, Iringalakkuda, Dr. Sobin and Mr. Vivek Chandran. And following them is Government Engineering College, Ms. Sri Lakshmi and Ms. Aditi Mohan. And Government Medical College, Dr. Unikrishnan and Dr. Ashita Menon. From St. Joseph's College, Ms. Risha and Ms. Devika. The latest update is that we have the winner ready. Shall we have Mr. Rajivan CG representing the jury panel up here on stage to make the declaration? Good afternoon, sir. Welcome. കേൾക്കാനുണ്ടല്ലോ. So, good afternoon. എനിക്ക് between lunch and the work, it's a very difficult task to speak. So, I'm trying to keep it very minimal and short. But having said this, I can tell you very honestly, ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഓരോ whenever I was hearing the presentation, I speak in both English and Malayalam because we have esteemed guest over here. Probably he may not be able to follow Malayalam well. So, I'll speak in both languages. So, when I was hearing as a panel judge, and even before when Ajit Kaliyat was speaking about learning city, I was going back in the time where I was studying in CHERP. And thereafter my college studies and my various part of experience working all over the country and abroad. It gave me a lot of insights and reflection on my thought process. And I'm seeing we are discussing today at a very high level of thought processes, which basically is looking at not for this current generation, we are looking for the future generations. And that is what exactly Srilakam very clearly stated, as he said, ജീവിതം മുഴുവൻ പഠിക്കാനുള്ള ഒരു അവസരമായ പ്ലാറ്റ്ഫോം ആയിട്ടാണ് കൃഷ്ണേട്ടൻ ഇതിനെ എൻവിസേജ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഡിസ്കഷനിൽ നമുക്ക് ചോദിക്കാം, എന്തിനാണ് യൂത്ത് എന്നുള്ള ആ സ്പെസിഫിക് സെഗ്മെന്റ് അഡ്രസ്സ് ചെയ്യണത്? നമ്മൾ 3 വയസ്സ് മുതൽ
90 വയസ്സ് വരെയും പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിക്ക് ശ്രീലകം ക്രിയേറ്റ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ സോപാനം ബിൽഡ് ചെയ്തപ്പോൾ ഇനി ഫോർത്ത് കമ്മിങ് ജനറേഷനിലും അതാണ് എക്സ്പെക്ടേഷൻ എന്നുള്ളപ്പോൾ വൈ ദിസ് ടോപ്പിക് വെരി സ്പെസിഫിക്കലി ടോക്കിംഗ് അബൌട്ട് യൂത്ത്? I think it's a reason, very clear reasons. I'm sure he has thought through very well this, because if we can, all of us together, can come out with an action plan where youth can be developed, we naturally develop the next generations. So that's exactly the point in which I think the entire discussion happened. ഞാനൊരു 2 ഇൻസ്റ്റൻസ് ബിഫോർ ഐ ഡിക്ലെയർ ദ വിന്നേഴ്സ് 2 ഇൻസ്റ്റൻസ് പറയാം. ഞാൻ മിനിഞ്ഞാന്ന് 2-3 days ago ഞാൻ എറണാകുളത്തൊരു കോൺഫറൻസിലായിരുന്നു. അവിടെ ഇറ്റ് വാസ് ബേസിക്കലി എ കോൺഫറൻസ് വെയർ വി വർ ലുക്കിംഗ് അറ്റ് ഹൗ ഡു വി അഡ്രസ് ദി പെഡിയാട്രിക് സൈക്കോളജി. പെഡിയാട്രിക് എന്ന് ഉദ്ദേശിച്ചത് ഐ എം ഷുവർ ഡോക്ടേഴ്സ് സേ ബിലോ 18. അപ്പോൾ 18 താഴെയുള്ള കുട്ടികൾക്കുള്ള സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊരു ലാർജർ NGO മീറ്റ് ആയിരുന്നു. എക്സ്പേർട്സ് ഹാഡ് കം ഫ്രം ഓൾ ഓവർ കേരള, ഇൻക്ലൂഡിംഗ് ദി സൈക്കാട്രി ഹെഡ്സ് ഫ്രം ഡോക്ടർ അനിൽ ഫ്രം ആലപ്പി മെഡിക്കൽ കോളേജ് and many other doctors and very eminent experts who were in the NGO. അതായിരുന്നു 2 ദിവസം മുമ്പ്. ഒരു 2 ആഴ്ച മുമ്പ് I was in Bangalore. I was a speaker in a national skilling academy basically meant for economically and socially challenged youth in the country. So we had representatives all over the country, including Bihar, Dehradun and Bombay, Calcutta, all of the places. So ചില narratives കേൾക്കുമ്പോൾ we realize there are lot of people who are never in the system at all. Whatever process we are talking about, education, learning, empowering, they are nowhere at all. Either they are in the street or they are nowhere in the academic education centers, other than unless and until they are pushed by the government to go and complete their school education. അപ്പോൾ ഒരുപാട് ബ്ലെസ്ഡ് അല്ലാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അവരാണ് നാളത്തെ യൂത്ത്, നാളത്തെ സിറ്റിസൺസ്. അപ്പോൾ അവരെയും കൂടി ഇൻക്ലൂസീവ് ആകുന്ന ഒരു പ്രോഗ്രാംസിനുള്ള ഡിസൈനാണ് ഇവിടെ ഡിസ്കഷൻസിൽ നടന്നത്. അതുകൊണ്ട് ഇതൊരു തോട്ട് പ്രൊവോക്കിംഗ് ആണ്. എല്ലാ പോയിന്റ്സും എവറി ടീം മെമ്പർ, എവറി പ്രസൻറ്റർ, whatever points they have brought in, all very relevant and very purposeful, and ഓരോ പോയിന്റിനെയും നമുക്ക് ഇലാബറേറ്റ് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം, ഇംപ്ലിമെൻ്റൽ ആക്ഷൻ പോയിന്റിൽ കൊണ്ടുവരണം. ആസ് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ റൈലി സെഡ് ഇൻ ദ ബിഗിനിങ്, വി ഹാവ് മാനേജ്മെന്റ് എക്സ്പെർട്ട് കോൾ മാനേജ്മെന്റ് അസോസിയേഷൻ ഇൻ തൃശ്ശൂർ, വി ഹാവ് കില അക്കാഡമി, ആൻഡ് വി ഹാവ് fantastic facility like Sopanam and Srilagam, and we will have multiple such institutions will come up in the future. So ഇതാണ് ഇന്നത്തെ ബേസിക് മോർണിംഗ് സെഷൻ്റെ ഒരു എനിക്ക് കിട്ടിയ ഒരു ഭയങ്കര ലേണിംഗ്. ഈ ലേണിംഗ് എനിക്ക് തിരിച്ചു പോകുമ്പോൾ ഐ എം ഷുവർ ദാറ്റ് മോർ ദാൻ എ പാനൽ ജഡ്ജ്, ഐ തിങ്ക് me as a judge learned. I'm sure every participants have learned a lot, and I thank you Krishnata and Krishnan sir for the great opportunity given to all of us to do this. Now let me thank my panel judges. Both of them very supportive, very cooperative. I'm only representing, so we had a major task because രണ്ട് evaluation നടന്നിട്ടുള്ളൂ. ഒന്ന് peer evaluation, അതിൽ സെൽഫ് ഇവാലുവേഷനും ഉണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. സെൽഫ് ഇവാലുവേഷനിൽ ആരും മൈസർലി അല്ല, ഇഷ്ടമാതിരി മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഐ എം വെരി ഹാപ്പി ദാറ്റ് യു ഹാവ് ബീൻ വെരി ജനറസ് ടു ഗിവ് മാർക്ക് ടു സെൽഫ്. സോ എത്രയാന്ന് ഞാൻ പറയില്ല. അത് ഔട്ട് ഓഫ് 200 എല്ലാ ഓണേഴ്സ് ആണ്. ഡോണ്ട് വെറി ഓൺ ദാറ്റ്. ഡിസ്റ്റിങ്ഷൻ എബോവ് ആണ് എല്ലാവരും, ജനറസ്. ആൻഡ് panel judges also evaluated individually, and we sat together and computed. It's very objective evaluation ആണ്. qualitative evaluation എല്ലാം ഒരു നമ്പറിലേക്ക് എത്തിച്ചിട്ടുണ്ട്. So we have 2 evaluation sheets available with us, and then we gave a weighted average for it. We gave a weightage of 80% for the judges and 20% for peer evaluation. Then we arrived at the final numbers on who are the top. So I would request Mr. Krishnan, can you please come forward? So ഇതൊരു വെരി ഹെൽത്തി ഡിസ്കഷൻ ആണ്. ഇവിടെ കോമ്പറ്റീഷൻ ഇല്ല, കോമ്പറ്റീഷൻ ഉണ്ടായിട്ടില്ല. ബട്ട് മാർക്സ് അവാർഡ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ജസ്റ്റ് അരിത്തമാറ്റിക് നമ്പർ. സോ ഡോണ്ട് വറി ഓൺ വെദർ സംബഡി ഈസ് ഓൺ ദ ടോപ്പ്, സംബഡി ഈസ് ഓൺ ദ, ബട്ട് എവറിബഡി ഈസ് എ വണ്ടർഫുൾ ജോബ്. സോ ഐ എം റിക്വസ്റ്റിംഗ് കൃഷ്ണേട്ടൻ ടു ഡിക്ലെയർ ദ winner. So you can look at this. This is the order in which it has come, so you can declare this. Yeah. This is a nail-biting job because the scores are so close.
Okay. So I must say that the winner is really lucky one. I will also say the scores. 73 for Vimala College, 74 for Christ College, and 75 for St. Thomas College. Congratulations. In my mind, I must tell you, you are all winners. It is a lack of funding. The funding is from my own pocket. So don't ever apologize that you did a bad job. No. You all, if I had the money, I would have given all of you the same thing. You can eat as much as you want. You should have come and just as an investment. So you lost that too. So let us go ahead and make sure next time when we meet, let us all meet together often as possible. Not necessarily in Sri Lanka. I am just saying for Trichur. We can only concentrate right now on Trichur, even though it is a national problem. We have to start from the local level. So I hope during lunchtime also, some of you stay together, colleges, interact each other between students and professors, and let it be a starting point. And if you have time, I still say, suggest, wait for the presentation from the schools also, so you will have an idea from their point of view also. Okay, congratulations again to St. Thomas College. And I think we have a check for St. Thomas College somewhere. Winner, I think, Jared? Please come on down. Many congratulations, ladies and gentlemen. Meet the winner of Social Ideathon, the first of the series, St. Thomas College, represented by Dr. Rani Sebastian and Mr. John Tony. Kudos to you. From a small seed, a mighty trunk may grow. പടർന്ന് പന്തലിച്ച് ഒരു വടവൃക്ഷമായി ഇവിടെ സൂചിപ്പിച്ച ആശയങ്ങളെല്ലാം വളരട്ടെ എന്ന് ആശംസിക്കുന്നു. And our sincerest gratitude to the jury members. Thank you for taking the time and effort to do this for us. I think applause is our way of appreciating. Our thanks to the judges for sparing some time. Maybe we'll have all the contestants, participants together for one picture together. Welcome. Like we said, this is only the beginning. We will hope this will trigger many such gatherings and associations in future, paving way for a fruitful dialogue between multiple institutions. We are what we do repeatedly, we say. So repeatedly, if you aim at excellence, that is where we reach.
let me remind you all, dear guests, we really sincerely hope that we will get to see you all tomorrow as well. And as Krishnan sir had mentioned, maybe tomorrow we will find a greater battalion of students. We will hope that we will have some interesting conversations tomorrow with the acclaimed writer Chetan Bhagat. Designing life in the era of AI will be the premise of tomorrow's discussions. അപ്പോൾ നാളെ എല്ലാവരും വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം ചുറ്റുമുള്ള സുഹൃത്തുക്കളെയും വിദ്യാർത്ഥികളെയും കൊളീഗ്സിനെയും ഒക്കെ കൊണ്ടുവരിക. And as of now, join us for lunch. We have lunch arranged in the ground floor. So let us have a meal together. And hopefully I'll get to see some of you post lunch too. പറ്റുമെങ്കിൽ പോസ്റ്റ് ലഞ്ചും നമ്മുടെ ഒപ്പം തന്നെ സഹകരിക്കാം. നാളെ എന്തായാലും എല്ലാവരും വരും തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. And thank you to our judges. I think we job. Give a big hand to her. Thanks a lot, Meera. Very thoughtful of you. Thank you very much. ഭക്ഷണം കഴിക്കാം. Heartened by the empty chairs, because we are looking forward to all the young minds that are ready with their exciting ideas and the mentors of the students who have come along to push them in their growth forward. Right at the outset, I had a request from the photography and videography team. കുറച്ച് പേരുണ്ടെങ്കിലും കുറച്ച് പേര് ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ കുറച്ച് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു പവർ നമുക്ക് കിട്ടും. പറ്റുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഫ്രണ്ടിൽ വന്ന് ഈ റോസ് ഒന്ന് ഓക്യുപ്പൈ ചെയ്തിരിക്കാം. ആദ്യമേ എല്ലാവർക്കും ശ്രീലകം ലൈഫ് ലോങ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഇന്നലെയാണ് ശ്രീലകം എന്ന ഈ ഒരു പ്രസ്ഥാനത്തിന് നമ്മൾ തുടക്കം കുറിക്കുന്നത്. അങ്ങനെ തുടക്കം കുറിച്ചു കഴിഞ്ഞിട്ടുള്ള ആദ്യ കാര്യപരിപാടിയാണ് സോഷ്യൽ ഐഡിയാത്തോൺ എന്ന ഈ ഒരു വെഞ്ചർ, ഈ ഒരു എക്സസൈസ്. ഇന്ന് രാവിലെ കോളേജ് ലെവലിൽ നടത്തിയ സോഷ്യൽ ഐഡിയാത്തോൺ അത് കഴിഞ്ഞ ഉടനെ ഇമ്മീഡിയറ്റ്ലി സ്കൂൾ ലെവലിൽ നടത്തപ്പെടുകയാണ്. നമ്മുടെ ഉദ്ദേശം ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളെ സാമൂഹിക ബോധമുള്ളവരായി വളർത്തിയെടുക്കുക, നമ്മുടെ ചുറ്റുമുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുകയും അതിന് എന്ത് പരിഹാരം നമുക്ക് നിർദ്ദേശിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന അതിന് ശേഷിയുള്ള കുട്ടികളായി ഇവരെ വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് സോഷ്യൽ ഐഡിയാത്തോൺ എന്ന ഈ ഒരു ആശയം നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. ശ്രീലകം സോപാനത്തിൻ്റെ തന്നെ ഒരു തുടർച്ചയാണ്. സോപാനം ഇവിടെയുള്ള എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഡോക്ടർ CV കൃഷ്ണൻ, മിസ്സസ് നളിനി കൃഷ്ണൻ ട്രസ്റ്റ് നടത്തുന്ന മറ്റൊരു ആർട്സ്, കൾച്ചർ ആൻഡ് ലേണിംഗ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വെഞ്ചറാണ്, ഒരു ഫെസിലിറ്റിയാണ്. 13 വർഷങ്ങളായി 13ാം വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായാണ് ശ്രീലകം എന്ന മറ്റൊരു എൻ്റർപ്രൈസ് ഇവിടെ, മറ്റൊരു വെഞ്ചർ ഇവിടെ നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. സോ ബിഫോർ വി ബിഗിൻ, 1 to the power of 365 is 1, but 1.01 to the power of 365 is 37.7. It's just a minuscule 0.01. But the consistency at which that 0.01 effort is put in, that is what we are looking at. To have continuous, consistent learning, to never get detached from the world of learning. അതുകൊണ്ട് തന്നെയാണ് ലൈഫ് ലോങ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ഈ ഒരു ആശയത്തിന് നമ്മൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. സോ വി വുഡ് വാണ്ട് ദി യങ്സ്റ്റേഴ്സ് ടു നെവർ തിങ്ക് സ്കൂൾ ആസ് ഓൺലി എ പ്ലേസ് ഓഫ് എഡ്യൂക്കേഷൻ, കോളേജ് ആസ് എ പ്ലേസ് ഓഫ് എഡ്യൂക്കേഷൻ, ബട്ട് ടു ലേൺ ഫ്രം എനി ആൻഡ് എവറി ആസ്പെക്ട് ആൻഡ് ഫാസറ്റ് ഓഫ് ലൈഫ്. So here is wishing all our contestants all the very best, and here is a hearty welcome to Social Ideathon. And now a few instructions for the event. One, of course, you will already be informed that you will be given 20 minutes for presentation, and any change in the 15 minutes.
16 minutes, no problem. As long as it is within 20 minutes, we are happy, we are good to go. And we will have evaluation happening on 2 levels. We'll have the judges making their assessment, documenting their evaluation, and we would encourage the students, the contestants themselves also to be part of the evaluation process, because that is where even the critical exercise of assessment and evaluation can also be experienced by the students themselves. So you may self-evaluate as well and also assess your fellow contestants, fellow participants. You've all been provided with a tabular column, I hope. The table carries the name of the contestant on the top. Let us say we have Vivek Odayam. Vivek Odayam will fill the vertical column. Similarly, Harishri will fill the vertical column. So you are given the space to grade the teacher and the student, I believe. I hope there is a bifurcation for the teacher. No. So it's for the team effort on 100. So you will be grading on 100. The score from the peers will be combined with the grade from the judges. And that is how we will identify the finalist, we will identify the winner. So any questions or clarification regarding the assessment process, please feel free to contact the volunteers. They will help you with it. You will just fill the vertical column as and when the presenters make a presentation, and the score will be out of 100. And of course, let me also remind you, later this evening we have a musical session that is to happen. We will have some good old melodies being presented. So let me remind you, let me also extend an invitation to you. If time permits, do join us for that. And tomorrow is a very exciting day for us, because we have the celebrated author Chetan Bhagat coming down and having a personal interaction with the audience members. We believe this will be a good opportunity for the students to engage and interact. So teachers, students, please remember, mark the date and time, and would be happy to host you tomorrow morning in the same space. So these are some things, thoughts to share at the outset. And I think now I will introduce the judging panel to you. I'm sure you would want to meet them. Our first member of the jury holds an MBA. He is the general manager of Forest Motors and is a regular presence in several educational institutions wherein he conducts orientation classes for the students, a perfectionist as an organizer, and an eloquent speaker, orator, Mr. Jinesh Atra. Hearty welcome to you. Joining Mr. Jinesh is yet another proactive person. Now the question arises as to who is going to start, and we have the lot here. Before we go to the lot, let me give the numbers that have been assigned to the schools, and the lot carries the numbers. ആ നമ്പറാണ് നമ്മൾ പിക്ക് ചെയ്യുന്നത്. ആ നമ്പറിനെ നേരെ ഏത് സ്കൂളാണോ ഉള്ളത് അവരായിരിക്കും ആദ്യം വന്ന് പ്രസൻറ്റ് ചെയ്യുന്നത്. 1 is ഹരിശ്രീ വിദ്യാനിധി സ്കൂൾ, പൂങ്കുന്നം, and 2 is St. Joseph's, Avinisheri, 3 Vivek and 4 St. Thomas, Vallachara. I repeat, 1 Harishri, 2 St. Joseph's, Avinisheri, 3 Vivek Boys High Secondary School, Thrissur, and 4 is St. Thomas, HS, Vallachara. അപ്പോൾ ഇപ്പോൾ നമ്മൾ നമ്പേഴ്സാണ് ലോട്ടിൽ നിന്ന് എടുക്കുന്നത്. ആർക്കാണ് ആദ്യത്തെ ലോട്ട് വീഴുന്നത് എന്ന് നോക്കാം. അത് കഴിഞ്ഞാൽ തുടർന്നും നമ്മൾ അങ്ങനെ ലോട്ട് എടുത്തുകൊണ്ട് തന്നെ ആയിരിക്കും തീരുമാനിക്കുന്നത്. I have the number 2 with me. So 2 is going to start first. 2 is which school? 2 is St. Joseph's High Secondary School, St. Joseph's HS, Avinisheri. Teacher is Miss Baby K, and the student is Miss Devika CP. Madam, welcome, and welcome, dear.
Ma'am, I just make the updated announcement. I am told that 15 minutes is the time allotted. So we will go on, we'll stick on to the former plan itself. 15 മിനിറ്റ് ആണ് നമ്മൾ നൽകിയിരിക്കുന്ന സമയം. അതിൽ 10 മിനിറ്റ് കഴിയുമ്പോൾ ഒരു അലേർട്ട് തരും. അത് കഴിഞ്ഞാൽ അവസാനം 1 നിമിഷം ബാക്കിയുള്ളപ്പോൾ ഇനിയൊരു അലേർട്ടും കൂടെ നൽകുന്നതായിരിക്കും. Over to you. വേദിയിലെയും സദസ്സിലെയും മാന്യ വ്യക്തികൾക്ക് നമസ്കാരം. വിദ്യാ ലബ്ധേ സർവം തൃശ്ശൂർ ജില്ലയിലെ നാട്ടിക നിയോജക മണ്ഡലത്തിലെ അവണിശ്ശേരി പഞ്ചായത്തിലെ 4 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള സെയിൻറ്റ് ജോസഫ് ഹൈസ്കൂളിൻ്റെ ആപ്തവാക്യമാണ് ഞാൻ വായിച്ചത്. വിദ്യാ ലബ്ധേ സർവം എന്നത് വിദ്യ കൊണ്ട് എല്ലാം ലഭ്യമാകുന്നു എന്നതാണ്. മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത വിദ്യാഭ്യാസവും ഒരു വ്യക്തിയുടെ സർവ്വതോന്മുഖമായ സമഗ്ര വളർച്ചയായിരുന്നുവല്ലോ. സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞിറങ്ങുന്ന ഒരു വിദ്യാർത്ഥി ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ പ്രാപ്തനാകണം. അതിനവനെ സഹായിക്കുന്നതായിരിക്കണം വിദ്യാഭ്യാസം. അറിവ് നേടിയ മനുഷ്യന് എത്തിപ്പെടാത്ത മേഖലകളില്ല. ലോകത്തെ കുമ്പിളിൽ ഒതുക്കാൻ തക്കവണ്ണം അവൻ വളർന്നു കഴിഞ്ഞു. മനുഷ്യൻ്റെ ബുദ്ധിയെ വെല്ലുന്ന ബുദ്ധിയുമായി കൃത്രിമ മനുഷ്യനും അവൻ്റെ കൈകളിൽ തന്നെ പിറന്നു. ചന്ദ്രനും ചൊവ്വയുമൊക്കെ മനുഷ്യ സ്പർശം കൊണ്ടും സാന്നിധ്യം കൊണ്ടും അടയാളപ്പെടുത്തി. വിജ്ഞാനം അനന്തവും അഗാധവുമാണ്. അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം. അതിലെങ്ങാണ്ടൊരിടത്തിരുന്ന് തിരിയുന്ന മർത്യൻ കഥയെന്തു കണ്ടു എന്ന് കവി പാടിയതുപോലെ കയ്യെത്തി പിടിക്കും തോറും അനന്തമായി നീളുന്നൊരു പ്രകേളികയാണ് വിദ്യാഭ്യാസ മേഖല. ഒരു സാങ്കേതിക മുന്നേറ്റവും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ഐസക് ന്യൂട്ടനും ആര്യഭട്ടനും CV രാമനും തുടങ്ങിയ മഹാരഥന്മാർ പരീക്ഷണ ലോകത്ത് വിജയക്കൊടി പാറിച്ചെങ്കിൽ എല്ലാ സാധ്യതകളുമുള്ള ആധുനിക കാലഘട്ടത്തിൽ യുവതലമുറയ്ക്ക് എത്രയോ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കും. അത് ആലോചിക്കേണ്ടതാണ്. തൃശ്ശൂരിൻ്റെ യുവത്വം കൂടുമാറിപ്പോകുന്നു എങ്കിൽ അതിൻ്റെ കാരണങ്ങളും പ്രതിവിധികളും കണ്ടെത്താൻ നമുക്ക് കടമയില്ലേ? തൃശ്ശൂരിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ നൂതന ആശയങ്ങളും ക്രിയാത്മകമായ ഇടപെടലുകളും കൊണ്ട് മാറ്റങ്ങൾ വരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. സാങ്കേതിക പുരോഗതി അനുനിമിഷം മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിലും കാലികമായ മാറ്റങ്ങൾ കൂടിയേ തീരൂ. വിദ്യാർത്ഥികൾക്ക് പഠനം ആസ്വാദ്യകരമാകണം എന്നതാണ് പരമപ്രധാനം. ഒന്നും അടിച്ചേൽപ്പിക്കാതെ, കുറേ കാണാപാഠം പഠിക്കാതെ, കണ്ടും കേട്ടും തൊട്ടും അറിഞ്ഞും പഠിക്കാൻ സഹായിക്കുന്ന ഒരു പാഠ്യപദ്ധതി രൂപകൽപ്പന ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സംഭവങ്ങളും വർഷങ്ങളും ഉരുവിട്ട് പഠിക്കുന്ന രീതിയിൽ നിന്ന് അവയുടെ കാലിക പ്രസക്തി മനസ്സിലാക്കി ജീവിതഗന്ധിയായ സംഭവങ്ങളോട് ചേർത്ത് വിശകലനം ചെയ്ത് അപഗ്രഥിച്ച് നല്ല നിലപാടുകളെടുത്ത് അവയെ മാറ്റി പഠിക്കുക എന്ന രീതിയിലേക്ക് വിദ്യാഭ്യാസം മാറണം. ഉത്തരങ്ങളിൽ നിന്ന് ചോദ്യങ്ങളിലേക്കും, ചോദ്യങ്ങളിൽ നിന്ന് കാര്യകാരണങ്ങളിലേക്കും, അവയുടെ ബന്ധങ്ങളിലേക്കും പുതിയ കണ്ടെത്തലുകളിലേക്കും വിദ്യാർത്ഥികൾ എത്തുമ്പോഴേ എല്ലാം നേടിയെടുക്കാൻ സാധിക്കുമെന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം. പരുന്ത് കൂടുതൽ ഉയരങ്ങളിലേക്ക് പറക്കാൻ ശ്രമിക്കുന്നത് പോലെ നമ്മുടെ യുവതലമുറ ഉയരങ്ങൾ കീഴടക്കാൻ പരിശ്രമിക്കണം. അതിന് അവർക്ക് സ്വാതന്ത്ര്യം നൽകണം. വിദ്യാഭ്യാസം, തൊഴിൽ, കല, ആരോഗ്യം, ഗതാഗതം എന്ന് തുടങ്ങി എല്ലാ മേഖലകളിലും തൃശ്ശൂർ സ്വയം പര്യാപ്തമായി രാജ്യത്തിന് മുന്നിൽ ഒരു മാതൃകയായി മാറണമെന്നതായിരിക്കട്ടെ ഓരോ തൃശ്ശൂരിലെ യുവജനങ്ങളുടെയും സ്വപ്നം. ജാതി, മത, വർഗ, വർണ്ണ, ലിംഗവ്യത്യാസങ്ങളില്ലാതെ സന്തോഷത്തോടെ, മനസ്സമാധാനത്തോടെ, ആരോഗ്യകരമായ ചുറ്റുപാടിൽ നമ്മുടെ തൃശ്ശൂരിൽ ജീവിക്കാൻ സാധിക്കുമെന്ന് ലോകത്തിൻ്റെ ഏതു കോണിലുള്ളവരോടും ഉറക്കെ ഉദ്ഘോഷിക്കാൻ ഈശ്വരൻ യൂത്തിനെ അനുഗ്രഹിക്കട്ടെ. വിദ്യാർത്ഥികൾക്ക് പഠനം രസകരമാകണം. കാണാതെ പഠിക്കുന്നത് തലച്ചോറിൽ കുത്തി നിറയ്ക്കാമെന്നല്ലാതെ അത് ബുദ്ധിയെ വളർത്തുകയോ ജീവിക്കാൻ സഹായിക്കുകയോ ഇല്ലെന്ന് മനസ്സിലാകുമ്പോഴാണ് പഠനത്തിന് പുതിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. തൃശ്ശൂരിൻ്റെ മക്കൾ ലോകത്തിൻ്റെ ക്യാൻവാസിൽ അടയാളപ്പെടണമെങ്കിൽ വിദ്യാഭ്യാസ രീതിയിൽ സമൂലമായ പരിഷ്കരണങ്ങൾ ഉണ്ടാവണം. തൃശ്ശൂർ സാംസ്കാരിക തലസ്ഥാനം എന്ന് അഭിമാനിക്കുമ്പോഴും കുറേ പേരെങ്കിലും പരാജയപ്പെടുന്ന വാർത്തകൾ ദിനംപ്രതി ഏറി വരികയാണ്. മഹാഭാരതത്തിലെ കർണനെ പോലെ പഠിച്ച കാര്യങ്ങൾ അവശ്യ സമയത്ത് ഉപകരിക്കപ്പെടാതെ പോകുന്നുവെങ്കിൽ
അത് എന്തുകൊണ്ട് എന്ന് പുതുതലമുറ മനസ്സിലാക്കട്ടെ. ചോദ്യം ചോദിക്കാൻ പഠിപ്പിക്കണം. ചോദ്യങ്ങളോട് സ്വയം തർക്കിക്കട്ടെ. വിമർശനാത്മക പഠനത്തിന് ഊന്നൽ നൽകണം. അഭിരുചിക്കനുസരിച്ച് വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ സാധിക്കണം. മാതാപിതാക്കളുടെ നിർബന്ധം ഇതിന് ഘടകവിരുദ്ധമായി നിൽക്കാൻ പാടില്ല. ഈ അടുത്തിടെ വായിച്ചൊരു പ്രസ്താവനയിൽ വിദ്യാഭ്യാസം സദ്യ വിളമ്പുന്നത് പോലെയാകരുത്, പകരം ബുഫേ പോലെ ആയിരിക്കട്ടെ എന്ന്. സദ്യയിൽ ആവശ്യമുള്ളതും ഇല്ലാത്തതും വിളമ്പി പോകുമ്പോൾ ബുഫേയിൽ ആവശ്യമുള്ളത് മാത്രം സ്വയം എടുക്കാൻ അവസരമുണ്ട്. വിദ്യാഭ്യാസത്തിലും അത് തന്നെയല്ല വേണ്ടത്. യുവാക്കൾ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കട്ടെ. തിരഞ്ഞെടുപ്പിനുള്ള അവസരം സ്വാതന്ത്ര്യവും അവർക്കുണ്ടാകണം എന്ന് മാത്രം. അതുപോലെ ക്ലാസ് മുറികളിൽ അടച്ചിരുന്ന് പഠിക്കുന്നതിന് പകരം പ്രകൃതിയിലേക്കും സമൂഹത്തിലേക്കും കടന്നു ചെന്ന് ജീവിതം എന്തെന്ന് പഠിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കണം. അവിടെ ജീവിതത്തിൽ ജയിച്ചവരുടെയും തോറ്റവരുടെയും അനുഭവങ്ങൾ വിദ്യാർത്ഥികളുടെ കണ്ണു തുറപ്പിക്കാൻ ഉതകുന്നതാകട്ടെ. സമകാലിക കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് മറ്റൊരു ഭീഷണി ലഹരി വസ്തുക്കളുടെ ഉപയോഗമാണ്. അറിഞ്ഞും അറിയാതെയും ലഹരിയുടെ ചതിക്കുഴിയിൽ യുവജനം അകപ്പെട്ടു പോകുന്നു. പഠനവും വായനയും കളികളും കലകളും ലഹരിയായി മാറണം. യാത്രകൾ ചെയ്യാൻ അവർക്ക് അവസരമുണ്ടാകട്ടെ. ലഹരിക്ക് അടിമപ്പെട്ടവരുടെ ജീവിതയാതനകൾ മനസ്സിൽ പതിയാൻ റീഹാബിലിറ്റേഷൻ സെൻ്ററുകളിലെ സന്ദർശനം അവരെ സഹായിക്കും. +2 കഴിഞ്ഞിറങ്ങുന്നവർക്ക് ടെസ്റ്റില്ലാതെ ഡ്രൈവിംഗ് ലൈസൻസിന് പോകാമെന്ന ഉത്തരവ് ഉടൻ ഇറങ്ങുമെന്നൊരു വാർത്തയും ഉണ്ടായിരുന്നു. റോഡ് നിയമങ്ങൾ സിലബസിൽ ഉൾപ്പെടുത്തുമെന്ന്. അത് ക്രിയാത്മകമായ ഒരു മാറ്റമാണ്. എല്ലാ വിദ്യാർത്ഥികളും പലതരം കഴിവുകളുടെ നിറകുടങ്ങളാണ്. ഇപ്പോൾ പാഠപുസ്തകങ്ങൾ പഠിക്കൽ മാത്രമായി വിദ്യാഭ്യാസം ചുരുങ്ങുകയാണ്. കലാപരമായ കഴിവുകൾ പരിപോഷിപ്പിക്കാൻ പാട്ടും നൃത്തവും വരയും അഭിനയവും ഒക്കെ പണക്കാരുടെ കുത്തകയായി മാറി. കഴിവും ആഗ്രഹവും ഉണ്ടെങ്കിലും പാവപ്പെട്ടവന് അതിന്നും കിട്ടാക്കനിയായി തുടരുന്നു. കായിക രംഗവും വ്യത്യസ്തമല്ല. കലാകായിക പഠനം എല്ലാവർക്കും പ്രാപ്യമാകണം. അതിനുള്ള മാറ്റം വരുത്തിയേ തീരൂ. ശാസ്ത്രം പുരോഗമിച്ചു, സാങ്കേതിക വിദ്യകളും. എന്നിട്ടും കേരളത്തിലെ വിദ്യാർത്ഥികൾ ചുമട്ടുതൊഴിലാളികളെപ്പോലെ ഭാരവും ചുമന്നു പോകുന്ന കാഴ്ച ഏറെ ദയനീയമാണ്. ഇതിനൊരു മാറ്റം വരുത്താൻ സാധിക്കില്ലേ? കഴിയുമെങ്കിൽ അവർക്കൊരു ലാപ്ടോപ്പോ ടാബൊക്കെ നൽകിയാൽ അത് അവരുടെ ഈ ചുമടെടുപ്പിന് ലാഘവമാവും. നമ്മുടെ തൃശ്ശൂരിൽ ഗവേഷണ പഠനത്തിന് സാധ്യതകൾ വളരെ കുറവാണ്. വർദ്ധിച്ചു വരുന്ന തൊഴിലവസരങ്ങൾക്കനുസരിച്ച് പുതിയ വിഷയങ്ങൾ പഠിക്കാൻ സ്ഥാപനങ്ങൾ ഉണ്ടാകണം. പരീക്ഷണശാലകൾ വളർന്നു വരണം. അതുപോലെ തന്നെ ജീവിതത്തിലെ ഏറ്റവും ഊർജ്ജസ്വലമായ കാലഘട്ടത്തിൽ ഉണർന്നിരിക്കുന്ന സമയം മുഴുവൻ ക്ലാസ് മുറികളിലിരുന്ന് പഠിക്കാതെ പഠനത്തോടൊപ്പം അതാത് വിഷയവുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്ത് പഠനത്തിനുള്ള പണം സമ്പാദിക്കാനും ഉത്തരവാദിത്വബോധവും കാര്യക്ഷമതയുമുള്ളവരായി തീരുവാനും വിദേശ രാജ്യങ്ങളിലേതുപോലെ നമ്മുടെ മക്കൾക്കും നാട്ടിൽ അവസരമൊരുക്കണം. 18 വയസ്സ് പൂർത്തിയാകുന്നവർക്ക് സ്വയം സംരംഭങ്ങൾ തുടങ്ങാൻ സാമ്പത്തിക സഹായം നൽകുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. ഗാന്ധിജി വിഭാവനം ചെയ്ത വാർത്താ വിദ്യാഭ്യാസ രീതി തൊഴിലധിഷ്ഠിതമായ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി പാഠ്യപദ്ധതി പരിഷ്കരിച്ചാലേ വളരുന്ന തലമുറ സ്വയം പര്യാപ്തമായി മാറുകയുള്ളൂ. പ്രകൃതി വളരെ സുന്ദരമായി അണിയിച്ചൊരുക്കിയ ഒരു ഭൂപ്രകൃതി നമുക്കുണ്ട്. അതിനെ കൂടുതൽ കൂടുതൽ മനോഹരമാക്കാൻ ഓരോ പൗരനും കടമയുണ്ട്. അത് സാധ്യമാകണമെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ ക്രിയാത്മകമായ മാറ്റങ്ങൾ ഉണ്ടാകണം. പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ വരും വർഷങ്ങളിൽ സമൂലമായൊരു പരിവർത്തനത്തിന് തൃശ്ശൂർ മുന്നേറ്റം കുറിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം, കാത്തിരിക്കാം. ഇത്രയുമാണ് ടീച്ചർ എന്ന നിലയിൽ നമ്മൾ യൂത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളൂ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വേണ്ടി പറയാനും ചെയ്യാനും നമുക്കുണ്ട് എന്നുള്ളത് ഏവർക്കും അറിയാം. എന്തായാലും ഇത്രയൊക്കെ പറയാനായിട്ട് നിങ്ങളുടെ മുന്നിൽ പറയാനായിട്ട് അവസരം തന്ന ഈ ട്രസ്റ്റിനോടും ഭാരവാഹികളോടും പ്രത്യേകിച്ച് എൻ്റെ HM-നോടും നന്ദി മാത്രം. താങ്ക് യു. ഇനി എൻ്റെ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ദേവിക. അവൾക്ക് പറയാനുള്ളത് കൂടി നമുക്ക് കേൾക്കാം.
ഞാൻ ദേവിക സി പി അവണിശ്ശേരി സെൻറ് ജോസഫ്സ് ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. തികച്ചും ഗ്രാമീണമായ ഒരു അന്തരീക്ഷത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുമായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നന്നായി പഠിച്ചുയർന്ന് നല്ലൊരു ജോലി സമ്പാദിച്ച് മാതാപിതാക്കൾക്കും കുടുംബത്തിനും നാടിനും താങ്ങും തണലുമാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ അടുത്ത കാലങ്ങളിൽ പത്രമാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ എന്നെ പലപ്പോഴും ആശങ്കപ്പെടുത്തുകയാണ്. നാട്ടിലുള്ള മിക്കവാറും വിദ്യാർത്ഥികൾ ഭീമമായ സംഖ്യ മുടക്കി വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്നു. കാരണം നാട്ടിൽ തൊഴിൽ സാധ്യതകൾ കുറവാണ്. ചെയ്യുന്ന ജോലിക്ക് തുച്ഛമായ ശമ്പളമാണ് ലഭിക്കുന്നത്. ഒരു പുതിയ സംരംഭം തുടങ്ങുന്നതിന് പോലും നമ്മുടെ നാട്ടിൽ ഒരുപാട് നൂലാമാലകളാണ്. ഇതൊക്കെ മനസ്സിലാക്കിയപ്പോൾ എൻ്റെ മനസ്സിൽ വേവലാതിപ്പെടുകയാണ്. എൻ്റെ സ്വപ്നങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുമോ? വിദേശ രാജ്യങ്ങളിലേതുപോലുള്ള കോഴ്സുകളും തൊഴിലുകളും വരുമാന മാർഗങ്ങളും നമ്മുടെ നാട്ടിലും നടപ്പിലാക്കിക്കൂടെ? നമ്മുടെ നാട്ടിൽ പുതുതലമുറ മുഴുവൻ അന്യനാടുകളിൽ പോയി അവരുടെ ഊർജവും വരുമാനവും അവിടെ ചിലവാക്കുന്നു. സ്വന്തം നാട്ടിൽ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനായി അവസരങ്ങൾ ഉണ്ടായാൽ അതല്ലേ നല്ലത്? വിദേശത്ത് പോയി പഠിച്ച് പണമുണ്ടാക്കി ആർഭാടമായി ജീവിക്കുന്നത് കാണുമ്പോൾ ഏതൊരു വിദ്യാർത്ഥിക്കും വിദേശത്ത് പോകാൻ തോന്നുന്നത് സ്വാഭാവികമല്ലേ? അതിനു പ്രകാരമായി നാട്ടിലും ഇത്തരം സാധ്യതകൾ ഉപയോഗപ്രദമാക്കിയാൽ നമ്മുടെ നാട്ടിലെ യുവജനങ്ങളെ ഇവിടെ നിലനിർത്താൻ സാധിക്കില്ലേ? അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ പഠന സംവിധാനങ്ങളും സിലബസും മറ്റും പരിഷ്കരിക്കാൻ നടപടികൾ എത്രയും വേഗം ഉണ്ടാകേണ്ടതാണ്. പലപ്പോഴും തിയറി പഠനത്തിൽ ഒന്നാമതെത്തുന്ന അതിപ്രഗത്ഭർ പ്രാക്ടിക്കൽ തലത്തിലെത്തുമ്പോൾ പിന്നാക്കം പോകുന്ന അവസ്ഥ മാറണം. ഒരു സ്കൂൾ വിദ്യാർത്ഥിനി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, സ്കൂളുകൾ സർഗാത്മക കഴിവുകൾ പരിപോഷിപ്പിക്കാനുള്ള കേന്ദ്രമായിരിക്കണമെന്നാണ്. ഓരോരുത്തരും വ്യത്യസ്തമായ കഴിവുകളായിട്ടാണ് പിറന്നു വീഴുന്നത്. അതിനെ പരിപോഷിപ്പിക്കാനുള്ള ഇടമായി വിദ്യാപീഠങ്ങൾ മാറണം. അതിൽ സാമ്പത്തികമായി ഒരു വേർതിരിവുകളും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ജാതി, മതം, വർഗം, വർണ്ണം വ്യത്യാസങ്ങളും പാടില്ല. കൂടാതെ ഒരു വിദ്യാർത്ഥിക്ക് ഒരു ലാപ്ടോപ്പ് എന്ന സംവിധാനം ഉണ്ടായാൽ കുറേ പുസ്തകഭാരം ഒഴിവാക്കാം. സഹവാസ ക്യാമ്പുകൾ, വർക്ക്ഷോപ്പുകൾ, പരീക്ഷാശാലകൾ തുടങ്ങിയവ വിദ്യാർത്ഥികൾക്ക് പഠനത്തോട് ആഭിമുഖ്യമുണ്ടാക്കും. കരിയർ ഗൈഡൻസ് ക്ലാസുകൾ, കാലോചിതമായി സ്വതന്ത്രമായ ചിന്തയ്ക്കും ഇടപെടലുകൾക്കും അവസരമുണ്ടായാൽ ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് പറന്നു മുന്നേറാൻ സാധിക്കും. ഞങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചെറുകുകൾ നൽകാൻ വിദ്യാഭ്യാസ വിചക്ഷണന്മാർക്കും അധികാരികൾക്കും സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, ma'am, and thank you, the dear student there. ഇനി അടുത്തത് ആരായിരിക്കും വേദിയിലെത്തുന്നത് എന്ന് നോക്കാം. Number 3. Number 3 is which school? Vivekodayam. All right. So from Vivekodayam Boys Higher Secondary School, we have Mr. Baburaj, the teacher, and student is Gautam Das. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഗൗതം ദാസ്. തൃശ്ശൂർ വിവേകോദയം സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. UG PG ക്ലാസ്സുകളിലേക്കുള്ള പ്രവേശനം ഇതിന് തെളിവാണ്. ഇന്ന് പല കോളേജുകളിലും പല കോഴ്സുകളും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു കുട്ടിയുടെ കരിയർ, ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ ടേണിംഗ് പോയിന്റ് നിർണ്ണയിക്കുന്നത് ആ കുട്ടിയുടെ ഉന്നത വിദ്യാഭ്യാസ ജീവിതകാലമാണ്. അവിടെ ആ കുട്ടിക്ക് ലഭിക്കുന്ന അവസരങ്ങളുടെ വലിയൊരു ലോകമുണ്ട്. അത് നമുക്ക് ചെറിയ ക്ലാസ്സുകളിൽ തന്നെ, സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ നൽകിയാൽ അതൊരു കുട്ടിയുടെ ജീവിതം അല്ലെങ്കിൽ കരിയർ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒന്നായി മാറും. ഒരു കുട്ടിക്ക് ചെറിയ ക്ലാസ്സിൽ നിന്ന് തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ സാധ്യതകൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് നല്ലതാണ്. റിട്ടയേർഡ് പ്രൊഫസർമാരുടെ സേവനങ്ങൾ നമുക്കിതിനായി പ്രയോജനപ്പെടുത്താം. ചെറിയ ചെറിയ പ്രൊജക്റ്റുകളും റിസർച്ചുകളും എല്ലാം സംഘടിപ്പിക്കുകൊണ്ട് അതവരുടെ അഭിരുചികളെ വളർത്തിക്കൊണ്ടുവരാൻ സഹായിക്കും. നമുക്കറിയാം, ശാസ്ത്രം, സയൻസ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ
റീസണിങ് എബിലിറ്റിയുടെ ഒരു പ്രൊഡക്റ്റാണ്. നമ്മളൊരു പുതിയ കാര്യം കാണുമ്പോൾ അതെന്താണ്, അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു കുട്ടിയുടെ താല്പര്യമാണ് റിസർച്ചുകളിൽ ഏറ്റവും പ്രധാനമായും നമുക്ക് വേണ്ടത്. നമുക്കറിയാം, ഇന്ന് തൃശ്ശൂരിലും വിജ്ഞാൻ സാഗർ, അത്താണിയിലെ സിമെറ്റ് ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിലും അവിടെ കുട്ടികൾക്ക് അവയെക്കുറിച്ച്, അവിടുത്തെ സാധ്യതകളെക്കുറിച്ച് എന്താണെന്ന് അറിയുന്നില്ല. ഒരു ക്ലീഷേ കരിയർ ഗൈഡൻസ് ക്ലാസ്സിന് പുറമേ നമുക്ക് ആ കുട്ടിക്ക് അവരുടെ ഭാവിക്ക് ആവശ്യമായ അല്ലെങ്കിൽ വ്യത്യസ്തമായ തലത്തിൽ പലതരം പേഴ്സ്പെക്റ്റീവുകളിൽ മാറ്റി നിർത്തപ്പെടാൻ പാടാത്ത ഒരു കൂട്ടം വിദ്യാർത്ഥികളുണ്ട്, ഡിഫറൻ്റ്ലി ഏബിൾ സ്റ്റുഡൻസ്. അവരും ഈ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ്. നമുക്കറിയാം, പക്ഷേ അവർക്ക് പലപ്പോഴും അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള ഒരു ഭാവി കെട്ടിപ്പടുക്കാൻ സാധിക്കുന്നില്ല. അവർക്ക് അവരുടെ മനസ്സിൽ വലിയ വലിയ ആഗ്രഹങ്ങളോ മറ്റു വലിയ സ്വപ്നങ്ങളോ അവരുടെ മനസ്സിൽ ഉടലെടുക്കാൻ നമ്മുടെ സമൂഹം തന്നെയാണ് സമ്മതിക്കാത്തത്. നമുക്ക് പലപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമുക്കുള്ളൊരു പ്രവണതയാണ്, ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട്, പക്ഷെ അതിലേക്കുള്ളൊരു പാത നമുക്കില്ല. ഡെസ്റ്റിനേഷൻ വിത്തൗട്ട് എ പാത്ത്. അതാണ് നമ്മൾ ഇപ്പോൾ പലപ്പോഴും കാണുന്നത്. ഒരു ഡിഫറൻ്റ്ലി ഏബിൾഡ് സ്റ്റുഡൻറ്റിന് പല മത്സര പരീക്ഷകളിലും റിസർവേഷനുകളൊക്കെ ഉണ്ട്. പക്ഷേ എങ്ങനെ ആ കുട്ടി ആ മത്സര പരീക്ഷ എഴുതി ആ റാങ്കുകളിൽ എത്തിപ്പെടുന്നു എന്നാരും ആലോചിക്കുന്നില്ല. അവർക്കതിന് വേണ്ട സഹായങ്ങളോ മറ്റു പിന്തുണകളോ സമൂഹം ഇന്ന് നൽകാൻ തയ്യാറാകുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ അവർ കൂടി സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒരു വിഭാഗം കുട്ടികളാണ്. അവരുടെ സഹപാഠികൾ മറ്റു മത്സര പരീക്ഷകളുടെയും വലിയ സ്വപ്നങ്ങളുടെയും പിന്നാലെ പോകുമ്പോൾ അവരവരുടെ പഠനകാലം പൂർത്തിയാക്കാൻ കഷ്ടപ്പെടുകയാണ്. ഇത്തരം ഡിഫറൻ്റ്ലി ഏബിൾഡ് സ്റ്റുഡൻസിൻ്റെ ഉയർച്ചയിൽ കൂടി മാത്രമേ നമ്മുടെ വിദ്യാഭ്യാസ രംഗം സമ്പൂർണ്ണമാണ് എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. പിന്നെ നമ്മുടെ യൂത്ത് ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കേരളത്തിൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്ന കുട്ടികളുടെ എണ്ണം കുറയുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം വളരെ വിരളമാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് തെറ്റായ ഒരു സന്ദേശമാണ് വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ഇടയിൽ പകർന്നു നൽകുന്നത്. ഇന്ത്യയിൽ ഇത്രയും അധികം യൂണിവേഴ്സിറ്റികളും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളും എല്ലാം ഉള്ളപ്പോഴും അവിടെ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം എന്തുകൊണ്ടാണ് കുറയുന്നത് എന്നിപ്പോൾ ആരും ചിന്തിക്കുന്നില്ല. നമുക്കറിയാം, ഇപ്പോഴത്തെ അവസ്ഥയിൽ നവീന ആശയങ്ങളാണ് നമുക്ക് വേണ്ടത്. തൃശ്ശൂരിലെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെയുള്ള കോളേജുകളും മറ്റ് NGOകളും ഗവൺമെൻറ് ഏജൻസികളും എല്ലാം ഒറ്റ കുടക്കീഴിൽ കൊണ്ടുവന്ന് അവർക്ക് സംയുക്തമായി നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യാവുന്നതേയുള്ളൂ. അത് പാഠ്യപരമായ കാര്യങ്ങൾക്ക് മാത്രമല്ല, തൊഴിൽപരമായ കാര്യങ്ങൾക്കും ഇത്തരം സംയുക്തമായ പ്രവർത്തനങ്ങൾ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അങ്ങനെ നമുക്ക് ഇവിടെയുള്ള ജോലി സാധ്യത വളർത്താവുന്നതുമാണ്. ഒരുപക്ഷെ ജോലിയാണ് ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയം. ഇവയ്ക്ക് വേണ്ടി ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്ന എല്ലാവരുടെയും കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ജോലിക്കായുള്ള സാധ്യതകളും നോട്ടിഫിക്കേഷൻസുകളും പങ്കുവയ്ക്കാൻ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുക എന്നത് വളരെ പ്രധാനമാണ്. യുവാക്കളുടെ പുരോഗമനം കേവലം എഡ്യൂക്കേഷനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അവർക്ക് സമൂഹത്തിൽ കാണിക്കേണ്ട പ്രതിബദ്ധതയെല്ലാം അതിൽ നിഴലിക്കണം. സമൂഹത്തിൽ അവർക്ക് ചെയ്യാൻ നിരവധി കാര്യങ്ങളുണ്ട്. അവയ്ക്കായിട്ടുള്ള നിരവധി മാർഗങ്ങളാണ് നാം ഇന്ന് കണ്ടെത്തേണ്ടത്. നമുക്കറിയാം, ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു വിഭവം എന്ന് പറയുന്നത് അവിടുത്തെ മനുഷ്യവിഭവം തന്നെയാണ്. ഒരു രാജ്യത്തിലെ പോപ്പുലേഷൻ കൂടുതലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ രാജ്യം പുരോഗമനം കൈക്കൊള്ളണം എന്നില്ല. നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്തിലെ കുട്ടികളെല്ലാം പഠിച്ച് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കി വിദേശ നാടുകളിലേക്ക് പോയി അവിടെയുള്ള മൾട്ടിനാഷണൽ കമ്പനികൾക്കായിട്ടാണ് ഇന്ന് സേവനമനുഷ്ഠിക്കുന്നത്. നമ്മുടെ പൗരന്മാരുടെ ചിന്താശേഷി അഥവാ അവരുടെ കർമ്മങ്ങൾ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പുരോഗമനത്തിനായി ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അതുതന്നെയാണ് നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. നമുക്കിവിടെ ഡിഫൻസ് മേഖലയ്ക്ക് പുറമെ ഈ ചിന്താഗതി കുറവാണ്.
തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്നതിനോടൊപ്പം ഈ ആശയത്തെ വളർത്തിക്കൊണ്ടുവരാനുള്ള വിദ്യാഭ്യാസ നയങ്ങൾ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്. ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ പറയുകയുണ്ടായി 1 to the power 365 gives 1 itself. പക്ഷേ അതിലൂടെ ഒരു ചെറിയൊരു ശതമാനം കൂടിയാൽ അത് വലിയൊരു മാറ്റമാണ് നമുക്കുണ്ടാക്കുക. നമുക്കിവിടെ ചെയ്യാൻ നിരവധി കാര്യങ്ങളുണ്ട്. എന്നാൽ അവയ്ക്ക് കുറേ തടസ്സങ്ങളും ഉണ്ടായിരിക്കും. എന്നാൽ തടസ്സങ്ങൾ നമ്മൾ കാര്യമാക്കാൻ പാടുന്നതല്ല. സമൂഹത്തിൽ ഒരു ചെറിയ മാറ്റത്തിന് ഒരു വലിയ ഫലം കൊണ്ടുവരാൻ സാധിക്കും എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. അടുത്തതായി എൻ്റെ സ്കൂളിലെ അധ്യാപകൻ ബാബുരാജ് മാഷ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അധ്യാപകരെ, ഗൗതം പറഞ്ഞ കാര്യങ്ങളോട് ഒരു അധ്യാപകൻ്റെ പെർസ്പെക്റ്റീവിൽ കുറച്ച് 1-2 കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തേത് നമ്മുടെ റിസർച്ചിനെ പറ്റിയാണ്. നമ്മുടെ തൃശ്ശൂർ പോലുള്ള ഒരു ചെറിയ ജില്ലയിൽ റിസർച്ച് സാധ്യതകൾ എത്രമാത്രം ഉണ്ട് എന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു യൂണിവേഴ്സിറ്റി, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, മെഡിക്കൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ടെങ്കിലും എല്ലാവരും ഈ 2 മേഖലയിലേക്ക് മാത്രം ഒതുങ്ങുന്നവരല്ല. പല മേഖലകളിൽ, ആർട്സ് ആൻഡ് സയൻസിലാണെങ്കിലും ഒക്കെ സാധ്യതകൾ, റിസർച്ച് സാധ്യതകൾ നമുക്ക് വളരെ കുറവാണ്, ലഭ്യമാവുന്ന അവസ്ഥ കുറവാണ്. എനിക്കിതിൽ പറയാനുള്ളൊരു കാര്യം, നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ കാലത്ത് തന്നെ ഒരു 4-5 വയസ്സുള്ള സമയത്ത് തന്നെ കുട്ടികളിൽ ഈ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാക്കാനുള്ള ഒരു പദ്ധതി നിർബന്ധമായിട്ടും നടപ്പിലാക്കേണ്ടതാണ്. അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളുടെ സ്വഭാവത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷണപരതയാണ്. എന്തും എന്തിനാണ്, ഏതിനാണ്, എവിടെയാണ്, എപ്പോഴാണ്, ഇത് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അവരെ കുറേ കൂടി ഔപചാരികമായ ഈ ഒരു റിസർച്ചിൻ്റേതായിട്ടുള്ള പാതയിലേക്ക് നയിക്കാനും അതിൽ വ്യാപരിക്കാനും ഒക്കെ ഉള്ള ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കുമെന്നാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ സാധാരണ ഒരു ശരാശരി വിദ്യാർത്ഥി റിസർച്ചിനെ പറ്റി ആദ്യമായി കേൾക്കുന്നത് അയാൾ PGക്ക് പഠിക്കുന്ന സമയത്ത് മാത്രമാണ്, പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്ന സമയത്ത് മാത്രമാണ്. അപ്പോൾ അത് വളരെ നേരത്തെ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും അവർക്ക് അനുസൃതമായ ചെറിയ തരത്തിലുള്ള എന്തെങ്കിലും റിസർച്ച് പ്രോജക്ട്സും പരിപാടികളും നൽകിക്കൊണ്ട് അതിൽ വർക്ക് ചെയ്ത് അവർക്ക് അവരുടെ ഉള്ളിലുള്ള ഈ വാസനകളെയും റിസർച്ചിനെയും ഒക്കെ പരിപോഷിപ്പിക്കാനും വലുതായി അവരെ ഒരു ഗവേഷണ രംഗത്തേക്ക് കൂടുതൽ ഇറങ്ങേണ്ട സമയമാകുമ്പോഴത്തേക്കും അവർക്ക് ആഴത്തിൽ ഈ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഉള്ള ഒരു ശേഷി ഉണ്ടാക്കാൻ വേണ്ടി സ്കൂൾ തലത്തിൽ തന്നെ, അപ്പർ പ്രൈമറി ക്ലാസ് തലത്തിൽ തന്നെ 5, 6, 7 ക്ലാസ്സുകളിൽ തന്നെ റിസർച്ചിനെ പറ്റിയുള്ള ഒരു അവബോധം കുട്ടികളിൽ ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം കൂടിയും പറഞ്ഞുകൊണ്ട് നിർത്താം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നത്, നമ്മുടെ നാട്ടിലെ ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നതിനെ പറ്റി ഒരുപാട് സിമ്പോസിയംസ് ഉണ്ട്, സെമിനാറുകളുണ്ട്, ടോക്കുകളുണ്ട്, ചർച്ചകളുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി പ്രൈമറി വിദ്യാഭ്യാസത്തെ പറ്റി, അടിസ്ഥാന വിദ്യാഭ്യാസത്തെ പറ്റി നമ്മുടെ നാട്ടിലേറെ ചർച്ചകളോ ഒന്നുമില്ല. അപ്പോൾ അത് ഉണ്ടാവേണ്ടതാണ്. താങ്ക് യു. Thank you, Team Vivekodaya. Thank you. And now we have 2 more participants, I believe. Harishri and St. Thomas Vallachira are yet to present. Let us find out in what order they will be presenting. And I have number 4 with me. So St. Thomas H.S. Vallachira, teacher Ms. Jisha E.M. and student Ms. Josia Joju. So number 1 will be presenting in the last. You will be presenting now. Judges, we have St. Thomas Vallachira. Yes, let's take one moment and give judges a breathing space. Meanwhile, let me remind you, tomorrow's topic of discussion is designing of life in the era of AI. Artificial intelligence എന്നത് ഏറെ പ്രസക്തിയുള്ള ഒരു വിഷയമാണ്. ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന വ്യക്തി
എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു എഴുത്തുകാരനും കൂടിയാണ്. അപ്പോൾ എന്തായാലും ഇത് നല്ലൊരു അവസരമായിരിക്കും സ്റ്റുഡൻസിനും ഫാക്കൽറ്റി മെമ്പേഴ്സിനും എല്ലാവർക്കും വരാനുള്ള ഒരു സാധ്യത എന്തായാലും ഓർക്കുക. വി വിൽ ജസ്റ്റ് വെയിറ്റ് ഫോർ എ മൊമെൻറ്റ്. ജഡ്ജസ്, വി ആർ റെഡി. നൗ വി ഹാവ് സെയിൻറ്റ് തോമസ് HS വല്ലച്ചിറ at the lectern. With your permission, shall we start? Yes. സദസ്സിലിരിക്കുന്ന ഏവർക്കും സ്വാഗതം. വിദ്യാഭ്യാസം എന്നാൽ എഴുത്തും വായനയും പഠിക്കുക എന്നതല്ല. അത് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്താർജിക്കലാണ്. ഇത് വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഗാന്ധിജിയുടെ കാഴ്ചപ്പാടാണ്. ഇത്രയും കാലത്തെ എൻ്റെ വിദ്യാലയ കാലഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം വിദ്യാർത്ഥികളെ പ്രബുദ്ധരാക്കുക എന്നതാണ്. വിദ്യാർത്ഥികളുടെ മനസ്സിൽ വസ്തുതകളും ഫോർമുലകളും കുത്തിനിറയ്ക്കുന്നത് ഒരിക്കലും വിദ്യാഭ്യാസമാകുന്നില്ല. തലച്ചോറിന് ഭാരം നൽകുന്നത് മാത്രമാകരുത് വിദ്യാഭ്യാസം. അത് മനസ്സിന് ശിക്ഷണം നൽകുന്നതായിരിക്കണം. ശരിയായ വിദ്യാഭ്യാസം നേടിയാൽ മാത്രമേ ഒരു വിദ്യാർത്ഥി പ്രകാശനമായ മനസ്സും വ്യക്തിപ്രഭാവത്തിന്റെ വർദ്ധിത ചൈതന്യവും കൈവരിക്കുകയുള്ളൂ. ഇന്നത്തെ വിദ്യാഭ്യാസം മനുഷ്യരെയല്ല വാർത്തെടുക്കുന്നത്, മറിച്ച് സമൂഹം എന്ന യന്ത്രം പ്രവർത്തിപ്പിക്കുന്ന ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, അഭിഭാഷകർ തുടങ്ങിയ പ്രവർത്തകരെയാണ്. മാറിവരുന്ന ജീവിത സാഹചര്യങ്ങളും വർദ്ധിച്ചു വരുന്ന മാനസിക വെല്ലുവിളികളുടെയുമാണ് ഇന്നത്തെ കുട്ടികളുടെ ജീവിതം കടന്നു പോകുന്നത്. വിദ്യാഭ്യാസം എന്നാൽ അക്കങ്ങളിൽ അളവുകൾ നിർണയിച്ച ഈ കാലത്ത് മൂല്യബോധമുള്ള വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ആരും മനസ്സിലാക്കുന്നില്ല. കുട്ടികൾക്ക് പുസ്തക വിദ്യാഭ്യാസത്തോടൊപ്പം ജീവിത മൂല്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത് അനിവാര്യമാണ്. മാതാപിതാ ഗുരു ദൈവം എന്ന ചിന്ത കുട്ടികളിൽ വരുത്തുന്ന മാറ്റം വളരെ വലുതാണ്. ആ മാറ്റങ്ങളെ തിരിച്ചറിഞ്ഞ് അവരിൽ പഠനത്തിന്റെ അടിസ്ഥാന തത്വം മത്സരബോധമല്ല, മറിച്ച് സഹവർത്തിത്വമാണെന്ന് പറഞ്ഞു മനസ്സിലാക്കണം. നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഘടനയിൽ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് കുറച്ച് സമയം കണ്ടെത്താൻ സാധിക്കണം. കുട്ടികൾ ചെറുപ്പത്തിൽ പഠിച്ചിരിക്കേണ്ട ക്ഷമ, കരുണ, തെറ്റുപറ്റിയാൽ മാപ്പ് ചോദിക്കാനുള്ള മനസ്സ്, മുതിർന്നവരോടുള്ള ബഹുമാനം എന്നീ നല്ല ഗുണങ്ങൾ ഈ തലമുറയിലില്ല എന്നതാണ് സത്യം. ആ സത്യത്തെ തിരിച്ചറിഞ്ഞ് നമ്മുടെ സമൂഹം മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിനായി കുറച്ച് സമയം മാറ്റിവെച്ചാൽ ഒരു നല്ല ഭാവി തലമുറയെ വാർത്തെടുക്കാനാകും. മാനസികവും ഭൗതികവുമായ വളർച്ചയാണ് വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ വാർത്തെടുക്കാൻ വിദ്യാഭ്യാസത്തിന് സാധിക്കും. വിദ്യാലയത്തിലെത്തുന്ന കുട്ടി അച്ചടക്കം, ക്ഷമാശീലം, കൃത്യനിഷ്ഠത, സത്യസന്ധത, സൗഹാർദ്ദം തുടങ്ങിയ ഗുണങ്ങൾ ആർജിക്കുന്നു. ദുശീലങ്ങൾ ഒഴിവാക്കി നല്ല സ്വഭാവം രൂപീകരിക്കാൻ വിദ്യാഭ്യാസത്തിന് സാധിക്കും. ഈ കാലത്ത് 8ാം ക്ലാസ്സിൽ എത്തുമ്പോൾ തന്നെ പല കുട്ടികളും ലഹരി എന്ന വിപത്തിൽ പെട്ടുപോകുന്നു. പല വിദ്യാലയങ്ങളും ഒരു ലഹരി വിതരണ കേന്ദ്രമായി മാറിയിരിക്കുന്നു. ഇന്ന് ലഹരിയോടുള്ള അടിമത്തം പൊതുവായി വിലയിരുത്തപ്പെടുന്നത് മാനസികമായ ഇച്ഛാശക്തിയുടെ കുറവ് മൂലമോ ബലഹീനതയോ കൊണ്ടാണ്. ശരിയായ രീതിയിലുള്ളതും എന്നാൽ മെച്ചപ്പെട്ടതുമായ വിദ്യാഭ്യാസമാണ് കുട്ടികൾക്ക് വേണ്ടത്. അത് സമൂഹം ഉറപ്പുവരുത്തുകയും വേണം. നമ്മുടെ സമൂഹത്തിൽ അതിക്രമം ഉണ്ടാകുന്നതിന് കാരണം ശരിയായ വിദ്യാഭ്യാസത്തിന്റെ അപര്യാപ്തതയാണ്. ശരിയായ വിദ്യാഭ്യാസം ഒരു നല്ല വ്യക്തിയെ സൃഷ്ടിക്കുന്നു. വ്യക്തിയിൽ നിന്ന് സമൂഹത്തിലേക്കും സമൂഹത്തിൽ നിന്ന് രാഷ്ട്രത്തിലേക്കും ആ നന്മ പടരും. മാനുഷിക മൂല്യങ്ങളും മാനവിക കാഴ്ചപ്പാടുകളുമുള്ള പഠനം ഉപേക്ഷിച്ച് പണമുണ്ടാക്കാനുള്ള ആസക്തിയിലുള്ള പഠനം മാത്രമാണ് ഇന്നത്തെ തലമുറ നടത്തുന്നത്. അതിന്റെ ഫലമായി ഒരുപാട് സ്വാശ്രയ കോളേജുകളും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉടലെടുത്തു. പണമുള്ളവർക്ക് മാത്രം വിദ്യാഭ്യാസം എന്നതാണ് കച്ചവടവൽക്കരണത്തിന്റെ മുദ്രാവാക്യം. ഇതിന്റെ ഭാഗമായി വിദ്യാഭ്യാസം കാശ് കൊടുത്ത് വാങ്ങുന്ന ഒരു ചരക്കായി മാറിയിരിക്കുന്നു. മെച്ചപ്പെട്ട ചരക്കിന് ഉയർന്ന ഫീസ് എന്ന ന്യായീകരണം പ്രചരിപ്പിക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്നു. ഇത് ന്യായമല്ലേ എന്ന് സാധാരണക്കാരെ കൊണ്ട് പോലും ചിന്തിപ്പിക്കുന്നു. ഗവൺമെന്റ് വിഭാഗത്തിൽ പുതിയ തലമുറയ്ക്ക് ആവശ്യമായ കോഴ്സുകൾ കുറയുന്നു. നിലവാരമില്ലാത്ത ഒരു സമൂഹത്തെയാണ് ഈ കോളേജുകളിൽ കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസം എന്നത് സമൂഹത്തിലെ എല്ലാ കുട്ടികൾക്കും അവകാശപ്പെട്ടതാണ്. എന്നാൽ ഉയർന്ന ക്ലാസ്സുകളിൽ എത്തുമ്പോഴേക്കും സമൂഹത്തിന്റെ താഴേക്കടിയിലുള്ള ബഹുഭൂരിപക്ഷവും വിദ്യാഭ്യാസത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക. വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തിക ലക്ഷ്യം സാമ്പത്തിക സുരക്ഷിതത്വം മാത്രമാണെന്ന് പുതുതലമുറ കരുതുന്നു.
അതിനാൽ കൂടുതൽ മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ തേടി വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നു. ജന്മനാട്ടിൽ തന്നെ തുടരണമെന്ന് ആഗ്രഹിക്കുന്നവരെ പോലും നാടുവിടാൻ നിർബന്ധിതരാകുന്ന വിദ്യാഭ്യാസ നയം മാറേണ്ടത് അനിവാര്യമാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സ്ഥിരാകേന്ദ്രമാണ് യൂണിവേഴ്സിറ്റികൾ. വിദേശ രാജ്യങ്ങളിലേതുപോലെ എല്ലാ രാജ്യക്കാരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള മൂല്യമുള്ള യൂണിവേഴ്സിറ്റികളുടെ അഭാവം കേരളത്തിലുണ്ട്, പ്രത്യേകിച്ച് തൃശൂർ ജില്ലയിൽ. സാംസ്കാരിക നഗരി എന്ന് അറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം ജില്ലയെ വിജ്ഞാനിക നഗരിയാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. വിവിധ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ച ഒട്ടേറെ പ്രതിഭകൾ നമ്മുടെ ജില്ലയിലുണ്ട്. അവരുടെ അറിവും അനുഭവ സമ്പത്തും പുതുതലമുറയ്ക്ക് കരുത്തും വഴികാട്ടിയുമാകണം. വിദ്യാഭ്യാസം എന്നത് മരണം വരെ നീളുന്ന തുടർ പ്രക്രിയയാണെന്നിരിക്കെ കേവലം തൊഴിൽ സമ്പാദനം എന്നതിലപ്പുറം ചിന്തിക്കാനും പ്രവർത്തിക്കാനും വേദിയൊരുങ്ങണം. യുനെസ്കോയുടെ ലേണിംഗ് സിറ്റി എന്ന അംഗീകാരം ലഭിച്ച ജില്ലയ്ക്ക് അവർ മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യത്തിലൂന്നി പ്രവർത്തിക്കാനും കടമയുണ്ട്. ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ വലിയൊരു സ്വപ്നം നേടാൻ ഞാനും കാത്തിരിക്കുകയാണ്. വിജ്ഞാനത്തിന്റെ പുതിയ തലങ്ങൾക്കായി. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. വിദ്യാഭ്യാസത്തിൻ്റെ വേരുകൾ കൈപ്പേറിയതാണെങ്കിലും അതിൻ്റെ ഫലങ്ങൾ മധുരമുള്ളതാണ് എന്ന അരിസ്റ്റോട്ടിലിൻ്റെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ തുടങ്ങട്ടെ. വിദ്യാഭ്യാസമാണ് വ്യക്തിത്വ വികസനത്തിനും സാമൂഹിക വളർച്ചയ്ക്കും ആധാരമായ അറിവുകളും കഴിവുകളും മൂല്യങ്ങളും നൽകുന്നത്. എന്നാൽ ശരിയായ വിദ്യാഭ്യാസം നേടിയാൽ മാത്രമേ വിദ്യാർത്ഥിക്ക് പ്രകാശമാനമായ മനസ്സും വ്യക്തിപ്രഭാവത്തിൻ്റെ വർദ്ധിത ചൈതന്യവും കൈവരിക്കാൻ സാധിക്കൂ. വിദ്യാഭ്യാസം എല്ലാ കുട്ടികൾക്കും അവകാശപ്പെട്ടതാണ്. സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള നിരന്തരമായ പോരാട്ടങ്ങളിലൂടെയാണ് കേരളത്തിലെ വിദ്യാഭ്യാസം പടർന്നു പന്തലിച്ചത്. അതിൻ്റെ തുടർച്ചയായി കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം കൂടുതൽ ഉന്നതികൾ പ്രാപ്തമാക്കുകയും ചെയ്തു. എന്നിരുന്നാലും ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ മേഖല, പ്രത്യേകിച്ച് സ്കൂളിലെ വിദ്യാഭ്യാസ തലം നേരിടുന്ന പ്രതിസന്ധികൾ, പരിമിതികൾ നിരവധിയാണ്. അതിലെ കുറച്ച് പരിമിതികളെ ഇവിടെ സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായി വിദ്യാഭ്യാസത്തിലെ കച്ചവടവൽക്കരണം. സാമ്പത്തികം ഉള്ളവനും ഇല്ലാത്തവനും രണ്ട് തട്ടിലുള്ള വിദ്യാഭ്യാസമാണ് ഇവിടെ ലഭിക്കുന്നത്. പ്രൈമറി തലം മുതൽ പ്രൊഫഷണൽ തലം വരെ അത് നമുക്ക് കാണാൻ സാധിക്കും. കാശ് കൊടുത്താൽ മാത്രമേ നല്ല വിദ്യാഭ്യാസം നേടാൻ സാധിക്കൂ എന്ന് സമൂഹത്തിൽ ഇന്നേറെ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികമില്ലാത്ത മിടുക്കരായ കുട്ടികൾക്ക് അതേറെ വേദനാജനകം തന്നെ. അതിനാൽ എല്ലാ കുട്ടികൾക്കും ഒരേ തരത്തിലുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ സർക്കാർ ഇടപെടേണ്ടത് അനിവാര്യമാണെന്ന് തോന്നുന്നു. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ അപര്യാപ്തത. ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടും മൂല്യബോധം നഷ്ടപ്പെടുന്ന ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ കുട്ടികളിൽ ചെറുപ്രായത്തിൽ തന്നെ മൂല്യബോധത്തെ വളർത്തുന്ന പഠന വിഷയങ്ങൾ, പഠന രീതികൾ ആവിഷ്കരിക്കേണ്ടതാണ്. ലഹരി ഉപയോഗം, പെരുമാറ്റ വൈകല്യങ്ങൾ എന്നിവയ്ക്ക് നെഗറ്റീവ് മാർക്ക് നൽകുമെന്നും ഡ്രൈവിംഗ് ലൈസൻസ് പോലെയുള്ള വയ്ക്ക് ബ്ലാക്ക് മാർക്ക് നൽകുമെന്നും നിർബന്ധിത സാമൂഹ്യ സേവനം ചെയ്യേണ്ടി വരുമെന്നും ഉള്ള ഭയം കുട്ടികൾക്ക് തെറ്റായ മാർഗത്തെ ഒഴിവാക്കി ശരിയായ പാത തിരഞ്ഞെടുക്കുന്നതിന് സാധിക്കും. പരീക്ഷാഫലം മാത്രമല്ല വിദ്യാഭ്യാസത്തിന്റെ അളവുകോൽ. ജീവിക്കാൻ പഠിക്കുക, കൂട്ടായ്മയോടുകൂടി പ്രവർത്തികളിൽ ഏർപ്പെടാൻ പഠിക്കുക, സാമൂഹ്യ ബോധമുണ്ടാവുക, നല്ല രീതിയിൽ പെരുമാറാൻ പഠിക്കുക, ഉത്തരവാദിത്തങ്ങൾ പാലിക്കുക. ഇതെല്ലാം പരീക്ഷയ്ക്ക് വരാത്ത പക്ഷേ ജീവിതത്തിനാവശ്യമായ കാര്യങ്ങളാണെന്ന് വിദ്യാർത്ഥികളെ ബോധ്യപ്പെടുത്തണം. വിദ്യാലയത്തിൽ കുട്ടികളിൽ അച്ചടക്കവും മൂല്യബോധവും വരുത്താൻ എല്ലാ അധ്യാപകർക്കും പ്രവർത്തന സ്വാതന്ത്ര്യവും ഇതോടൊപ്പം നൽകാൻ ശ്രമിക്കണം. അടുത്തത് അപക്വമായ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണ് ഓരോ തോൽവികളും. പഠിച്ചില്ലെങ്കിലും വിജയിക്കുമെന്ന ചിന്ത കുട്ടികളുടെ ഉള്ളിലെ ക്രിയാത്മകമായ അവരുടെ കഴിവുകൾ പുറത്തെടുക്കുന്നതിൽ വിലങ്ങുതടിയാകുന്നു. അത് പഠനത്തെ നിസ്സാരവൽക്കരിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നു. ഈ രീതി വിദ്യാഭ്യാസ മേഖലയിൽ ചെറിയ കോട്ടമെങ്കിലും വരുത്തുന്നു. തോൽവി നേരിടാനും വീണ്ടും വിജയിക്കാനും കുട്ടികളെ പ്രാപ്തരാക്കണം.
പഠിച്ചില്ലെങ്കിൽ തോൽവി രുചിക്കണം എന്ന വ്യവസ്ഥ പ്രൈമറി തലം മുതൽ നിലവിൽ വന്നാൽ കുട്ടികൾക്ക് പഠനത്തെ ഗൗരവമായി കാണാനും ഉത്സാഹത്തോടെ പഠിക്കാനും സാധിക്കും. പാഠ്യേതര വിഷയങ്ങളുടെ അവകാശ നിഷേധം. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയെ പോഷിപ്പിക്കുന്നതാണ് കലാകായിക മേഖലകൾ. എന്നാൽ അത്തരം പാഠ്യേതര പ്രവർത്തനങ്ങളെ പരിശീലിപ്പിക്കുന്ന സ്പെഷ്യലിസ്റ്റ് അധ്യാപകരുടെ സേവനം എല്ലാ വിദ്യാലയത്തിലെയും കുട്ടികൾക്ക് ലഭിക്കുന്നില്ല. വിദ്യാലയത്തിലെ കുട്ടികളുടെ എണ്ണം അടിസ്ഥാനമാക്കിയുള്ള അധ്യാപക തസ്തിക നിർണയം ഇതിന് തടസ്സമാകുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, BRCകൾ എന്നിവ വഴി ക്ലബിംഗ് സിസ്റ്റത്തിലൂടെ മതിയായ എണ്ണം കുട്ടികളില്ലാത്ത വിദ്യാലയങ്ങളിൽ ഇത്തരം അധ്യാപകരുടെ സേവനം ലഭ്യമാക്കാൻ ശ്രമിക്കണം. ഇതിലൂടെ എല്ലാ കുട്ടികൾക്കും തുല്യനീതി ഉറപ്പാക്കാൻ സാധിക്കും. വിദ്യാഭ്യാസ രംഗത്തെ രാഷ്ട്രീയവൽക്കരണം. മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ നമ്മുടെ വിദ്യാഭ്യാസ നയത്തെ കരുവാക്കുന്ന പ്രവണത ഇന്ന് കണ്ടുവരുന്നു. അത് വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടും ഭൂഷണമല്ല. വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് വിദ്യാർത്ഥികൾ നയിക്കുന്നതായിരിക്കണം ഏത് ഗവൺമെന്റിന്റെയും വിദ്യാഭ്യാസ കാഴ്ചപ്പാട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സ്വാശ്രയ മേഖലയുടെ കടന്നുകയറ്റം ഒരു പരിധിവരെ നമ്മുടെ വിദ്യാഭ്യാസ നിലവാര തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. കാലക്രമേണ അത് നമ്മുടെ സമൂഹത്തിന് ഒരുപാട് പ്രതിസന്ധികൾ സൃഷ്ടിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. അതിന് മറികടക്കാൻ എല്ലാ ജനങ്ങളും ഒറ്റ മനസ്സോടെ പ്രവർത്തിച്ചാൽ മാത്രമേ സാധിക്കൂ. അനുകൂലമായ പഠന സാഹചര്യത്തിന്റെ അഭാവം. വിദ്യാഭ്യാസത്തിന് അനുയോജ്യമായ തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ നമ്മുടെ നാടിന് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കാനായി നാടിന്റെ യുവത വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നു. അതുമൂലം അവരുടെ മാനവ വിഭവശേഷി സ്വന്തം നാടിന് പ്രയോജനപ്പെടാതെ പോകുന്നു. പുതുതലമുറയെ ആകർഷിക്കാൻ ഒരുങ്ങുന്ന വിദ്യാഭ്യാസ രീതികളും തൊഴിൽ സാമ്പത്തിക സുരക്ഷിതത്വവും ഇവിടെ ഒരുക്കി കൊടുക്കണം. അതിനായി ഏറ്റവും മികച്ച സാങ്കേതിക വൈദഗ്ധ്യം ലഭ്യമാകണം. പോകാൻ ആഗ്രഹിക്കുന്നവർ പോകട്ടെ, പോകാൻ ആഗ്രഹിക്കാത്തവർക്ക് സ്വന്തം നാട്ടിൽ നിലനിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നതായിരിക്കണം സമൂഹത്തിന്റെ ലക്ഷ്യം. അതിനുള്ള തയ്യാറെടുപ്പുകളായിരിക്കണം വിദ്യാഭ്യാസത്തിന്റെ സാമൂഹിക ലക്ഷ്യവും. ഇതോടൊപ്പം തന്നെ അധ്യാപകർ എന്നും നിരന്തരം പഠിതാക്കളാകണമല്ലോ എന്ന ലക്ഷ്യത്തോടെ എല്ലാ അധ്യാപകർക്കും കാലോചിതമായ പാഠ്യപദ്ധതിക്കനുസരിച്ച് കൃത്യമായ പരിശീലനവും നടത്തേണ്ടത് അനിവാര്യം തന്നെ. അധ്യാപകർ മെച്ചപ്പെട്ടാൽ മാത്രമേ പഠനബോധ തന്ത്ര രീതികൾ കുട്ടികളിലേക്ക് ഫലവത്തായി എത്തിക്കാൻ സാധിക്കൂ. ഇത്രയും സമയം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ ചെറിയ പരിമിതികൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇതിനെല്ലാം ഉപരി നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഒരുപാട് ഉയർന്ന തലങ്ങളിലേക്ക് വളർച്ച നേടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ഒരുപാട് മേന്മകളെ സ്വന്തമാക്കാൻ പറ്റിയിട്ടുമുണ്ട്. അതിൻ്റെ ഒരു വ്യക്തമായ നേർചിത്രം തന്നെയാണല്ലോ പൂരപ്പെരുമയിലൂടെ ലോകത്തിന്റെ നെറുകയിലെത്തിയ തൃശ്ശൂരിന് മാറ്റുകൂട്ടി യുനെസ്കോയുടെ ആഗോള വിജ്ഞാന നഗര പട്ടികയിൽ തൃശ്ശൂർ ഇടം പിടിച്ചതും. വായിക്കുക, പഠിക്കുക, പഠിപ്പിക്കുക, ആഘോഷിക്കുക എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി വിജ്ഞാനമുള്ള പുതുതലമുറയെ സൃഷ്ടിക്കാൻ തൃശ്ശൂരിന് അവസരം വന്നതിൽ അഭിമാനിക്കാം. ആജീവനാന്ത പഠനം എന്ന സിദ്ധാന്തത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ പ്രായഭേദമില്ലാതെ ഏവർക്കും അവരുടെ അഭിരുചിക്കനുസരിച്ച് കൂടുതൽ വിജ്ഞാന മേഖലയിലേക്ക് വളരാനും അതിലൂടെ അവരുടെ തൊഴിലിടങ്ങളിൽ പുത്തനാശയങ്ങളെ കൊണ്ടുവരാനും സ്വപ്നതുല്യമായ നേട്ടത്തിനും മാനസിക ശാരീരിക ഉണർവിനും ഇത്തരത്തിലുള്ള പദ്ധതി സഹായകമാകുമെന്നത് നിസ്സംശയം പറയാം. ഈ സംരംഭത്തിലൂടെ സാംസ്കാരിക നഗരം എന്നതോടൊപ്പം വിജ്ഞാന നഗരം എന്ന ഖ്യാതി കൂടി നേടാൻ തൃശ്ശൂരിന് സാധിക്കട്ടെ. ആജീവനാന്ത പഠനം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമ്മുടെ ഗ്രാമത്തിനും അവസരം വന്നിരിക്കുകയാണ്. ലൈഫ് ലോങ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേരിൽ ശ്രീലകം ഒരുക്കുന്ന വലിയൊരു ഉദ്യമം. വിജ്ഞാനത്തിന്റെ പുതുനാമ്പുകൾ തേടി വരുന്ന ഏവർക്കും ചേക്കേറാനൊരിടം എന്ന് വിശേഷിപ്പിക്കാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ കാലോചിതമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇതുപോലെയുള്ള സംരംഭങ്ങൾക്ക് കഴിയട്ടെ. അതിനുള്ള സാഹചര്യം നമ്മുടെ സമൂഹം ഒരുക്കട്ടെ. അതിലൂടെ മൂല്യബോധമുള്ള യുവതലമുറയെ വാർത്തെടുക്കാൻ, പുതു കണ്ടെത്തലുകൾക്ക് വേദിയൊരുക്കാൻ, വ്യത്യസ്ത തൊഴിലിടങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തട്ടെ. നന്ദി, നമസ്കാരം. Check. Yes. Thank you, St. Thomas Vallachara. We have our distinguished guest who has joined us in the midst of our presentation. Somebody who is a true blue academic herself, who earnestly strives to enhance the academic standards of the state's education.
ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ നടക്കാവിൻ്റെയും ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ആഴ്ചവട്ടത്തിൻ്റെയും ഒക്കെ പ്രിൻസിപ്പൽ സ്ഥാനം വഹിച്ചിരുന്ന ഒരു അധ്യാപികയാണ്. ഇപ്പോൾ നമ്മൾ പക്ഷേ മാഡത്തിനെ അറിയുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഊർജ്ജസ്വലയായ മേയറായിട്ടാണ്. ഒരു പ്രസൻറ്റേഷനും കൂടെ കഴിഞ്ഞതിന് ശേഷം മാഡം വരാം എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. താങ്ക് യു മാം. സോ ദെൻ we will get to listen to Harishri Vidya Nidhi team who will be making their presentation. Harishri Vidya Nidhi School, Pungundam. We have the teacher, Ms. Sridevi Nair, who is accompanied by the student, Ms. Haripriya Hemant. Best wishes to the two of you. We cannot always build the future for our youth, but we can always build our youth for the future. Franklin D. Roosevelt. Good afternoon, ladies and gentlemen. My name is Haripriya Hemant. I am a student of Harishri Vidyanidhi. Today, I will be speaking a few words on the topic, Innovative Techniques to Solve Key Problems in Thrissur on Education and Youth Development. One of the major problems that the youth of today faces is the age-old education system. We cannot be expected to think forward if we are stifled by the old and outdated academic-centric education system. It is high time we understood that education is an umbrella term for a varied list of topics. Based on my reading, browsing, and interviewing of my peers, I have broadly outlined 4 points, which are the following: skill development, integration, infrastructural development, and mentorship. Integration and mentorship are basically an extension of skill development. So without any further ado, let me get to my first point. Skill development is a comprehensive concept. As our Prime Minister Narendra Modi once said, the more we give importance to skill development, the more competent will be our youth. I remember my mother telling me one day that she was not allowed to use calculators when she was in college, and this was in the early 2000s. The reason she was given was that using calculators would retard her mental growth and development. Nowadays, more or less all schools allow their senior students to use calculators for solving advanced problems. Similarly, our teachers nowadays, they disapprove of us using ChatGPT, even though it is certain that in the coming years, the restrictions will reduce. This is because we live in the era of computers. So instead of focusing all our energy onto something that will be not as important later on, should we not focus on developing our skills in areas other than academics? There are 389 vocational education institutions in Kerala, and 33 of them are in Thrissur. These are mostly state-owned institutions. But it is important that each student knows at least one vocation, so that they will have something to fall back onto if need be. The most predictable thing about life is that it is unpredictable. Crises and disasters do not wait for our approval to strike us. Crisis management classes are very important. We need to learn to keep our heads calm and minds mature so that we can deal with any situation in a mature manner. Similarly, every student needs to learn how to perform CPR, because there is nothing more important than saving the life of a fellow human being. It is absolutely necessary that we know how to administer CPR. Public speaking skills are something that is depleting nowadays as students begin to develop glossophobia, a fear of public speaking. Schools must provide their students with adequate training to speak in public so that they will become excellent orators later on in life. An organization that has always worked for the development of the youth is the Student Police Cadet Program. As a former cadet, I can proudly attest to the fact that it has made me a better version of myself, to someone who is not afraid to voice her opinion or stand up to challenges, to someone who loves her society and surroundings. Unfortunately, this program is only being implemented in state or government-aided institutions. Other schools must also be given this opportunity. An activity that can be encouraged and implemented among the youth is that of a community treasure hunt. In this program, the clues will only be received if the student performs a task, such as getting a platform ticket from a railway station or filling a postcard from a post office. These activities are not only entertaining but also keeps us
aware about the happenings of society. Coming to my second point, which is integration. There are two types of integration: art integration and sport integration. Now, Thrissur, being the cultural capital of Kerala, is a hub of cultural activities. But schools should encourage their students more and more to pursue cultural activities, because you can develop your skills and discover new talents you did not know you already have. Sports development, sports integration is something that is very important. But there exists a stigma among the society that sports are not as important as academics. But it has been scientifically proven that any sort of athletic activity is important for one's academic prowess. Not only sports, every student must also be given self-defense training, because we live in a dangerous world and we need to know how to defend ourselves. My third point here is the infrastructural changes we can bring about. The billboards we see all around town, advertising everything from rice to metal rods for construction, are nothing but an eyesore. So if we can change these billboards, especially the ones around school zones, into informative boards, this not only benefits the students going to schools, but also the passers-by. Something else which can be done is, each school can pick an area around town and find ways to beautify it with the materials they have. Another thing we can do is construct a bookworm pavilion. A bookworm pavilion is a structure in Mumbai where students can not only read but also explore their surroundings. If we construct such a structure in Nehru Park or the Thrissur round, we can ensure the students will not just read, but they can also touch some grass, both metaphorically and literally. This brings me to my final point, which is mentorship. A system of mentorship tailored to benefit the mentees' goals and aspirations is very helpful. Another take on this is an internship program. Internship programs not only widens one's area of expertise, one can build a network of professionals with this, and you can learn new skills and develop new interests. A program which can be implemented here is that of a job shadowing program, where a student can shadow a professional a day of the year and know what they do in their professional life. In 2019, I got the opportunity to meet with the District Collector of Malappuram, Jafar Malik IAS. He told me of his daily schedule, how he worked, and it was a great inspiration for me, and I have no doubt that if given the opportunity, other children will also be greatly inspired by this. So this brings me to the end of my presentation. I hope that these points will be taken into consideration so that our Thrissur can become a highly developed, student-friendly learning city. I thank all the organizers for giving me this opportunity and my school. Thank you everyone, and have a nice day. Good afternoon, respected members on the panel, teachers and students from various schools in Thrissur, and other respected dignitaries attending this presentation. My name is Sri Devi. I'm a teacher from Harishri Vidyanidhi School, Pungunnam. My presentation ideas cover 4 major domains. First is teaching, then innovation, third, community, and lastly, mental health. Being a teacher myself, I would like to begin with the domain of teaching. Currently, we teachers are restricted to our own schools and limited networks across schools, especially different boards of education. For this, I propose creating an innovation committee as well as teacher support networks comprising teachers, administrators, parents, and community representatives. This committee can be responsible for researching best practices from other schools or regions that have successfully implemented innovations in education. Next, I propose the use of personalized learning AI, creating artificial intelligence-powered platforms that adapt to individual students' learning styles and paces. These platforms could analyze students' strengths and weaknesses, adjusting content and exercises accordingly to optimize learning outcomes, along with gamified education, designing educational games that make learning engaging and interactive. Gamification can be applied to various subjects to enhance understanding and retention of concepts. These could be used along with digital learning platforms using virtual laboratories and blended learning.
Though we have social media apps, I think developing parental engagement apps, that is designing apps that facilitate communication between parents and teachers, enabling parents to actively participate in their child's education and staying informed about their progress is the need of the hour. The next domain is innovation. In Thrissur, we find unemployment and underemployment among the youth. This could be because there's a mismatch between the skills they possess and the demands of the job market. So I firstly propose innovation clubs in schools and colleges. Students need to be futuristic and innovative. This could be the best platform to discuss ideas and thus promote the culture of innovation. Inter-school competitions at district and state level by these clubs can be organized, and the winning ideas could be government funded to be implemented. Lastly, student awards for social initiatives. In Thrissur, we are very familiar with billboards and flexes of children who have scored full A+ in various board exams for 10th and 12th standards. Schools and colleges hardly ever advertise social initiatives and innovations of their students. Why can't we promote and advertise the same? I move on to the next domain, community. Community gamification. It helps players of all ages and experience levels take meaningful action on issues like waste management. It can be played as an individual or as a team member for a school. One can win prizes by collecting points for completing an extensive array of suggested environmental tasks. Low-cost wearable tracking devices can be provided to improve community involvement. Cycle lanes for students. Traffic and road conditions of our district is not at all safe or friendly for students to use their cycles. Separate cycle lanes to facilitate their commute with safety protocols is the need of the hour. Barrier-free, inclusive education. Most of our schools and colleges are not disability friendly. We need ramps, elevators, tactile areas, and voice recognition softwares to be ensured for individuals with special needs or those who are differently able. Ecosystem parks. Our youth are increasingly alienated from their natural ecosystems. Parks can be set up to study local ecosystems. An example of an ecosystem in Thrissur can be the Kolpadam or the paddy fields. There are several migratory birds and other species which can be studied in detail in these ecosystems. And these ecosystem parks can provide a lot of insight into environmental issues and solutions. Interactive sessions. Spend a day event with farmers or with a potter in a potter's village are experiences that go beyond the textbook. Students in palliative care or SIP. Students need to develop empathy and awareness on pain and disease. The Pain and Palliative Care Society started its SIP program to give sensitization classes to the students, followed by one-day structured training in palliative care and linking them with local palliative care units under the CHC and PHC. This can be implemented in most schools and colleges in the district. And my last domain, but not the least, is mental health. I am a psychology teacher and I teach students in the age group of 16 to 18. I encounter mental health issues my students face on a daily basis. We live in a culture that is dismissive of emotional expressions, and it is well evident in our suicide statistics. In a state where youngsters decide to end their lives because there was no one to turn to during their emotional crisis, emotional intelligence deserves to be incorporated into the curriculum. For this, one small suggestion could be mood meters installed in the classrooms. This provides a very clear-cut idea of the mood expressed in terms of their favorite emojis of the students and helps them to express their emotions in a non-judgmental way. This is moving away from evaluating emotions as either good or bad, but rather just label our emotions. I would like to mention that we tried this in our own school using low-cost recycled materials and as a part of our World Mental Health Day, the week program, and we have seen children enjoying this activity, discussing their emotions with their friends, becoming aware not only of their emotions, but the emotions of the students around them or their friends. Cyber school bullying.
Every school should set up a cyber school bullying cell where cases have to be reported and appropriate action needs to be taken. Addiction and substance abuse. Repeatedly holding awareness classes and seminars yields no results. Campaigns like Venda Bro by the local police was such an interesting take with appeal to youngsters, which made it very effective. Similar interesting campaigns using flash mobs need to be introduced in our schools and colleges. Comic book by students. Taking issues relevant to students and creating comics makes it more simple and easy to understand. Comics are always appealing and students and readership is guaranteed. School radio, college podcasts, dedicated radio channels and podcasts addressing issues related to students where there could be discussions and also internship, job vacancies, etc. can be announced. To conclude, Helen Keller once said, "Alone we can do so little, but together we can do so much." This social ideathon is an insightful step in the right direction to brainstorm and harness the power of the collective in devising feasible solutions to the problem of the youth and education in Thrissur district. I took this as an opportunity rather than as a competition to express several ideas which emerged out of brainstorming with my colleagues and students. Thank you for your patient listening. Thank you, Team Harishri. Alone we can do so little, but together we can do so much more. So together we've come to the end of this exploration. We've had the opportunity to evaluate and probe into the education and youth development sectors of Thrissur from multiple vantage points, and you've given us so much to chew on and ponder about. And with this, we will give our judges some time to come to a conclusion and finalize decision. Meanwhile, as I was mentioning earlier, we have yet another fine academic amidst us. Though today she is here in her official capacity as the Honorable Mayor of Kozhikode Corporation, we will always cherish her as a wonderful teacher. എപ്പോഴും ശക്തമായ നിലപാടും വ്യക്തമായ കാഴ്ചപ്പാടുമുള്ള പ്രിയങ്കരിയായ ബഹുമാന്യയായ കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ്, ഹാർദമായ സ്വാഗതം മാം. വെൽക്കം ടു ദി ലെക്ടേൺ. We would love to hear from you. ആരാണ് എന്നെ കേൾക്കുന്നത് എന്ന് എനിക്ക് പ്രശ്നമില്ലാതെയുണ്ട് പറഞ്ഞിട്ട്. എന്തായാലും ഞാൻ ഇങ്ങോട്ട് വന്നത് വാസ്തവത്തിൽ ഡോക്ടർ ചിറക്കൽ കൃഷ്ണനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ചേർന്ന് ഇങ്ങനെ സോപാനം എന്ന അവരുടെ ട്രസ്റ്റിനോട് ചേർത്തിട്ട് അവരിപ്പോൾ ശ്രീലകം ലൈഫ് ലോങ് ലേണിംഗ് സെൻറ്റർ, എൻ്റെ എക്കാലത്തെയും ഒരാശയം, എക്കാലത്തെന്ന് പറയാൻ പറ്റില്ല, വൈൽ ഐ വാസ് ഡൂയിങ് മൈ റിസർച്ച് there was an idea which struck me, that was the idea of self-access center. യൂണിവേഴ്സിറ്റിയിൽ ഒക്കെ സാധാരണ ഇറ്റ് വാസ് ഇൻ ദ 80s. ആ സമയത്ത് ഈ നെറ്റൊന്നും ഇത്ര അവൈലബിൾ ആയിരുന്നില്ല ഫോണിലൊന്നും. അപ്പോൾ അവർക്ക് ഇതുപോലെ ഇരുന്ന് പഠിക്കാനും അവരെ ഹെൽപ്പ് ചെയ്യാനുമുള്ള ആൾക്കാർ, ഒരാൾക്ക് എപ്പോൾ വേണമെങ്കിലും പോയിരുന്നിട്ട് നെറ്റ് ബ്രൗസ് ചെയ്ത് പഠിക്കാനും അതോടൊപ്പം വേണ്ട പുസ്തകങ്ങൾ ഉണ്ടായി അതെടുത്ത് പഠിച്ചു പോകാനുമുള്ളൊരവസരം. കോഴിക്കോട്, അന്ന് ഞാൻ കോഴിക്കോട് കോർപ്പറേഷനിൽ മേയറല്ല, പക്ഷേ ടീച്ചർ എന്നുള്ള നിലയ്ക്ക് കോർപ്പറേഷൻ്റെ വിദ്യാഭ്യാസ കമ്മിറ്റിയിലെ ഒരു സേതുമാധവനുണ്ട് ആ വിദ്യാഭ്യാസ കമ്മിറ്റിയിൽ. അദ്ദേഹത്തിന് ആശയം വളരെ ഇഷ്ടപ്പെട്ടു. അതെൻ്റെ ഒരു പേപ്പർ പ്രസൻറ്റേഷൻ ആയിരുന്നു നമ്മുടെ തിരുനെൽവേലി ഒരു SM യൂണിവേഴ്സിറ്റി. ആ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പ്രസൻറ്റ് ചെയ്തൊരു പേപ്പറായിരുന്നു. അപ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ ദേവർ ഇൻട്രസ്റ്റഡ്. എന്നിട്ട് അവർ ഞാൻ പോകുന്ന ശേഷം എന്നെ വിളിച്ചു. എന്തായിരുന്നു അത്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, വി വോണ്ട് എ സെൽഫ് ആക്സസ് സെൻറ്റർ ഇൻ ആർ യൂണിവേഴ്സിറ്റി, MS യൂണിവേഴ്സിറ്റി. യെസ്. അപ്പോൾ ഒരു സുന്ദരം നാടാർ ആണ് അയാളുടെ പേര്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള യൂണിവേഴ്സിറ്റിയാണത്. അപ്പോൾ ഞാൻ എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു, റെഫറൻസൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ അജിത് ഫ്രം കില, he told me so many techniques and methods which we can use for our day-to-day life. That is the importance of it. So we learn quite a new things, a number of things we learn, and then without that learning, even remitting your, what am I say, your vastu nigdi or your tax for your property or the building tax or property tax will not be easy for us.
All information comes through the net or to the phone. So if you don't learn how to use it, how to understand, and how to remit the tax, then you are good for nothing in this world. Because when you approach the office, they will ask you, being a postgraduate, it's a shame on you if you say that you cannot use your phone. അങ്ങനെ പറയുന്നൊരു കാലം വരും. നാണമില്ലേ നിങ്ങൾക്ക് ഫോണിൽ നോക്കിയിട്ട് ഇതിൻ്റെ ടാക്സ് ഓൺലൈൻ വഴി അയക്കാൻ പറ്റില്ല എന്ന് പറയാൻ? നിങ്ങൾക്ക് നാണമില്ലേ എന്ന് നാളത്തെ ചെറുപ്പക്കാരായ കുട്ടികൾ നമ്മളെപ്പോലെ വയസ്സായ ആൾക്കാരോടൊക്കെ ചോദിക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ റിസർച്ച് വാസ്തവത്തിൽ ലേണർ ഓട്ടോണമി എന്നതിനെ കുറിച്ചായിരുന്നു. പക്ഷെ ഞാൻ ഇംഗ്ലീഷ് ടീച്ചർ ആയതുകൊണ്ട് ഇംഗ്ലീഷ് ആസ് എ സെക്കൻഡ് ലാംഗ്വേജ് അതെങ്ങനെ സ്വയം പഠിച്ചെടുക്കാം, അതിൻ്റെ ആമുഖം തന്നെ ഈ ജീവിതം മുഴുവനും എന്താണ്? ലേണിംഗ് ആണ്. പണ്ടത്തേതിനേക്കാൾ വേഗത്തിൽ 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 നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ, പണ്ട് നമുക്കൊരുവിധമൊക്കെ ജോലിയുടെ പഠിപ്പായിരുന്നു, ജീവിതത്തിൻ്റെ പഠിപ്പായിരുന്നില്ല കാര്യമായിട്ട്. കാരണം അന്ന് നമ്മുടെ ദാരിദ്ര്യം കൊണ്ട് ഒരു ജോലി, ഒരു നല്ല വരുമാനം എന്നതായിരുന്നു ജീവിതത്തിലെ ഏക ലക്ഷ്യം. അപ്പൊ വിദ്യാഭ്യാസവും അതിനു വേണ്ടി തയ്യാറെടുപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. ഇന്ന് അതല്ല. ഇന്ന് ലൈഫിൻ്റെ എയിം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായി. അവിടെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കണം. ജോലിക്ക് വേണ്ടി മാത്രമല്ല, ജീവിക്കാൻ വേണ്ടി, ജീവിതത്തിനു വേണ്ടി. സോ നൗ എഡ്യൂക്കേഷൻ ഈസ് ഫോർ ലൈഫ്. ജീവിക്കാനും ജീവിതത്തിനും വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പഠിക്കുന്നത്. അവിടെയാണ് ഇവിടുത്തെ ടീച്ചേഴ്സും കുട്ടികളും. ഞാനിപ്പോൾ ആകെ കേട്ടത് ഹരിപ്രിയയുടെയും അതുപോലെ ശ്രീദേവി ടീച്ചറുടെയും വാക്കുകളാണ് കേട്ടത്. രണ്ടുപേരും വളരെ റെലവൻ്റായ കാര്യമാണ് പറഞ്ഞത്. അപ്പം അതിന് ശരിക്കും അരങ്ങൊരുക്കുന്ന, അതായത് പിന്നെ ഹരിപ്രിയയ്ക്ക് ലേണിംഗ് ഹൗ ടു ലേൺ, എങ്ങനെ പഠിക്കാം എന്ന് പഠിക്കാൻ എനിക്ക് തോന്നുന്നു നമ്മുടെ ശ്രീലകം അവസരമൊരുക്കി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മുഴുവനായിട്ട് ഞാൻ സന്ദർശിച്ച് പഠിച്ചിട്ടില്ല. അതുപോലെ ശ്രീദേവിക്ക് എന്താണെന്ന് വെച്ചാൽ ലേണിംഗ് ഹൗ ടു ടീച്ച്, എത്ര ഇഫക്റ്റീവായി എങ്ങനെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റും. പണ്ടത്തെ പോലെ ഒരു ടീച്ചറുടെ ഡ്യൂട്ടി പഠിപ്പിക്കൽ മാത്രമല്ല, സത്യത്തിൽ ഒരു കുട്ടിയെ സഹായിക്കുക, പഠിക്കാൻ സഹായിക്കുക. അത് ഈ ഡിഗ്രി എടുക്കാനുള്ള പുസ്തകത്തിലെ ചോദ്യോത്തരങ്ങൾക്കുള്ള പഠനമല്ല, ജീവിക്കാൻ പഠിപ്പിക്കുക, സ്വന്തം വ്യക്തിത്വം, കഴിവ് തിരിച്ചറിയാൻ സഹായിക്കുക. ഏത് സാഹചര്യത്തിലും ഹരിപ്രിയ പറഞ്ഞില്ലേ, ഞാൻ സ്റ്റുഡൻറ് പോലീസ് കാഡറ്റിൽ ഉണ്ടായതുകൊണ്ട് എനിക്ക് ഏത് സാഹചര്യത്തിനെയും ധൈര്യത്തോടെ അഭിമുഖീകരിക്കാൻ പറ്റും എന്ന് പറഞ്ഞില്ലേ. അതുപോലെ പല സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് കുട്ടികൾ അവരുടെ ജീവിതത്തിൽ അവരുടെ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് അവർക്ക് എന്തും പഠിച്ചെടുക്കാൻ കഴിവുണ്ട് എന്ന ആത്മവിശ്വാസം അവർക്കുള്ളിൽ ഉളവാക്കിക്കൊണ്ട് ആത്മവിശ്വാസമുള്ളവരാക്കി, വ്യക്തിത്വം ഉള്ളവരാക്കി, ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ കഴിവുള്ളവരാക്കി ഒരു കുട്ടിയെ മാറ്റുക. അതിനോടൊപ്പം കുട്ടികൾക്ക് സിലബസും പുസ്തകവും ഒക്കെ ആവശ്യമാണ് ഇപ്പോഴത്തെ ജീവിതത്തിൽ. നാളെ എന്താവുമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. നാളെ ഇങ്ങനെ പ്രത്യേകിച്ച് ടെക്സ്റ്റ് ബുക്ക് ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് കുറെ ടോപ്പിക്സും സബ് ടോപ്പിക്സും തരുന്നു. എവിടുന്നെങ്കിലും നിങ്ങൾ നോക്കി പഠിച്ചോളണം. അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടേതായിട്ട് ഉത്തരം നിങ്ങൾ എഴുതണം. പക്ഷെ പലപ്പോഴും എന്ത് വരുന്നു? മോളെ എന്തായിരുന്നു അത്? ചാറ്റ് GPT അല്ലേ? ദാറ്റ് ഐ തിങ്ക് അതിന് നിങ്ങൾക്ക് റീജനറേറ്റ് ചെയ്യാം. ഹൗ മെനി ടൈംസ് ക്യാൻ യു റീജനറേറ്റ്? എനി ടൈം. Okay, if you are not satisfied. Okay, good. But even then, you know, I don't know. എനിക്കറിയില്ല, അത് ശരിയായിരിക്കാം. I don't know. ഞാനും അങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കിയിട്ടാണ് എൻ്റെ ഐഡിയ ഉണ്ടായിട്ടുള്ളത്. അന്ന് ഈ പേരില്ല എന്ന് മാത്രമേ ഉള്ളൂ. റെഫേർഡ് എ നമ്പർ ഓഫ് ബുക്സ് ആൻഡ് ആർട്ടിക്കിൾസ് ആൻഡ് ജേർണൽസ്. അപ്പോൾ ഒരു ജേർണൽ വായിക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയും കാലം നടന്ന ഒതൻറ്റിക് ആയിട്ടുള്ള വർക്കുകളെ കുറിച്ചൊക്കെ ആ ജേർണൽ കുറച്ച് പ്രതിപാദിക്കും. അപ്പം നമ്മൾ ബിബ്ലിയോഗ്രാഫിയിൽ ആ ബുക്കിൻ്റെ പേര് കാണും. അപ്പം നമ്മൾ ആ ബുക്ക് വാങ്ങാൻ നോക്കും, നെറ്റിൽ എന്തെങ്കിലും കുറച്ച് ഭാഗം പറഞ്ഞിട്ടുണ്ടോ നോക്കും, ലൈബ്രറിയിൽ പോയിട്ട് ആ പുസ്തകം വാങ്ങും. അപ്പം അങ്ങനെ നമുക്ക് പഠിക്കാമായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ വിക്കിപീഡിയ റെഫർ ചെയ്യുന്ന പോലെ നിങ്ങൾക്കിപ്പോൾ നിങ്ങളൊരു ആ ചാറ്റ് ബോക്സിൻ്റെ സാധനങ്ങൾ എടുത്തു, റാദർ യു ഗെറ്റ് ഒരു 1000 വേർഡിൻ്റെ ഒരു എസ്സേ നിങ്ങൾ തയ്യാറാക്കിയെന്ന് വിചാരിക്കൂ. അതിൽ നിങ്ങൾക്ക് ലിങ്ക് ഉണ്ടെങ്കിൽ അതിലെ ഓരോ കാര്യവും നിങ്ങൾക്ക് റെഫർ ചെയ്ത് പോവാം. അവൻ റൈറ്റ്? ഞാൻ ഉപയോഗിച്ചിട്ടില്ല വിക്കിപീഡിയ പോലെ. അവിടെ നമുക്ക് ഒന്നിലേക്ക് ഇങ്ങനെ പോവാമല്ലോ, എന്നിട്ട് തിരിച്ചു വരാം.
അപ്പം അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന പോലെ കുറേ പുസ്തകങ്ങളും കുറേ ലൈബ്രറികളൊന്നും എന്ത് ചെയ്യില്ല, ആവശ്യമായിട്ട് വരില്ല. ബട്ട് ഈവൻ ദെൻ ഒരു UGC അവർ കൊടുക്കുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, യൂണിവേഴ്സിറ്റീസിന് അവർ കൊടുക്കുന്ന ഒരു വലിയ ഒരു അവസരമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഒരു ഇംഗ്ലീഷ് ഒരു വിഷയമാണെന്ന് വിചാരിക്കുക, ഞാൻ എൻ്റെ വിഷയം ഇംഗ്ലീഷ് ആയതുകൊണ്ട് അത് പറയുന്നത്, ഇംഗ്ലീഷിൽ ഓഥൻറ്റിക്കായി ലോകത്തിൽ എവിടെ ഇറങ്ങുന്ന ഓൺലൈൻ ജേർണൽസ് ആയാലും ഹാർഡ് കോപ്പി ജേർണൽസ് ആയാലും അതെല്ലാം ആക്സസ് ചെയ്യാനുള്ള ഒരു സംവിധാനം എവിടെയുണ്ട്? യൂണിവേഴ്സിറ്റികളിൽ UGC കൊടുക്കുന്നുണ്ട്. അപ്പം ഇതായിരുന്നു എൻ്റെ മനസ്സിൽ. ഇവിടെ ഒരു ലേണിംഗ് സെൻറ്റർ, ലൈഫ് ലോങ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പം ഇവിടെ കോഴ്സസ് ഉണ്ടാവണം. ദാറ്റ്സ് വൈ ദിസ് ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പം ഇവിടെ ഒരു കോഴ്സ് ഉണ്ടാവും, ഒരു 1 ഇയർ വേണമെന്നുണ്ട്, 1 ഇയർ മേ ബി മാക്സിമം, 1 month 2 month 3 month പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത്ര അവേർലി കോഴ്സസ് നിങ്ങൾക്ക് ഇവിടെ റൺ ചെയ്യാം. അത് ആർക്കും റൺ ചെയ്യാം. ഇറ്റ്സ് ഓൾ അബൌട്ട് ഒരു ടോപ്പിക്കിനെ മനസ്സിലാക്കാനാവാം. ഫോർ എക്സാമ്പിൾ ആൻ ഈസി വേ ടു മാത്സ് എന്ന് പറയുമ്പോൾ മാത്സിലെ ബേസിക് ഓപ്പറേഷൻസിന് അപ്പുറത്തേക്കുള്ള കുറേ ബേസിക് കാര്യങ്ങളുണ്ട്. യൂസിങ് മാത്തമാറ്റിക്സ് വി ട്രൈ ടു ഓൾവേസ്. ഈ ചോദ്യങ്ങളായിരിക്കും പലപ്പോഴും IAS UGC പരീക്ഷകൾ അതുപോലത്തെ എൻട്രൻസ് എക്സാമിനേഷനിലൊക്കെ തന്നെ ഇങ്ങനെയുള്ള മാത്സ് ക്വസ്റ്റ്യൻസ് വരും. അതുകൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് കുട്ടികൾക്ക് മാത്സ് എങ്ങനെ എളുപ്പത്തിൽ പഠിപ്പിക്കാം എന്നുള്ള ഒരു 50 hour or 100 hour കോഴ്സ് നിങ്ങൾക്ക് വെക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റും കൊടുക്കാൻ പറ്റും. I don't know whether Dr. Krishnan has ever thought of it. And by the way, I met a person, but I don't know whether he is Dr. Krishnan. And may I know who's he's yet to come. Okay, Raj. So that's why. അപ്പം അതായിരിക്കാം അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവുക, അങ്ങനത്തെ ഒരു സംഭവം കൂടി നമുക്ക് ഉണ്ടായി വരണം എന്ന്. അപ്പോൾ അതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആവുക. അങ്ങനെയുള്ള ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങൾ, ചിത്രകലയിലേക്കുള്ള ഒരു എൻട്രി, കുട്ടികളുടെ എല്ലാ ടാലൻസും അവർ ഉപയോഗിക്കണം. നേരത്തെ മോള് പറഞ്ഞതുപോലെ ഒത്തിരി കഴിവുണ്ട്. ഇൻ്റഗ്രേറ്റഡ് വിദ്യാഭ്യാസം ഇൻ്റഗ്രേറ്റഡ് ആവണമെന്ന് പറഞ്ഞില്ലേ, അവിടെ ഇതുപോലെയുള്ള ചെറിയ കാര്യങ്ങൾ. ഞാൻ ഈ സ്ഥലത്തിൻ്റെ വിസ്തൃതി നോക്കായിരുന്നു. ഇപ്പോൾ ഒരു ബാസ്കറ്റ് ബോളിൻ്റെ അതിൻ്റെ ബേസിക്സേ പഠിപ്പിക്കുന്നുള്ളൂ. നമ്മളിവിടെ മുഴുവൻ പഠിപ്പിക്കുന്നില്ല. അപ്പം അതിനൊരു ഗ്രൗണ്ടും അതിൻ്റെ ബേസിക്സും പഠിപ്പിച്ച് നമ്മൾ കുട്ടികളെ വിടാണ്. നമ്മൾ അവരെ കുറേ കാലമൊന്നും ഇവിടെ നിർത്തൂല. എന്തിൻ്റെയും അടിസ്ഥാനം, അപ്പം നമ്മുടെ തന്നെ ഒരു സംസ്കാരത്തിലുണ്ടായിരുന്ന പല കാര്യങ്ങൾ മറന്നുപോയത്, അതിനൊന്നും ഒരു പക്ഷപാതിത്വമില്ലാതെ ഒരു ബയാസ്ഡ് അല്ലാതെ അത് മനസ്സിലാക്കാൻ, എന്തിനേയും മനസ്സിലാക്കാനുള്ള ചില ചെറിയ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ. അപ്പം എന്താ വെച്ചാൽ എല്ലാം വിലപ്പെട്ടതാണെന്നും ലോകത്തിൻ്റെ പല ഭാഗത്ത് പല കാലങ്ങളിലായി ഉരുത്തിരിഞ്ഞു വന്നതാണെന്നും ലോകമെമ്പാടും ഒരേ സമയം മഹാന്മാർ ജീവിച്ചിരുന്നുവെന്നും അവരുടെയൊക്കെ ചിന്തകൾ ലോകത്തിൻ്റെ വ്യത്യസ്ത കോണുകളിലായിട്ടും ഏതാണ്ട് ഒരുപോലെ ആയിരുന്നു എന്നും മനസ്സിലാക്കാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കും. അങ്ങനെ സാധിക്കുമ്പോൾ നമ്മൾ ഒന്നിനെയും ആര് താഴ്ത്തിക്കാണിച്ചാലും നമ്മൾ സമ്മതിക്കില്ല. ഒന്നിനെയും താഴ്ത്തിക്കാണണ്ട, നിങ്ങൾ പറഞ്ഞ രീതിയിൽ, മനുഷ്യരെ ദ്രോഹിക്കുന്ന രീതിയിൽ ഒരു പ്രധാനപ്പെട്ട പുസ്തകവും പറയില്ല എന്ന് പറയാനുള്ള ഒരു വലിയൊരു ധൈര്യം കുട്ടികൾക്ക് ഉണ്ടാവും. അത് വലിയൊരു ധൈര്യമാണ്. അവരവരുടേതിനെ ഇഷ്ടപ്പെടുകയും അതിനെ ആരാധിക്കുകയും അതിൽ പോവുകയും ചെയ്യുമ്പോൾ മറ്റുള്ളതിലെല്ലാം ഇതുണ്ടാവും. പക്ഷേ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ സംസ്കാരത്തിൻ്റെ ആകത്തുക ഇതായതുകൊണ്ട് ഞാൻ ഇങ്ങനെ പോകുന്നു എന്ന് മാത്രം പറയാനും മറ്റൊരാളെ നിർബന്ധിക്കാനും വെറുക്കാനും ഒന്നും നമുക്ക് സാധിക്കാതെ വരും. അത് പുതിയ ലോകത്തിൻ്റെ പ്രത്യേകതയാണ്. അവരെ മനസ്സിലാക്കുകയാണ്. അപ്പം അതുകൊണ്ട് അധ്യാപകർക്കും കുട്ടികൾക്കും അറ്റ് എനി ലെവൽ, ഞാൻ ഈ പറഞ്ഞത് ഇവിടെ മെഡിക്കൽ കോളേജ് ഉണ്ട്, എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഉണ്ടാവും, അങ്ങനെ ഏതിനെ കുറിച്ചിട്ടും ഒരു ലേണിംഗ് സെൻറ്റർ ആയി ഇതിന് മാറാൻ കഴിയണം. കാരണം കോളേജുകളിലൊക്കെ ഇത് ഇഷ്ടം പോലെ അവസരമുണ്ട്. പക്ഷെ അവിടെയൊക്കെ ടൈം ലിമിറ്റഡ് ആണ്. കുട്ടികൾക്ക് ഒരേ സ്ഥലത്തേക്കാളും പലപ്പോഴും ഇഷ്ടം ഉണ്ടാവുക അതിനു വേണ്ടി മാത്രമുള്ള ഒരു സ്ഥലം. അപ്പോൾ ബോട്ടണിക്ക് വേണ്ടി മാത്രം നമുക്ക് കുറച്ച് കിയോസ്കുകളാണ്. അപ്പോൾ അത് ബോട്ടണി സെക്ഷനാണ്. അവിടെ കുറച്ച് ഒരു 3-4 അളമാര ഉണ്ടാവും ചിലപ്പോൾ അതിൻ്റെ ബേസിക്സ്. ബാക്കി കാര്യങ്ങൾ കുട്ടികൾക്ക് ബ്രൗസ് ചെയ്തിട്ട് നെറ്റിലൂടെ ആക്സസ് ചെയ്യാം. അപ്പോൾ അവർക്ക് അതിനൊരു അന്തരീക്ഷം കിട്ടുകയാണ്. ഒരു ലേണിങ്ങിനൊരു അന്തരീക്ഷം വളരെ പ്രധാനമാണ്. നമ്മൾ ആകെ മൊത്തം ബഹളം വെക്കുന്നിടത്തിൽ നമുക്ക് അധികം പഠിക്കാൻ പറ്റില്ല, കുറച്ച് സമയം പഠിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇത്തരം സ്ഥലങ്ങളിൽ വന്നാൽ, ഞാനൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ലൈബ്രറിയിൽ പോയിട്ട് CH മുഹമ്മദ് കോയ ലൈബ്രറി ഉണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ. രാവിലെ തുറക്കും അങ്ങോട്ട് കയറിയാൽ ഏതാണ്ട് ഒരു 5:30-6 മണിക്ക് അടയ്ക്കുന്നത് വരെ
അവിടെ ഇരുന്നിട്ട് പുസ്തകം നോക്കുന്നു, അത് എൻ്റെ നോട്ട് ബുക്കിൽ എഴുതുന്നു, അതൊരു കട്ടി പുസ്തകം കൊണ്ട് ഫോട്ടോസ്റ്റാറ്റ് സ്ഥലത്ത് പോകുന്നു, അത് ഫോട്ടോസ്റ്റാറ്റ് ചെയ്ത് എൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അവിടുത്തെ ഈ ലൈബ്രറിയിൽ കുറേ ദിവസം ഇങ്ങനെ മുടങ്ങാതെ എന്നെ കണ്ടപ്പോൾ അവിടുത്തെ ലൈബ്രറിയൻ ചോദിച്ചു, അയ്യോ ടീച്ചർ എന്തിനാ അത്ര കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ഇതൊക്കെ ചെയ്യണത്? ഇവിടെയുള്ള പല കുട്ടികളും അവർക്കൊക്കെ JRF ഒക്കെ കിട്ടിയിട്ട് വരും, ഒക്കെ എന്ത് ചെയ്യും, നോക്കും, ബാക്കി നിങ്ങൾക്ക് അറിയാമല്ലേ, അതെന്ത് ചെയ്യും, അവർ കോപ്പി എന്നിട്ടത് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യും. ഇങ്ങനെയാണ് അവർ സുഖമായിട്ട് ജീവിച്ച് നടക്കും. അവസാനം ഇങ്ങനെയാണ് അവർ ചെയ്യാന്ന് പറഞ്ഞു. എനിക്കൊരു കാര്യത്തിൽ ഉറപ്പുണ്ട്, എൻ്റെ തീസിസ് ഇന്ന് നോക്കിയാലും ഒരിക്കലും ഞാൻ ഒരു സാഹിത്യ ചോരണം നടത്തി എന്ന് ആരും പറയില്ല. ഒന്നും നോക്കിയിട്ടുണ്ടാവും, അത് അക്നോളജ് ചെയ്യും. ഇന്ന ആളുടെ ഇന്ന പുസ്തകം പേജസ് 50 to 75, 50 മുതൽ 75 വരെയുള്ള പേജുകളിൽ നിന്നാണ് ഞാൻ ഇത് ലിഫ്റ്റ് ചെയ്തത് എന്ന് ആ പാരഗ്രാഫിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അത്രേ ഉണ്ടാവുള്ളൂ. എൻ്റെ ഭാഷയിലാണ് എഴുതിയത്. 350 പേജിൽ ഏതാണ്ട് ഒരു 30-32 പേജ് ബിബ്ലിയോഗ്രഫി ആയിരുന്നു. ബാക്കിയുള്ള പേജിൽ ഫ്രം ബിഗിനിങ് ടിൽ ദ എൻഡ് എൻ്റെ എക്സാമിനർ പറഞ്ഞതാണ് കേട്ടോ, അത് ബീനയുടെ മാത്രം ലാംഗ്വേജ് ആയിരുന്നു എന്ന്. കുറച്ച് മോഷ്ടിച്ചിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ എസൻസ്, ആ അറിവെടുത്ത് അവരവരുടെ ഭാഷയിൽ എഴുതി. നേരത്തെ പോലെ കോപ്പി ചെയ്യുക എന്നിട്ട് പേസ്റ്റ് ചെയ്യുക, ഇങ്ങനെയല്ല ചെയ്തത് എന്ന് പറയായിരുന്നു ഞാൻ. അതേപോലെയുള്ളൊരു അവസരം നമ്മുടെ കുട്ടികൾക്ക് കിട്ടണം. ഞാൻ വിലമതിക്കുന്നത്, എന്തെല്ലാം ചെയ്യാം ഒരാൾക്ക് വാസ്തവത്തിൽ. ഇത് വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ചെയ്യുന്ന പുത്തൻ കാര്യങ്ങൾ എത്രയോ വർഷങ്ങൾ വിലമതിക്കുന്ന രീതിയിൽ നിലനിന്നു പോവും. പക്ഷേ ഇത് കൊണ്ടു നടക്കാനും ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാനും ഓരോരോ കാലഘട്ടത്തിലേക്ക് അത് അപ്ഡേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനും നമുക്കാവണം. ഒന്നുമില്ലെങ്കിൽ ഒരാശ്രമം പോലെ. ഇനിയിപ്പോൾ അതിനകത്ത് എനിക്കിപ്പോൾ പറയാൻ പേടിയാ പല കാര്യവും. നമ്മളെല്ലാം സരസ്വതിയെ പൂജിച്ചത്, അത് ഏത് ജാതിയിൽപ്പെട്ടവരായാലും, തൃശ്ശൂർ പിന്നെ അത് പറയില്ല, കാരണം ഇവിടെ സംസ്കൃതത്തെ പോലും നിലനിർത്തി പോകുന്നത് ഇവിടുത്തെ നസ്രാണികളാണ്, അതുകൊണ്ട് അത്രയും പറയില്ല. കോഴിക്കോട് അങ്ങനെയല്ല, കുറച്ച് വ്യത്യാസമാണ്. അപ്പോൾ ഏത് തരത്തിലായാലും ഏത് മതസ്ഥരായാലും മലയാള ഭാഷ പഠിച്ച് ഉയർന്നു വരുന്നവരെ സംബന്ധിച്ച് വിദ്യയുടെ ദേവി എക്കാലവും എന്ത് തന്നെയാണ്? സരസ്വതി തന്നെയാണ്. അപ്പം ഇതാണ് നമ്മൾ സരസ്വതി ക്ഷേത്രം എന്നാണ് നമ്മൾ പറയുക. ഒരു വിദ്യാലയത്തെ തന്നെ നമ്മൾ സരസ്വതി ക്ഷേത്രം എന്നാണ് പറയുക. അപ്പം അതുപോലെ ഞാൻ അതാണ് പറഞ്ഞത്, എക്കാലവും ഒരു വിദ്യയുടെ ആലയമായി ഇത് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. എൻ്റെ കോഴിക്കോട്ടും ആരെങ്കിലും ഇതുപോലെ മുന്നോട്ട് വന്നിട്ട്, ഒരുപക്ഷെ ഇത്ര വിപുലമായ ഒന്നല്ല നടത്തുന്നത് എങ്കിലും ഇങ്ങനെയുള്ള ഇതിനു വേണ്ടി മാത്രം ഉള്ള ഒരു സ്ഥാപനം ഉണ്ടായി വരട്ടെ. പഠിക്കാൻ കഴിവില്ല. ഞാനിപ്പോൾ സന്തോഷിക്കുന്നത്, BSNLകാർ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ MP സൗകര്യം കൊണ്ട് വൈഫൈ മാനാഞ്ചിറയിൽ മുഴുവനും വൈഫൈ കണക്ഷൻ കിട്ടുന്നു. എനിക്കുണ്ടായൊരു ആഹ്ലാദം പറഞ്ഞറിയിക്കാൻ വയ്യ. ഞാൻ എക്കാലം ആഗ്രഹിച്ചത് അങ്ങനെയാണ്. കുട്ടികൾ എവിടെ വരാമോ വലിയവരിക്കുന്നിടത്ത് ഒരു വൈഫൈ ഫെസിലിറ്റി കൊടുക്കുക. അന്ന് ഇത്ര കോമണും ഇത്ര ചീപ്പൊന്നും അല്ലല്ലോ വൈഫൈ, ഭയങ്കര പൈസയല്ലേ അന്നത്തെ കാലത്ത്. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിക്കും, കുട്ടികൾക്ക്, പാവപ്പെട്ട കുട്ടികൾക്കൊക്കെ വന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് 3-4 കുട്ടികൾക്ക് ഒരു ലാപ്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ട്, അങ്ങനെ അത്ര അന്ന് എൻ്റെ ചിന്ത ഒരു 10 കൊല്ലം മുമ്പ് അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ലാപ്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ട് 3-4 കുട്ടികൾക്ക് ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് അവിടെ വൈഫൈ വന്നിട്ട് അവർക്ക് കാര്യങ്ങൾ ഇങ്ങനെ ബ്രൗസ് ചെയ്ത് പഠിക്കാൻ ഒരു സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ കോഴിക്കോട്. അപ്പം ഞാൻ അന്നും കണ്ടത് മാനാഞ്ചിറ അങ്ങനെ ഉണ്ടായിട്ട് സിമെൻറ്റിൻ്റെ ഒരു ടേബിളും ഒരു സിമെൻറ്റിൻ്റെ ബെഞ്ചും വെച്ചിട്ട് കുട്ടികൾ അതിൻ്റെ മുകളിലിരുന്ന് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് സ്വപ്നം കണ്ടു. അന്ന് ഞാൻ മേയറല്ല, 10 വർഷം മുമ്പ്. ഇന്ന് എൻ്റെ മുമ്പിലേക്ക് നമ്മുടെ MP ശ്രീ എളമരം കരീമിൻ്റെ PA വന്നിട്ട് എന്നോട് പറയാണ്, എനിക്ക് ഭയങ്കര, എൻ്റെ കണ്ണ് ഉള്ളിൽ നിറഞ്ഞു, പുറത്ത് കാണിക്കാൻ പാടില്ലല്ലോ, മേയറല്ലേ, അതുകൊണ്ട് ഉള്ളിൽ എൻ്റെ കണ്ണ് നിറഞ്ഞു. അതുപോലെയാണ് ഇത് കേട്ടപ്പോൾ ഡോക്ടർ കൃഷ്ണൻ അദ്ദേഹം ചെയ്യുന്ന ഏറ്റവും നല്ല ഈ ജീവിതത്തിലെ നമ്മൾ പറയില്ലേ പുണ്യകർമ്മം എന്നത് പലപ്പോഴും നമുക്ക് വേണ്ടി ചെയ്യുന്നതല്ല, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്ത് അവശേഷിപ്പിച്ചു പോകുന്നതാണ്. അങ്ങനെ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഇങ്ങനെ ഒരു കാര്യം ഒരു നല്ല ട്രസ്റ്റായി, ആ ട്രസ്റ്റിൽ എപ്പോഴും കുടുംബം മാത്രമല്ലാതെ നമ്മുടെ വളരെ ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികളെ കൂടി വരാനുള്ള ഒരു അവസരം ഒരുക്കി കരുതിയുള്ള ഒരു ട്രസ്റ്റാക്കി, അങ്ങനെയുള്ള മനുഷ്യരുടെ, നല്ല മനുഷ്യരുടെ ഒരു സംഘമായി. കാരണം ഇപ്പം നമുക്ക് ഒളിമ്പിക്സിൽ പോലും ടുഗെദർനെസ്, അതാണ് ഏറ്റവും പ്രധാനം. ടുഗെദർനെസ്. ഞാൻ എൻ്റെ പാർട്ടിക്ക്, എൻ്റെ സംഘടനയ്ക്ക്, എൻ്റെ മതത്തിന് നോ.
എന്തിനു വേണ്ടിയാണോ ഇതുണ്ടായത്, അവിടെ വരുന്ന ആ ട്രസ്റ്റിയിലെ മെമ്പേഴ്സ് ഉള്ളവരെല്ലാവരും അവർക്ക് ആ ടുഗദർനെസ് ഉണ്ടാവണം. ദ വിഷൻ ഓഫ് ഡോക്ടർ കൃഷ്ണൻ ആൻഡ് ദ ലൈക്ക് മൈൻഡഡ് പീപ്പിൾ അലോങ് വിത്ത് ഹിം. ഐ ഡോണ്ട് നോ ഹൂ ഇറ്റ് ഇസ്, ഹൂ ആർ ഓൾ ഇൻവോൾവ് ഇൻ ഇറ്റ്. ഞാൻ ഇവിടുന്ന് വരാതൊന്നും എനിക്കറിയില്ല. കേട്ടപാട് ഞാൻ ഓടി വന്നത് ഇത് വലിയ ഒരു കോൺട്രിബ്യൂഷനാണ് ഈ സമൂഹത്തിന്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന്, അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന തൃശ്ശൂർ എപ്പോഴും സംസ്കാരത്തിൻ്റെ ഈറ്റിലും തന്നെയാണ്. വേദങ്ങളൊക്കെ ഒരു കാലത്ത് നശിച്ചു പോയിരുന്ന സമയത്ത് അതിനെയൊക്കെ വളരെ സൂക്ഷിച്ച് വെക്കുകയും അത് കഴിഞ്ഞ് പിന്നീട് ആ വേദങ്ങളെയൊക്കെ തന്നെ ഉപയോഗിക്കാൻ ശ്രീ ശങ്കരാചാര്യർ വന്നതിന് ശേഷം അതിനെയൊക്കെ വെളിച്ചം കാണിക്കുകയും ചെയ്തതുകൊണ്ട് കൂടിയാണ് കേട്ടോ തൃശ്ശൂർ സാംസ്കാരിക നഗരം എന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ മനുഷ്യരിൽ ആ പ്രത്യേകതയുണ്ട്, ഒരു കൾച്ചറാണത്. ഇവിടെ വിദ്യയും സംസ്കാരവും സാംസ്കാരിക പരിപാടികളും ഒക്കെ തന്നെ തൃശ്ശൂരിൻ്റെ സംസ്കാരം കൂടിയാണ്, വ്യത്യസ്തമായ ഒരു സംസ്കാരമാണ്. അതിനോട് ഇഴുകി ചേർന്നുകൊണ്ട് ഈ ലേണിംഗ് സെൻറ്റർ, ലൈഫ് ലോങ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, എനിക്ക് തോന്നുന്നു ഇറ്റ് വിൽ സർവൈവ് till people feel that we don't need such a facility. If at all such a time comes, I think the trustees should see that we too change, we get updated towards the needs of the youth, because now we cannot say education is for youth or children alone. It's for the whole humanity. Even at an age of 66 and 70, I've seen people undergoing and attending classes for PG or degree or PhD and MPhil, because that is maybe it's a suppressed desire for them due to many situations, and that might be the reason. Or they want to channelize their active mind into something which they love. That might be a passion for that person to study sociology or political science or history or literature of any language. ഇതൊക്കെ ആഗ്രഹങ്ങളായിരിക്കാം. ഒരു പക്ഷേ അമർത്തി വെച്ചിരുന്ന ആഗ്രഹങ്ങൾക്ക് ഒരു അവസരം കിട്ടുന്നത് പ്രായാധിക്യം കൊണ്ടാവാം. പക്ഷേ അവരെന്ത് ചെയ്യുന്നു, അവരുടെ മനസ്സിനെ അപ്പോഴും പിടിച്ചു നിർത്തുകയാണ്. വയസ്സായി, ഒന്നുമില്ല, ആരുമില്ല എന്നെക്കൊണ്ട് ഇനി ലോകത്തിന് ആവശ്യമില്ല എന്നിടത്ത് നിന്ന് എനിക്ക് എന്നെ ആവശ്യമുണ്ട് എന്ന ചിന്തയിലേക്കാണ്. കേരളത്തിലെ എൻ്റെ കോർപ്പറേഷനിൽ 18% 60+ ആണ് കേട്ടോ. 18%, ആലോചിക്കണം അത്. അപ്പം അതുകൊണ്ട് പഠിക്കാനുള്ള ഈ സൗകര്യം, എൻ്റെ വാക്ക് ശരിയാണെങ്കിൽ കുട്ടികൾ വന്നിട്ടില്ലെങ്കിലും ഇവിടെ മുതിർന്നവർ വരും. കാരണം അവർക്കും എന്ത് ചെയ്യാനുണ്ടിനി, നമുക്കും കുറേയേറെ പഠിക്കാനും ഡിഗ്രി എടുക്കാനും അങ്ങനെ വന്ന് കൂട്ടം കൂടാനും അങ്ങനെ വന്നൊന്ന് കുത്തിരുന്ന് വർത്താനം പറയാനും ഒക്കെ ഒരു അവസരം കിട്ടുമ്പോൾ എനിക്ക് തോന്നുകയാണ് ഡോക്ടർ കൃഷ്ണനും അവരുടെ കുടുംബവും അവർ വിഭാവനം ചെയ്ത രീതിയിൽ ഇത് നിൽക്കാവുന്ന അത്ര കാലം ഇതെന്ത് ചെയ്യും, ഒരു സെൽഫ് ലൈഫ് ലോങ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടായി മാറും. എനിക്ക് ഈ സെൽഫ് ലേണിംഗ് എന്ന് വരുന്നത്, എൻ്റെ തീസീസ് ലേണർ ഓട്ടോണമി ആണെങ്കിൽ ഞാൻ ആൾക്കാരോട് ആ വാക്ക് പറയില്ല. അവർക്ക് ഈ ഓട്ടോണമി എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ അവരോട് സെൽഫ് ലേണിംഗ് ആണ് എന്ന് മാത്രമേ പറയാറുള്ളൂ. അതുകൊണ്ടാണ് ആ സെൽഫ് ലേണിംഗ് സെൻറ്റർ, സെൽഫ് ആക്സസ് എന്നൊക്കെ വിഭാവനം ചെയ്തുകൊണ്ട് വരുന്നത്. ലൈഫ് ലോങ് ലേണിംഗ് വളരെ വ്യക്തമാണ് ആ തീം. അത് തുടങ്ങിയ എല്ലാവരെയും, അവരെയൊക്കെ ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ ഹൃദയത്തിൽ തട്ടി അനുമോദിക്കുകയാണ്. കോഴിക്കോടും ഇങ്ങനെയൊന്ന് വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ്. തൃശ്ശൂർ ജില്ലയ്ക്ക്, തൃശ്ശൂർ കോർപ്പറേഷന് അല്ലെങ്കിൽ തൃശ്ശൂരിൻ്റെ പ്രദേശത്ത് മുഴുവനും ഇതുപോലെ ഒരു ലേണിംഗ് സിറ്റി എന്ന പേര് കിട്ടുമ്പോൾ ഇതുപോലെയുള്ള സൗകര്യങ്ങൾ ഇനിയും ഇനിയും ഉയർന്നു വരട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് നിർത്തും. Thank you, ma'am. Ma'am, may I request you to just stay back for a bit? We would be happy if you could stay back and give away the certificates to our participants. We have 4 teams who had participated today, and all our teams are presented with a goodie bag and a certificate and a cash amount of rupees 15,000 to all the participants as an incentive for them to work towards the ideas that they have presented. I do have the winner here, but let's have a bit of drama. Let us wait for the participants to come up on stage, collect their certificates, and then we will make the announcement of the winner. So let us have the contestants on stage. Let me first have Harishri Vidyanidhi School, Pongundam.
the teacher Ms. Sridevi Nair and the student Ms. Haripriya Hemant. Welcome and best wishes. As Madam had rightly mentioned, ഒരു കാലത്ത് ജോലിക്ക് വേണ്ടി വിദ്യാഭ്യാസം എന്നിൽ നിന്നും മാറി ജീവിതകാലം മുഴുവനും വിദ്യാഭ്യാസം ആവശ്യമായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. And now we'll have St. Joseph's HS Avinisheri, the teacher Ms. Baby KK and the student Ms. Devika CP. Welcome. ഒരു സരസ്വതി ക്ഷേത്രമായി നിലകൊള്ളാൻ ശ്രീലകത്തിനാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് മാഡം സംസാരിച്ചത്. ആൻഡ് വി ഹാവ് എ ലിറ്റിൽ സംതിങ്. മാം, ബേബി മാം വാങ്ങിച്ചോളൂ. And Vivekodayam Boys High Secondary School, Thrissur, Mr. Baburaj MP, the teacher, and Master Gautam Das, the student. The little box mobiles decides your destiny എന്നായിരുന്നു മാം സൂചിപ്പിച്ചത്. ഒരു പക്ഷേ മൊബൈലിലും ലാപ്ടോപ്പിലും ഒക്കെ ഏറ്റവും അധികം കൊടുക്കുന്ന കമാൻഡിൽ ഒന്ന് റിഫ്രഷ് ആയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് റിഫ്രഷ് ബട്ടൺ ഇങ്ങനെ അമർത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ജീവിതത്തിലും റിഫ്രഷ് ബട്ടൺ അമർത്തിക്കൊണ്ടിരിക്കുക, പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക, അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് മാം സംസാരിച്ചത്. ആൻഡ് വി ഹാവ് വൺ മോർ ടീം, the participants from the St. Thomas HS Vallachira, Ms. Jisha EM, the teacher, accompanied by her student Ms. Josia Joju. I think Madam got to watch one part of their presentation. അങ്ങനെ പാർട്ടിസിപ്പൻസിനുള്ള ഒരു അംഗീകാരം നൽകി കഴിഞ്ഞു. ഇനി വിജയിയെ കണ്ടെത്താനുള്ള സമയമാണ്. വിജയിക്ക് ലഭിക്കുന്നത് 1,00,000 രൂപയാണ്. 1 lakh rupees is presented as a seed money for them to fund the ideas that they have now presented. So the winner is, I think I will get a guess from the audience too. Why don't you give a guess? Who do you think is the winner? Which school is going to clinch the title? നേരത്തെ എല്ലാവരും പറഞ്ഞിരുന്നു you should get away from your inhibitions and come forward. Guess ചെയ്യുന്നതിന് ഇൻഹിബിഷൻസ് വേണ്ട. Who do you think? Harishri. I think I will prove them right when I say the winner is Harishri Vidyanidhi School, Pungunam. Congratulations, kudos to you and welcome. Harishri Vidyanidhi, keep up the great work. The best way to have a good idea is to have many ideas. So we have explored and probed into multiple prongs that will enhance the education and youth development sectors, and we are thankful to you, ma'am. Truly honored to have you here, and thank you for those words of encouragement. This is a give and take.
And now, shall we have the judges, the concluding remarks from the judges? Mr. Janish Atra will now speak. നമസ്കാരം. ഞാൻ നിങ്ങളുടെ അടുത്ത് രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് വന്നത്. ഞാൻ നാളെ ഇവിടെ ചേതൻ ഭഗത്ത് ഒരു സെഷൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് കുട്ടികൾക്കും അല്ലെങ്കിൽ ആളുടെ ഫോളോവേഴ്സ് എല്ലാവർക്കും വേണ്ടിയിട്ട്. ഈ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ ഞാനൊരു 10-12 കോളേജിൽ പോയിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്തു എല്ലാവരെയും. എനിക്ക് കിട്ടിയ റെസ്പോൺസ് ഭയങ്കര മോശമായിരുന്നു. സൺഡേ കാരണം വരാൻ പറ്റില്ല, എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാണ്, അപ്പോൾ ആരെ വരണേന്ന് നോക്കൂ. നമ്മുടെ കുട്ടികളെ നിങ്ങൾ പറയണ വിദ്യാഭ്യാസത്തിൻ്റെ ന്യൂനത, അവസരങ്ങൾ കിട്ടുന്നില്ല, അങ്ങനെ പലരും പല രീതിയിലൊക്കെ മെൻഷൻ ചെയ്തു. അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കണതാണ്. അവസരം ഉണ്ട്, ഇപ്പോൾ അത് യൂസ് ചെയ്യാത്തതാരാ? ഇന്ന് ഞങ്ങളിവിടെ എക്സ്പെക്ട് ചെയ്ത സ്കൂൾസിൻ്റെ എണ്ണം ഒരുപാടാണ്, വന്നത് 4 സ്കൂൾസാണ്. എനിക്ക് പറയാനുള്ളത്, ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരും വിന്നേഴ്സാണ്, ആരും മോശമല്ല. നിങ്ങൾ ടീച്ചേഴ്സ് ആയാലും നിങ്ങൾ കൊടുത്തത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ ഐ വാണ്ട് ടു ക്ലാപ്പ് ഫോർ ദം. എല്ലാവർക്കും വേണ്ടി ഒന്ന് കൈയടിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. സോ ഇങ്ങനെയാണ് നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്. മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ മാറ്റങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യരുത്, നമ്മളിൽ നിന്ന് മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. അങ്ങനെ ഉണ്ടായിക്കൊണ്ട് അടുത്തൊരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ആ മാറ്റങ്ങൾ കാണുകയും ന്യൂനതകളില്ലാത്ത ഒരു വിദ്യാഭ്യാസം ഉണ്ടാവട്ടെ. ന്യൂനതകൾ ഒരുപാടുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ന്യൂനതകളില്ലാത്ത നല്ലൊരു വിദ്യാഭ്യാസ സമ്പ്രദായം നമുക്കുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ. എല്ലാവരും വിജയികളാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. Thank you. Opportunities are often created from scrap. So we really hope that tomorrow we will get to see more of you, more students, more thinking minds coming together. And with this, we thank all our participants, we thank our judges, we thank the Honorable Mayor, we thank the trustees and the entire family of Srilagam for making this possible. जिन खोजा तिन पाइया गहरे पानी पेट मैं बपूरा बूढ़न डरा रहा किनारे पेट. ആഴം കണ്ട് ഭയന്ന് മടിച്ചു നിൽക്കുന്ന ആൾക്കല്ല, മറിച്ച് ധൈര്യപൂർവ്വം മുന്നോട്ട് കുതിക്കുന്ന ആൾക്ക് മാത്രമേ മുത്തും പവിഴവും ലഭിക്കുകയുള്ളൂ എന്ന് ഈ ദോഹയുടെ വാക്കുകൾ ഓർമ്മിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. ധൈര്യപൂർവ്വം മുന്നോട്ട് കുതിക്കാനുള്ള എപ്പോഴും ആ ഒരു മനസ്സുണ്ടായിക്കൊണ്ടേയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാവ് എ ഫൈൻ ഈവനിങ് അഹെഡ്. താങ്ക് യു ഓൾ വെരി മച്ച്. സീ യു. As an aside, let me add, we have a musical evening today at 6 p.m. We have some golden classics that will be rendered on the stage. If you are a passionate music lover, most welcome. Thank you.
Hey, check. 1, 2. Hey. Check. 1, 2. Check. 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 Hey, 1. Check. 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 Hey, 1. Check. Check. Hey, 1. Check. 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 1, 2. Hey, 1. Hey. Check. 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 1, 2. സെറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ചായ കുടിച്ചോ? എവിടെയുണ്ട് ചായ?